അങ്ങനെ പഠിച്ചപ്പോൾ ആന്ത്രോപോളജിസ്റ്റുകൾക്ക് ദേ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ ഫസ്റ്റ് വ്യൂ വാസ് ഇൻ എ വൺ സുപ്രീം ഗോഡ്. അത് മാത്രമല്ല ആ വ്യൂസ് വെർ കോമൺ അക്രോസ് ദീസ് ട്രൈബ്സ്. അതിൻ്റെ മോറൽ ആശയങ്ങളും വളരെ സിമിലർ ആണ്. ആന്ത്രോപോളജിസ്റ്റ് ആയിരിക്കുന്ന ഒരുത്തൻ പറഞ്ഞാലൊന്നും ഞാൻ എടുക്കത്തില്ല, അത് ഫിസിസിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാലം തുടരുന്നതല്ല, ഈ മാറ്റത്തിനെ മനസ്സിലാക്കുന്ന ടൂളാണ്. കാലപ്രവാഹത്തിൽ ഈ വസ്തുക്കൾ നിൽക്കുകയല്ല. മനുഷ്യന് ഫസ്റ്റ് ഓഫ് ഓൾ അത് സയൻറ്റിഫിക്കലി പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ആയിക്കോട്ടെ, എനിക്ക് ആ സയൻസ് ആവശ്യമില്ല. വൈ ഇസ് ദർ എനിത്തിങ്? അതിൻ്റെ നമുക്ക് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാം. പ്രപഞ്ചം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഉള്ളതാണ്. പ്രപഞ്ചം വിട്. വൈ ഇസ് ദർ എനിത്തിങ് റാദർ ദൻ നത്തിങ്? അത് ഉള്ളത് കൊണ്ട്. അതൊരു ഉത്തരമാണ്. അതങ്ങനെ തന്നെയാണ്. അറിയുന്ന ഇടങ്ങളിൽ മാത്രമേ തുടക്കങ്ങൾ ആവശ്യമായിട്ടുള്ളൂ. അല്ല, എയിൽ നിന്നുള്ള ബി എന്നുള്ള മൂവ്മെന്റ് ഓൾറെഡി ഉണ്ട്, അത് നാം അറിയുന്നു. അല്ലാതെ അത് അറിഞ്ഞതുകൊണ്ടല്ല. അല്ലാതെ നിങ്ങൾ അറിയാത്തപ്പോൾ അത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു തെളിവുമില്ല. ഐ മീൻ ദിസ് ഈസ് വയലേറ്റിംഗ് കോമൺ സെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അല്ല, കോമൺ സെൻസ് ആണ് ഞാൻ വയലേറ്റ് ചെയ്യുന്നത്. അതിനെന്തത്ര സംശയം? നിങ്ങൾക്കുള്ളത് കോമൺ സെൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനത് വയലേറ്റ് ചെയ്യുന്നത്. പ്രോബ്ലം ഈസ് താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് എവിഡൻസ് മുന്നോട്ട് വെക്കുന്നില്ല. എനിക്ക് പറഞ്ഞില്ല, തൻ്റെ എവിഡൻസ് ഈ പറയുന്നത് ഇത് ശാസ്ത്രജ്ഞന്മാരുടെ സാധനമാണ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. തെളിവ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്ന പോലെ അല്ല ഈ വിഷയം. മൈത്രേയൻ ഇന്നത്തെ ഹിസ്റ്റോറിയൻ സയൻസിനെ കംപ്ലീറ്റ്ലി നിഷേധിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇയാൾ അങ്ങനെയാണെങ്കിൽ നിഷേധിക്കുന്നു. കഴിഞ്ഞല്ലോ, ഇനി ആ തെളിവ് അപ്പൊ എടുത്തു വെക്കണ്ട. ഞാൻ എടുക്കത്തേ ഇല്ല. ആധുനിക മൂല്യങ്ങൾക്ക് ചേരാത്തതായ ഒരാശയമോ ഒരു വ്യൂവോ 2000 വർഷം മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കാമെങ്കിൽ ഞാൻ ഐ വിൽ ടോട്ടലി അക്സെപ്റ്റ് വാട്ട് യു ആർ സേയിങ്. ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ള അറിവാണ് ആധുനിക ശാസ്ത്രം. ആ അറിവെന്ന് ആധുനിക ശാസ്ത്രത്തെ താങ്കൾ തള്ളിക്കളഞ്ഞു. അത് നേരത്തെ താങ്കൾ ശാസ്ത്രത്തെ പിടിക്കാൻ പറ്റില്ല, കാരണം നേരത്തെ ആവശ്യമില്ല. അത് കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ കേൾക്കണ്ട, മിണ്ടാണ്ടിരുന്നാൽ മതി. ഇയാൾ മിണ്ടായിരുന്നാൽ മതി. ഞാനുമായിട്ട് ഞാൻ ഡിബേറ്റില്ലടോ. കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന രാജാവ് ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ക്രിസ്തുമതം ഉള്ളത്. യേശു ക്രിസ്തുവായിട്ട് അതിനൊരു ബന്ധമില്ല. പ്രിയപ്പെട്ടവരെ, നമ്മുടെ മുമ്പിൽ ഇന്ന് കേരളത്തിലെ പ്രഗത്ഭരായ രണ്ട് വ്യക്തിത്വങ്ങളാണ് ഇരിക്കുന്നത്. ഞാൻ പരിചയപ്പെടുത്താൻ നിങ്ങൾക്കറിയാം, മൈത്രേയൻ അനേകം ചർച്ചകളിലൊക്കെ പങ്കെടുത്ത് കേരളത്തിലെ ജനങ്ങൾക്ക് പൊതുവെ അറിയാവുന്നൊരു വ്യക്തിത്വമാണ് മൈത്രേയൻ. കൂടെയുള്ളത് ആഷർ വളരെ യങ്ങായിട്ടുള്ള ഒരു അപ്പോളജിസ്റ്റാണ്. കേരളത്തിലെ എല്ലാ ജനങ്ങൾക്കും തന്നെ, പ്രത്യേകിച്ച് വിശ്വാസത്തിൻ്റെ മേൽക്കുന്ന ജനങ്ങൾക്ക് തന്നെ വളരെ വ്യക്തമായിട്ട് അറിയാവുന്നൊരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ആഷർ. നമ്മളിന്നിവിടെ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ദ ഗോഡ് ഈസ് ഔട്ട്ഡേറ്റഡ് ഓർ നോട്ട്, ദൈവം കാലഹരണപ്പെട്ടോ എന്നുള്ള ചർച്ചയാണ് നമ്മൾ ചെയ്യുന്നത്. അതിൽ നമ്മൾ രണ്ടുപേരുടെയും ഭാഗങ്ങൾ കേൾക്കും, രണ്ടുപേരുടെയും കാഴ്ചപ്പാടുകൾ നമ്മൾ കേൾക്കും. എന്താണ് ഇവർക്ക് പറയാനുള്ളത് നമുക്ക് എന്ന് ശ്രമിക്കാം. സർ, മൈത്രേയൻ, താങ്കളോടാണ് ആദ്യത്തെ ചോദ്യം. എൻ്റെ ചോദ്യം ഇതാണ്: ആധുനിക ലോകമെന്ന് വെച്ചാൽ മോഡേൺ വേൾഡിൽ ഈ ദൈവം കാലഹരണപ്പെട്ടു പോയോ? ഇതിനെക്കുറിച്ച് താങ്കൾ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? ശാസ്ത്രം ഉപയോഗിച്ചിട്ട് ലോകത്തിനെ മനസ്സിലാക്കുന്ന സമയത്ത് നമുക്കൊരു ആവശ്യമില്ലാതെ വരും അങ്ങനത്തെ ഒരു സങ്കല്പം. പക്ഷേ മനുഷ്യരെന്ന് പറയുന്നത് ഒരു ആധുനിക ലോകം എന്ന് നമ്മളിങ്ങനെ പറയുമ്പം ഏതെങ്കിലും ഒരിടം മാത്രമായിട്ടൊരു ആധുനിക ലോകമൊന്നുമില്ല. ഗോത്രത്തിനകത്ത് ജീവിക്കുന്ന ആൾക്കാർ തൊട്ട് വളരെ മെട്രോ നഗരങ്ങളിൽ വരെ ജീവിക്കുന്ന മനുഷ്യരാണുള്ളത്. അതുകൊണ്ട് പലതരത്തിലെ മനുഷ്യർ ലോകത്തുണ്ട്. ഗോത്രങ്ങളിലെല്ലാം ജീവിക്കുന്ന മനുഷ്യർക്ക് വളരെ നീഡ്ഫുള്ളായിട്ട് വരുന്ന ഒരു സങ്കല്പനമാണ്. ഇപ്പോൾ ഒരു കോൺസെപ്റ്റായിട്ട് അത് ഫങ്ഷൻ ചെയ്യും. അതേപോലെ തന്നെ കൃഷി പ്രധാനമായി നിൽക്കുന്ന സമൂഹങ്ങളുണ്ടാവും, അവിടെ അത് വർക്ക് ചെയ്യുന്ന കുറേ സ്ഥലമുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഭരണവ്യവസ്ഥകളുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പോൾ നമുക്ക് വളരെ എന്ന് പറഞ്ഞാൽ ഹണ്ടർ ഗ്യാദറേഴ്സ് നമുക്ക് വിളിക്കാവുന്ന തരത്തിലുള്ള ഗോത്രങ്ങളുള്ള നാടുകളുണ്ട്. നാടെന്ന് പറയുന്നത് തന്നെ ആളുകൾ തമ്മിൽ കളക്റ്റീവായിട്ട് ജീവിക്കാൻ തുടങ്ങിയിട്ട് പോലുമില്ല. ഗോത്രത്തിൽ 10-50 പേരൊക്കെ ഉള്ള കൊച്ചു ഗോത്രങ്ങളായിട്ട് ജീവിക്കുന്ന കാടുകളിലൊക്കെ കഴിയുന്ന മനുഷ്യർ, ഈ ഐലൻഡുകളിൽ താമസിക്കുന്നവരൊക്കെ ഇഷ്ടംപോലെ മനുഷ്യർ ഇന്നുമുണ്ട്. അത് കഴിഞ്ഞിട്ട് കൃഷി തുടങ്ങിയിട്ടുള്ള വികസിച്ച സമൂഹങ്ങളുണ്ട്. അവിടെയൊക്കെ രാജാക്കന്മാരായിട്ട് ഇരിക്കുന്ന ആൾക്കാർ വരെയുണ്ട്. ഇപ്പോൾ നമുക്ക് ഗൾഫിലൊക്കെ എടുത്ത് അവിടെ രാജഭരണം തന്നെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ നിലവാരത്തിൽ വ്യത്യസ്തമായ
ഒരേ സമയത്ത് തന്നെ ഇപ്പോൾ നമ്മൾ ആകാശത്തേക്ക് നോക്കിയാൽ അവിടെ നക്ഷത്രം ഉണ്ടാകുന്നതുണ്ട്, സൂര്യന്മാർ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. പക്ഷെ അതേ സമയത്ത് പ്രായമായ സൂര്യന്മാരുണ്ട്, മരിച്ചു പോയവരുണ്ട്. അങ്ങനെ കാണുന്നത് പോലെ നമുക്ക് മനുഷ്യ സമൂഹത്തിനെ കാണണം. അതുകൊണ്ട് ഈ ആധുനിക സമൂഹം എന്ന് പറയുമ്പോൾ എന്തോ എല്ലായിടും കൂടെ ഒരിടത്ത് ആധുനികമായിട്ടിരിക്കുന്നില്ല. വ്യത്യസ്തമായ സമൂഹങ്ങളാണ്. അപ്പോൾ പലതരത്തിലുള്ള മനുഷ്യരും പലതരത്തിലുള്ള ലോകവീക്ഷണങ്ങളും ഒക്കെ ആയിട്ട് നിൽക്കുന്ന മനുഷ്യരായിട്ട് ഇന്നും തുടരുന്നുണ്ട്. ഏകീകരണം എന്നുള്ള നിലവാരത്തിൽ ഇപ്പോൾ പരസ്പരമുള്ള, ഇപ്പോൾ നമ്മളിപ്പോൾ ഈ ടെലിവിഷനകത്തൊക്കെ ഇതുപോലുള്ള ചർച്ചകളൊക്കെ ചെയ്യുന്ന വഴി ആളുകൾ തമ്മിൽ എന്താണ് ആളുകൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ആലോചിക്കുന്നതെന്നൊക്കെ കണ്ടെത്തുകയും പരസ്പരം അറിയുകയൊക്കെ ചെയ്യുന്നത്. അതിൽ ഭാഷ കൊണ്ട് തന്നെ വളരെ വ്യത്യസ്തമായി നിൽക്കുന്നതാണ്. ഒരാൾ പറയുമ്പോൾ മറ്റേ ആൾക്ക് അതെന്താണെന്ന് അറിയാതിരിക്കുന്നൊരു സ്ഥലമുണ്ട്. അതൊക്കെ മാറി ഇപ്പോൾ പരസ്പരം അറിയുന്ന മനുഷ്യരായി. അപ്പോൾ അങ്ങനെ വന്നിരിക്കുന്ന ഒരു സമൂഹത്തിനകത്ത് പലതരത്തിലുള്ള ആവശ്യങ്ങളുമായിട്ടാണ് സമൂഹം നിൽക്കുന്നത്. അപ്പോൾ അവിടെ ദൈവസങ്കല്പം എന്ന് പറയുന്നത് വളരെ പ്രധാനമായി നിൽക്കുന്ന സമൂഹങ്ങളുണ്ട്. അപ്പോൾ അതങ്ങനെ തന്നെ മനസ്സിലാക്കിയാൽ മതി. പക്ഷേ ഒരു ലോകവീക്ഷണം എന്നുള്ള നിലവാരത്തിൽ ഞാൻ ആധുനികമായിട്ട് ലോകത്തിനെ കാണുവാണെങ്കിൽ അവിടെ എനിക്കൊരു ദൈവത്തിനെ ആവശ്യമില്ല, അല്ലാതെ ലോകത്തിനെ മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ അതിനെ മനസ്സിലാക്കുക, അതിനനുസരിച്ചിട്ട് ലോകത്തിനെ രൂപപ്പെടുത്തുന്നതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന ലോകങ്ങളിൽ അത് ആരും പറയാതെ തന്നെ അതിങ്ങനെ പുറകോട്ട് പോകും. അതേസമയത്ത് അങ്ങനെ അല്ലാത്ത സമൂഹങ്ങളിൽ അത് തുടരും. അതുകൊണ്ട് വേണോ വേണ്ട എന്നുള്ള ചർച്ചയല്ല, ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്ന രീതി കൊണ്ടാണ് പറയുന്നത്. പക്ഷെ പുതിയതായിട്ട് നമ്മൾ ശാസ്ത്രമൊക്കെ പഠിക്കുന്നൊരു സമൂഹത്തിനകത്ത് ഇതൊരു യോജിപ്പിക്കുന്ന ഘടകമായി ആവശ്യം വരില്ല. മറ്റേ പല ഗോത്രങ്ങളിലുള്ള ആൾക്കാരെ ഒന്നിപ്പിക്കുന്ന സമയത്ത് എല്ലാവർക്കും ഗോത്ര ദൈവങ്ങളായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് കുലദൈവം എന്നാണ് പറയുന്നത്. അപ്പോൾ ഗോത്ര ദൈവങ്ങളുണ്ടായിരുന്ന ഒരു ഏകീകരണം നടന്നിട്ടുണ്ട്. ആ ഏകീകരണത്തിനകത്താണ് പ്രധാന ദൈവവും ഉപദൈവങ്ങളെന്ന് പറഞ്ഞിട്ട്, ഇപ്പോൾ ഇന്ത്യക്കാർ തന്നെ എടുത്ത ഇന്ത്യയിലെ ക്ഷേത്രങ്ങളെല്ലാം പ്രധാന ദൈവവും ഉപദൈവവും ഒക്കെ കാണും. ആളുകളെ യോജിപ്പിക്കുന്ന ഇതായിട്ടാണ് അത് കാണുന്നത്. അത് കഴിഞ്ഞിട്ടാണ് ഏകദൈവ വിശ്വാസം വരുന്നത്. അപ്പോൾ പലതരത്തിലുള്ള ദൈവങ്ങൾ ഉണ്ടായിരുന്നിടത്താണ് ഈ ദൈവങ്ങളെല്ലാം ഒറ്റ ദൈവത്തിൻ്റെ തന്നെ പ്രതിനിധികളായിട്ട് കാണുന്ന ഒരു സങ്കല്പം വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ മനുഷ്യരെ യോജിപ്പിക്കുന്നതിന് ദൈവം ഉപയോഗപ്പെട്ടിട്ടുണ്ടായിരുന്നു. പിന്നാണ് ഇപ്പം നമ്മൾക്ക് ലോകം രൂപപ്പെട്ടത്. മറ്റേതങ്ങനല്ലായിരുന്നു, ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ഒരാൾ ഉണ്ടാക്കേണ്ടതുണ്ട്. അങ്ങനെ കണ്ടിരുന്ന സമയങ്ങളിലായിരുന്നു അത്തരത്തിലുള്ള സങ്കല്പന കൺസെപ്റ്റ്സ് ആവശ്യമായിരുന്നു. വ്യക്തി എന്നുള്ള നിലവാരത്തിൽ എനിക്കും അല്ലെങ്കിൽ ലോകത്തിനെ പുതുതായി മനസ്സിലാക്കുന്നവർക്കും അതൊരാവശ്യമല്ല, അത്രയേ ഉള്ളൂ. പക്ഷേ മനുഷ്യർക്ക് കൂടുതൽ ആളുകളും ഇന്നും ദൈവവിശ്വാസികളായിരിക്കുന്നത് കൊണ്ട് തന്നെ അതൊരു ട്രാൻസിഷൻ കാലമായിട്ട് തന്നെയാണ്. കാരണം മനുഷ്യൻ്റെ ചരിത്രമൊക്കെ നമ്മൾ എടുക്കുമ്പോൾ, ഇപ്പം ശാസ്ത്രീയമായിട്ട് മനുഷ്യരെ പറ്റി അറിയുമ്പോൾ ഹോമോസാപ്പിയൻ എന്ന് നമ്മൾ വിളിക്കുന്ന മനുഷ്യർ ഒരു 2 ലക്ഷം വർഷം തൊട്ട് 3 ലക്ഷം ഇതിനകത്താണ് ഇപ്പോൾ അവർ പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്തും പിന്നെ കൃഷി സമൂഹം എന്ന് പറയുമ്പോൾ ഒരു 10,000 വർഷമുണ്ട്. അതിൻ്റെ ഇങ്ങനെ അറ്റത്ത് ഇപ്പോൾ ശാസ്ത്രീയമായ ലോകവീക്ഷണമൊക്കെ രൂപപ്പെട്ടിട്ട് ഒരു 200 വർഷമൊക്കെ ആയിട്ടുള്ളൂ. വളരെ ചെറിയ ഒരു കാലയളവിലുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ആ ഒരു കാലയളവിൽ വെച്ച് പരിശോധിച്ച് നോക്കുമ്പോൾ ഇത്തരത്തിലുള്ള ലോകത്തിനെ പറ്റിയുള്ള പുത്തൻ അറിവുകളുടെ വെളിച്ചത്തിൽ ഇത്തരത്തിലൊരു സങ്കല്പന ഇനി ആവശ്യമായിട്ട് വരില്ല എന്ന് കാണാൻ പറ്റും. അപ്പോൾ താങ്കളുടെ ഈ ചോദ്യത്തെ ഞാനൊന്ന് ജസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുകയാണ്. കാരണം നമ്മുടെ ടൈമും കൂടെ 2 മണിക്കൂറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ക്ലിയർ ആയിട്ട്, അപ്പോൾ ക്ലിയറാണ്, മൈത്രേൻ്റെ പോയിൻറ്റ്സ് വളരെ ക്ലിയറാണ്. അപ്പം ഇതേ ചോദ്യം തന്നെയാണ് എനിക്ക് ആഷറിനോട് ചോദിക്കാനുള്ളത്. ഗോത്ര സങ്കല്പങ്ങളിൽ നിന്ന് പിന്നെ ഏകദൈവത്തിലേക്ക് കടന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ദൈവം ശരിക്കും കാലഹരണപ്പെട്ടു പോയോ ഇന്ന്? സോ ഗോത്രസങ്കല്പത്തിൽ നിന്ന് ദൈവത്തിലേക്ക് വന്നു എന്ന ആ ആശയം സയൻറ്റിഫിക്കലി ബാക്ക്ഡ് അല്ല. അതൊരു ഔട്ട്ഡേറ്റഡ് വ്യൂ ആണ് ടു ബിഗിൻ വിത്ത്. അത് ഒരു കാലഘട്ടത്തിൽ, എനിക്ക് 19th സെഞ്ച്വറിയുടെ അവസാന കാലഘട്ടത്തിൽ, ആഫ്റ്റർ ഡാർവിൻ കെയിം അപ്പ് വിത്ത് ദ തിയറി, അന്നത്തെ ഒരു ജനറൽ ട്രെൻഡായിരുന്നു. സയൻറ്റിഫിക് മെറ്റീരിയലിസം ആദ്യമായിട്ട് മുൻപോട്ട് വന്നപ്പോൾ അന്നത്തെ ഫസ്റ്റ് ട്രെൻഡായിരുന്നു എല്ലാത്തിനും ഒരു എവല്യൂഷണറി നിയമം വേണമെന്നുള്ളത്. അത് E.B. ടൈലറാണ് ആദ്യമായിട്ട് എവല്യൂഷണറി മോഡൽ ഓഫ് റിലീജിയസ് ഒറിജിൻ മുൻപോട്ട് വെക്കുന്നത്, E.B. ടൈലർ. പക്ഷേ E.B. ടൈലറിൻ്റെ വാദങ്ങൾ ആ കാലഘട്ടത്തിൽ
കുറച്ച് സപ്പോർട്ടൊക്കെ അക്കാഡമിക് ലോകത്ത് കിട്ടിയെങ്കിലും അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആൻഡ്രൂ ലാങ് അദ്ദേഹത്തെ ഖണ്ഡിച്ചുകൊണ്ട് ആൻഡ്രൂ ലാങ് ഇ.ബി. ടൈലർ വാദിച്ചത് ഇദ്ദേഹം പറഞ്ഞ ആ വാദമാണ് ദാറ്റ് ഗോത്രദൈവങ്ങളും പിന്നെ ദെൻ ദ ഹയർ ഗോഡ് എന്ന കൺസെപ്റ്റ് വന്നത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡൻ്റ് ആയിരുന്ന ആൻഡ്രൂ ലാങ് ഹു വാസ് ആൻ ആന്ത്രോപോളജിസ്റ്റ്, അദ്ദേഹം ബേസിക്കലി പറഞ്ഞു ടൈലറിൻ്റെ വാദം എവിഡൻസ് നോക്കുമ്പോൾ നിലനിൽക്കുകയില്ല. കാരണം വെൻ വി ലുക്ക് അറ്റ് ദി ആന്ത്രോപോളജിക്കൽ എവിഡൻസ്, അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാം, ദി അതർ വേ ഇറ്റ് ഇസ് ഒബ്സർവ്ഡ്. സോ he leaned towards a view that മോണോതീസമാണ് ആദ്യം നിലനിന്നിരുന്ന വേൾഡ് വ്യൂ. അത് കഴിഞ്ഞിട്ടാണ് മറ്റ് ഗോത്ര ദൈവസങ്കല്പങ്ങളും ലോവർ ഗോഡ്സ് എന്ന വ്യൂ വന്നത്. ഫസ്റ്റ് റിലീജൻ മോണോതീസമായിരുന്നു. ആൻഡ്രൂ ലാങ്ങിൻ്റെ കാലം പിന്നെ മുൻപോട്ട് പോയി 20-ാം നൂറ്റാണ്ടിലാണ് വിൽഹാം ഷ്മിറ്റ് ദി കേസ് ഫോർ ഒറിജിനൽ മോണോതീസം മുൻപോട്ട് വെക്കുന്നത്. അതിൽ കൾച്ചർ ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്നൊക്കെ നമ്മൾ പറയും ഇൻ അക്കാഡമിക് ആന്ത്രോപോളജി. അതായത് അവർ പരിശോധിച്ചത് 20-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിൽ പല ട്രൈബൽ ഗ്രൂപ്പ്സും ഉണ്ടായിരുന്നു. നമുക്കറിയാം യുക്കഡോറിൻ്റെ കാര്യമൊക്കെ നാം പറയാറുള്ളതാണ്, ജിം എലിയറ്റിൻ്റെ ഒക്കെ. ഈ കഴിഞ്ഞിടയ്ക്ക് ജോൺ ആലൻ ചാവ് എന്ന് പറയുന്ന മിഷണറി സെൻറ്റിനീസ് ഐലൻഡിൽ പോകാൻ ശ്രമിക്കുകയും വധിക്കപ്പെട്ട സംഭവം നമുക്കറിയാം. എന്താണ് ആ സമൂഹത്തിൻ്റെ പ്രത്യേകത, ആ ട്രൈബിൻ്റെ പ്രത്യേകത? പുറം ലോകവുമായിട്ട് ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ഒരു സൊസൈറ്റി അല്ലെങ്കിൽ ഒരു ട്രൈബൽ കമ്മ്യൂണിറ്റിയാണ് സെൻറ്റിനലീസ്. അപ്പോൾ അതുപോലത്തെ പല സൊസൈറ്റീസും പല കമ്മ്യൂണിറ്റീസും ട്രൈബൽ കമ്മ്യൂണിറ്റീസും 20-ാം നൂറ്റാണ്ടിലെ ആദ്യ കാലഘട്ടത്തിലുണ്ടായിരുന്നു. അപ്പം അവരുടെ പ്രത്യേകത എന്താണ്? അവർക്ക് പുറം ലോകമായിട്ടൊരു ബന്ധവും ഇല്ല, അതുകൊണ്ട് പുറത്തുള്ള ആശയങ്ങൾ അവിടെ വന്നിട്ടില്ല. ക്യാപിറ്റലിസം ആണെങ്കിലും ഡെമോക്രസി ആണെങ്കിലും ആധുനിക ലോകത്തിൻ്റെ കമ്പോണൻസ് എന്ന് നാം വിശേഷിപ്പിക്കുന്ന ശാസ്ത്രമാണെങ്കിലും ഒന്നും അവിടേക്ക് വന്നിട്ടില്ല. അപ്പം ദി അസംപ്ഷൻ ഓഫ് ദ തിയറി വാസ് ദാറ്റ് നമ്മൾ ഈ ട്രൈബൽ കമ്മ്യൂണിറ്റീസിനെ പഠിക്കുകയാണെങ്കിൽ ഇവരിൽ എന്തെങ്കിലും കോമൺ ആയിട്ടുള്ള ബിലീഫ്സ് കാണുവാണെങ്കിൽ ദാറ്റ് ഷുഡ് ബി ദ പ്രിമിറ്റീവ് ബിലീഫ്സ്. കാരണം ഇവരും ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഓസ്ട്രേലിയൻ അബോറിജിനൽ ട്രൈബ്സ്, ആഫ്രിക്കൻ, ഇന്ത്യൻ സബ് കോണ്ടിനെൻറ്റ്, ഇവരെല്ലാം മാറി മാറി കിടക്കുന്ന ട്രൈബ്സാണ്. അങ്ങനെ പഠിച്ചപ്പോൾ ആന്ത്രോപോളജിസ്റ്റുകൾക്ക് ദേ കെയിം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ദ ഫസ്റ്റ് വ്യൂ വാസ് ഇൻ എ വൺ സുപ്രീം ഗോഡ്. അത് മാത്രമല്ല ആ വ്യൂസ് വെർ കോമൺ അക്രോസ് ദീസ് ട്രൈബ്സ്. അതിൻ്റെ മോറൽ ആശയങ്ങളും വളരെ സിമിലർ ആണ് എന്നുള്ള വ്യൂ വെരി ബ്രോഡ് ആൻഡ് ജനറൽ ബട്ട് ഓൾസോ സം സ്പെസിഫിക് സിമിലാരിറ്റീസ്. അതുകൊണ്ട് ഫസ്റ്റ് ഓഫ് ഓൾ ഈ ഒരു ആശയം ഐ തിങ്ക് ഫ്രം ദ പോയിന്റ് ഓഫ് വ്യൂ ഓഫ് ആന്ത്രോപോളജി ഔട്ട്ഡേറ്റഡ് ആണ്. ദാറ്റ് ഈ ആനിമിസത്തിൽ നിന്ന് തുടങ്ങി ഗോത്രദൈവങ്ങളിൽ നിന്ന് തുടങ്ങിയിട്ടാണ് ഏകദൈവം വന്ന് എന്നുള്ള ആശയം ഔട്ട്ഡേറ്റഡ് ആണ്. സെക്കൻഡ്ലി ഫ്രം എ സയൻസ് പോയിന്റ് ഓഫ് വ്യൂ, ഇന്നേക്കൊരു 100 വർഷം മുമ്പ് ഒരാൾ പറയുകയാണ് ദൈവം ഔട്ട്ഡേറ്റഡ് ആണെന്ന്, ഒരു 150 വർഷം മുമ്പ് ആ ഡാർവിൻ്റെയും ഏർലി 20th സെഞ്ച്വറിൻ്റെ ഇടയ്ക്ക് പറയുകയായിരുന്നെങ്കിൽ ഒരു പക്ഷേ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂന്ന് കുറച്ച് വെയിറ്റ് നമുക്ക് കൊടുക്കാൻ പറ്റും. പക്ഷേ ഇതേ സങ്കല്പത്തിൻ്റെ ബേസിസിലാണ് ടൈം മാഗസീൻ 1966 ഈസ് ഗോഡ് ഡെഡ്, ദി ഐക്കോണിക് ടൈം മാഗസീൻ കവർ. ഇറ്റ് വാസ് കോൾഡ് ദി എനിക്ക് തോന്നുന്നു ലോസ് ഏഞ്ചലസ് ടൈംസ് ഹാഡ് റാങ്ക്ഡ് ഇറ്റ് അമോങ് ദ 12 മാഗസീൻ കവേഴ്സ് ദറ്റ് ഷുക്ക് ദ വേൾഡ്. ഈസ് ഗോഡ് ഡെഡ്. പക്ഷേ 1966 ഏപ്രിൽ മാസം 8-ാം തീയതിയാണ് തോന്നുന്നു ആ കവർ വരുന്നത്. അതൊരു പല സയൻറ്റിഫിക് കണ്ടുപിടുത്തങ്ങളുടെയും ബേസിസ് വന്ന ഒരു കവറായിരുന്നു. പക്ഷേ 3 വർഷം കഴിഞ്ഞ് അതേ ടൈം മാഗസീൻ തിരുത്തി ആ കവർ എഴുതി ഈസ് ഗോഡ് കമ്മിങ് ബാക്ക് ടു ലൈഫ്. ദ റീസൺ വാസ് 20th സെഞ്ച്വറിയിൽ സയൻസ് പുരോഗമിച്ചപ്പോൾ ഇന്ന് നമുക്ക് ഇഫ് യു ടേക്ക് കോസ്മോളജി, ടേക്ക് ഫിസിക്സ്, ടേക്ക് ആസ്ട്രോഫിസിക്സ് ഓർ ബയോളജി, നാം ഇന്ന് കാണുന്ന എവിഡൻസസ് ആർ കൺവേർജിങ് ടു സേ ദാറ്റ് ഗോഡ് ഡസ് എക്സിസ്റ്റ്. സോ ദി അപ്ഡേറ്റഡ് വ്യൂ ഇസ് ദാറ്റ് ഗോഡ് എക്സിസ്റ്റ്. അതിൽ ഒരു പോയിന്റ് മാത്രം പറയുകയാണെങ്കിൽ ദ ഫാക്ട് ദാറ്റ് ദ യൂണിവേഴ്സ്, മെറ്റീരിയൽ യൂണിവേഴ്സിന് ഒരു ആരംഭമുണ്ട്. ഇത് ആദ്യമായിട്ട് ഒരു കത്തോലിക്ക പുരോഹിതനായിരുന്ന ജോർജ് ലെമത്രെ മുൻപോട്ട് വെക്കുമ്പോൾ എതിർഭാഗത്തുനിന്ന് നിരീശ്വരവാദികളായ ഫ്രെഡ് ഹോയിലൊക്കെ അദ്ദേഹം ദൈവത്തെ തെളിയിക്കാൻ, ജനസിസിനെ തെളിയിക്കാൻ, അദ്ദേഹത്തിൻ്റെ എക്സാക്ട് വേർഡ് യൂസ് ചെയ്യുകയാണെങ്കിൽ ജനസിസിനെ തെളിയിക്കാൻ നടത്തുന്ന ഒരു ശ്രമമാണെന്ന് പറഞ്ഞു. പക്ഷേ പിന്നെയും കാലം മുൻപോട്ട് പോയി അർണോ പെൻസിയാസ് 1978 CMBR റേഡിയേഷന് നോബൽ സമ്മാനം ലഭിച്ചു കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ വാക്കുകൾ, ഈ ഒരു പ്രപഞ്ചത്തിന് ആരംഭം ഉണ്ടെന്നുള്ളത് ബിഗ് ബാങ്ങിൻ്റെ ആവശ്യമില്ലാതെ തന്നെ ഐ കുഡ് ഹാവ് കം ഫ്രം ദ വ്യൂ ഓഫ് ദ ബൈബിൾ. സോ സയൻറ്റിഫിക് പോയിന്റ് ഓഫ് വ്യൂ ഗോഡ് ഇസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. ഈ ആന്ത്രോപോളജിയും കോസ്മോളജിയാണ് ഇപ്പം പറഞ്ഞ്. സൊസൈറ്റി പോയിന്റ് ഓഫ് വ്യൂ, ആധുനിക ലോകമെന്ന് നാം വിശേഷിപ്പിക്കുമ്പോൾ ആധുനിക ലോകം, ഒരു കാര്യം ഇവിടെ ക്ലാരിഫൈ ചെയ്യണം. ഞാനിവിടെ ദൈവം എന്ന് പറയുമ്പോൾ പല ദൈവസങ്കല്പങ്ങളും കാലഹരണപ്പെട്ടു പോയിട്ടുണ്ട്, അതിന് ഞാൻ അദ്ദേഹത്തോട് യോജിക്കും. പക്ഷേ ക്രൈസ്തവ ദൈവവിശ്വാസം ഓർ ക്രിസ്ത്യൻ ഐഡിയ ഓഫ് ഗോഡ് ഇല്ലെങ്കിൽ ആധുനിക ലോകമില്ല. ആധുനിക ലോകത്തിൻ്റെ ബേസിസിൽ കിടക്കുന്ന ആധുനിക ലോകം എന്ന് നാം പറയുമ്പോൾ അതിൽ നാം അഭിമാനിക്കുന്ന ശാസ്ത്രമാണെങ്കിലും സെക്യുലറിസം ആണെങ്കിലും ഡെമോക്രസി ആണെങ്കിലും സ്റ്റാൻഡ്സ് ഓൺ ദ ജുഡയോ ക്രിസ്ത്യൻ എത്തിക്. ദാറ്റ് ഈസ്
ഇത് ഞാൻ പറയുന്നതല്ല, ഇത് ഇറ്റ്സ് ദ കൺസെൻസസ് ഓഫ് അക്കാഡമിക് ഹിസ്റ്റോറിയൻസ്. ഇറ്റ്സ് നോട്ട് ഈവൻ ഡിബേറ്റഡ് ടുഡേ. സോ ഫ്രം ദീസ് ഡിഫറെൻറ്റ് ലൈൻസ് ഓഫ് ആർഗ്യുമെൻറ്റ്സ്, ഗോഡ് ഇസ് നോട്ട് ഔട്ട്ഡേറ്റഡ്. ഓക്കെ, സോ ഒരു ചോദ്യം, മൈത്രേയൻ നേരത്തെ പറഞ്ഞ ചോദ്യവും ആഷർ പറഞ്ഞ 2 ചോദ്യം കൂടെ ക്ലബ് ചെയ്തുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കുകയാണ്. മൈത്രേയൻ്റെ വാദങ്ങൾ ഇങ്ങനെയായിരുന്നു. ഇങ്ങനെ ശാസ്ത്രീയ പുരോഗതി, ഞാൻ വാദിച്ചിട്ടില്ലേ, സോറി വാദിക്കുന്നില്ല, താങ്കളുടെ കാഴ്ചപ്പാടിൻ്റെ അഭിപ്രായങ്ങളാണ്. അപ്പോൾ താങ്കളുടെ അഭിപ്രായത്തിൽ പറഞ്ഞു ദൈവം എന്നൊരു സങ്കല്പത്തിൻ്റെ ആവശ്യമില്ല, കാരണം ശാസ്ത്രം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എൻ്റെ ചോദ്യമാണ്, ഈ ദൈവവിശ്വാസം വീണ്ടും മനുഷ്യനെ ശിലായുഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്ന ഒരു സംഭവമായിട്ട് മാറുന്നു? അങ്ങനെ ഞാൻ വിചാരിക്കുന്നതല്ല. ഇലക്ഷൻ നിൽക്കുന്നതുകൊണ്ട് മാത്രമാണ് പുതിയ ദൈവവിശ്വാസം. കാരണം ഒരു ഗ്രൂപ്പിനെ കൈകാര്യം ചെയ്യാൻ എളുപ്പമാണെന്ന് രാഷ്ട്രീയമായിട്ട് തിരിച്ചറിഞ്ഞ ലോകത്താണെന്നുള്ളത്. അത് കാരണം കൊണ്ട് വ്യക്തിഗതമായിട്ട് ചിന്തിക്കാനായിട്ട് ആളുകളെ അത് പരസ്യം ഒക്കെ ചെയ്ത് നമ്മൾ സാധനം വയ്ക്കുന്നത് പോലെ തന്നെയാണ്. ദൈവവിശ്വാസം എന്ന് ഉപയോഗിക്കുന്നത് ആളുകളെ കളക്റ്റീവായിട്ട് നിലനിർത്തി എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ആലോചിക്കുന്നവരുടെ യുക്തിക്കകത്താണ്. അപ്പോൾ അത് കാരണം കൊണ്ട് ലോകവ്യാപകമായി ഈ ജനാധിപത്യ സമൂഹങ്ങളിലെല്ലാം തന്നെയും അങ്ങനെ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് അതിങ്ങനെ പഴയ കാലത്തെ മനുഷ്യരുടെ ദൈവമൊന്നുമല്ല. വളരെ കൃത്യമായിട്ട് കുഞ്ഞാട് എന്ന് ഇപ്പോൾ അദ്ദേഹം പറയുമ്പോൾ കുഞ്ഞാടുകളായിട്ട് മനുഷ്യരെ തുടർച്ചയായിട്ട് കൊണ്ടുപോകണമെന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കാണത്. അത് ഞാൻ പറഞ്ഞിട്ടില്ല. അല്ലല്ല, ഞാൻ ഇയാൾ ക്രിസ്ത്യൻ ദൈവത്തിനെ പറ്റി പറഞ്ഞുകൊണ്ട് പറഞ്ഞു, അല്ലാതെ നിങ്ങൾ പറഞ്ഞ കാര്യവും പറയുമല്ല. ആട്ടിടയനും ആടും തമ്മിലുള്ള ബന്ധത്തിന് ആടൊരിക്കലും ആട്ടിടയൻ്റെ ആയിട്ടൊരു ഈക്വലായ ലോകം അതിനകത്തില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് ആടെല്ലാം വളർത്തുന്നത് ആട്ടിടയന് വേണ്ടിയാണ്, ആടിന് വേണ്ടിയാണ്. എൻ്റെ ചോദ്യം എനിക്ക് മനസ്സിലായി. ഞാൻ പറഞ്ഞില്ല, ആ സയൻസ് എന്ന് പറയുന്നത് ഇങ്ങനെ ആകാശത്ത് നിൽക്കുന്ന സയൻസ് ഒന്നുമല്ല, മനുഷ്യർ ഉപയോഗിക്കുന്ന സയൻസാണ്. ഇപ്പം ആന്ത്രോപോളജിയിൽ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് അദ്ദേഹം പറയുമ്പോൾ ഇതൊക്കെ മനുഷ്യർ കൈകാര്യം ചെയ്യുന്ന സ്ഥലങ്ങളാണ്. അപ്പോൾ ഏത് ശാസ്ത്രവും അതിനൊരു ഉദ്ദേശവും രാഷ്ട്രീയവും കൂടെ വെച്ചിട്ടല്ലാതെ ആകാശത്ത് ഒരു ശാസ്ത്രമൊന്നും നിൽക്കത്തില്ല. അതിൻ്റെ വിശദീകരണവും ഇൻ്റർപ്രിറ്റേഷനുമാണ്. ഡേറ്റയൊക്കെ അത് തന്നെയായിരിക്കും. പക്ഷേ അതിൻ്റെ വിശദീകരണം എന്ന് പറയുന്നത് ശാസ്ത്രത്തെ വിശ്വസിക്കാൻ പറ്റത്തില്ല. ശാസ്ത്രത്തെ അല്ലല്ലോ മനുഷ്യർ അല്ലയോ ഇത് കൈകാര്യം ചെയ്യുന്നത്. ശാസ്ത്രം ആകാശത്ത് നിൽക്കുന്നതല്ല, മനുഷ്യരുടെ കൂടെയാണ്. അപ്പം മൈത്രേയൻ പറഞ്ഞതിന് പക്ഷേ ഞാൻ പറഞ്ഞത് ആന്ത്രോപോളജിക്കൽ എവിഡൻസ് മുൻപോട്ട് വെച്ചത് ഡിഫറെൻറ്റ് ഇൻ്റർപ്രിറ്റേഷൻ ആണെന്ന് പറഞ്ഞു. അതേ പറഞ്ഞ വ്യത്യസ്തമായ ഇൻ്റർപ്രിറ്റേഷനാണത്. അല്ല, ആന്ത്രോപോളജി അതാണ് പറയുന്നത് എന്ന് പറഞ്ഞാൽ അങ്ങനെ അല്ലെന്ന് എനിക്കറിയാം. അതുകൊണ്ട് ആന്ത്രോപോളജിക്കലായിട്ട് പല വ്യൂസ് ഉണ്ട്. ഒരേ വിഷയത്തിനകത്ത് നമുക്ക് ആകെ കിട്ടുന്ന ഡേറ്റാസ് വെച്ചിട്ട് ആളുകൾ ഇൻ്റർപ്രറ്റ് ചെയ്യുക ചെയ്യുന്നത്. അപ്പം ഡോമിനൻ്റായിട്ട് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് പുത്തനൊരു തെളിവ് വരുന്ന സമയത്ത് പലതും തട്ടിപ്പോവും. അങ്ങനെ മാറിക്കൊണ്ടിരിക്കുന്ന ലോകവീക്ഷണത്തിൽ എന്ന് പറഞ്ഞാൽ ഇത്തരത്തിലുള്ള കാഴ്ചകളെല്ലാം തന്നെയും ശാസ്ത്രത്തിൻ്റെ എല്ലാ സാധനവും വീണ്ടും വീണ്ടും പുതിയ തെളിവുകളുടെ വെളിച്ചത്തിൽ റിവൈസ് ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കും. അത് കാരണം കൊണ്ട് ഒരു കറണ്ടായ ഒരു സമയത്ത് ആൾക്കാർ പറയുന്ന ഒരു പോയിൻ്റ് എന്നുള്ളതല്ലാതെ അതാണ് ശാസ്ത്രീയ വീക്ഷണമെന്നോ അല്ലെന്നുണ്ടെങ്കിൽ ആന്ത്രോപോളജിയുടെ വീക്ഷണം ഇതാണെന്നോ പറയുന്നതിനൊന്നും ഞാൻ തയ്യാറല്ല. എനിക്കിപ്പം ലോകത്തിനെ മനസ്സിലാക്കുന്നതിന് എന്തായാലും ഇത് വേണ്ട, അതെനിക്കറിയാം. അതിന് ഈ ആന്ത്രോപോളജിസ്റ്റ് ആയിരിക്കുന്ന ഒരുത്തൻ പറഞ്ഞാലൊന്നും ഞാൻ എടുക്കത്തില്ല, അത് ഫിസിസിസ്റ്റ് പറഞ്ഞാലും ഞാൻ എടുക്കത്തില്ല. അതിൻ്റെ ആവശ്യം എനിക്കില്ല. കാരണം അതേ ലോകത്തിന് അതേ ഡേറ്റയും അതേ സാധനവും നമ്മളും പഠിച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും. അത് കാരണം കൊണ്ട് എന്തോ പ്രമാണികളിരുന്ന് അപ്പുറത്തിരുന്ന് പറയുന്നൊന്നും നമ്മളൊന്നും എടുക്കത്തില്ല. അത് രാഷ്ട്രീയ ഇപ്പോൾ ഇന്ത്യയിലെ പ്രധാനമന്ത്രിയായിരിക്കുന്ന ആൾ അയാൾക്ക് എന്ത് പ്രത്യേകിച്ച് ഒന്നും സംഭവിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. 4 വോട്ട് കൂടുതൽ കിട്ടുന്നു എന്നുള്ളതേ ഉള്ളൂ. അതുപോലുള്ള അതുകൊണ്ട് പ്രമാണിമാരില്ല. ഇന്ന് ലോകത്തിനെ നമ്മൾ മനസ്സിലാക്കുന്ന സമയത്ത് വളരെ പ്രമാണിത്വത്തോടെ ഒരാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ശാസ്ത്രജ്ഞനായിരിക്കുമല്ലോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന അയാളുടേതായ തെളിവുകൾ വെച്ച് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണല്ലോ ഇപ്പോൾ അദ്ദേഹം തന്നെ പറയുന്ന പുതിയൊരു അയാളുടെ ശിഷ്യൻ വന്ന് പുതിയ സാധനം വെച്ച് പറയുമ്പോൾ അത് ആ വീക്ഷണം എടുക്കുന്നില്ല എന്ന് പറയുന്ന പോലെ ഉള്ളൂ. അല്ലാതെ ഈ രണ്ടാമത് പറഞ്ഞ ആൾ പറഞ്ഞാൽ അങ്ങ് ശരിയാവുകയെന്നോ അങ്ങനെയൊന്നുമല്ല. അല്ല, അതിൽ പുത്തൻ വെളിച്ചത്തിനകത്ത് പുതിയ അറിവുകളിനകത്ത് മാറും. അല്ല, അതിനകത്തൊരു പോയിന്റ് മൈത്രേയൻ ശ്രദ്ധിക്കാനുള്ളത്, ഈ രണ്ടാമത് വന്ന് പറഞ്ഞ ആൾ സയന്റിഫിക് എവിഡൻസ് പ്ലോട്ട് ചെയ്യുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞില്ല, ഇൻ്റർപ്രിറ്റേഷനാണ് ഇതൊക്കെ. ലോകത്തിങ്ങനെ ഞാൻ പറഞ്ഞില്ല 2 2 4 പറയുന്ന പോലെയല്ല. പ്രത്യേകിച്ചും സോഷ്യോളജിയുടെ മേഖലയിലുള്ള ആന്ത്രോപോളജിയൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ കുറച്ച് തെളിവുകളെ കിട്ടുള്ളൂ. ആ തെളിവിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ പലതരത്തിലാണത് ചെയ്യുന്നത്.
എത്രയോ തരത്തിൽ ഒരു ലെയർ എന്ന് പറഞ്ഞാൽ ഒരു മണ്ണ് നമ്മൾ കുഴിച്ച് പോകുമ്പോൾ അതിനകത്ത് ഒരു ലെയറിലിരിക്കുന്നു എന്ന് പറയുന്നതുകൊണ്ടാണ് അതിന് പ്രിഡേറ്റ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ കാണുന്നത്. അതേസമയത്ത് ഒരു കുഴി ഉണ്ടായിട്ട് മേളിൽ നിന്ന് ഒലിച്ച് അതിനകത്ത് പോയി ഇരിക്കുകയൊക്കെ ചെയ്യും. ഇതൊക്കെ ഭയങ്കര പാടാണ് ഈ ഏരിയകളൊക്കെ. അല്ല, അങ്ങനെ അതുകൊണ്ട് ശാസ്ത്രലോകത്തെ അങ്ങനെ നമുക്ക് ഇത്രയും മോഡേൺ വേൾഡിൽ കാർബൺ ഡേറ്റിംഗ് പോലത്തെ ടെക്നോളജി ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ ഉള്ള സമയത്ത് വിത്ത് വാലിഡ് പോയിന്റ്സ് വരുമ്പോൾ ബാക്കി ജനങ്ങൾ നോക്കിയിരിക്കും. അത് തന്നെ ഞാൻ പറഞ്ഞല്ലേ, കാർബൺ ഡേറ്റിംഗ് വെച്ച് പറയുമ്പോൾ തന്നെയും അതിൻ്റെ താഴെയുള്ള വേറെ കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഒരു സാധനം എവിടെ നിന്ന് എടുക്കുന്നു, ഈ ആർക്കിയോളജിക്കൽ എവിഡൻസസ് എന്ന് പറഞ്ഞാൽ വളരെ ഡിബേറ്റാണ്, ഭയങ്കര തീവ്രമായ ഡിബേറ്റുകൾ നടക്കുന്ന സ്ഥലങ്ങളാണ്. നമ്മളത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു സ്ഥലത്ത് എത്തുന്നത് വർഷങ്ങളെടുക്കും. അത് തന്നെയും അടുത്ത ഒരു പുതിയ ഒരു തെളിവില്ല. ഇപ്പം ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞല്ലേ, മനുഷ്യരുടെ തുടക്കത്തിനെ പറ്റിയൊക്കെ നമുക്ക് 1.5 ലക്ഷം വർഷം 2 ലക്ഷം വർഷത്തിനകത്തായിരുന്നു നിന്നിരുന്നത്. പുതിയ ഒരു തെളിവ് കിട്ടുന്ന സമയത്ത് അത് റിവൈസ് ചെയ്യാൻ ബാധ്യത വരും. അതുവരെ ഭയങ്കര ഡിബേറ്റ് നടക്കുന്ന സ്ഥലങ്ങളാണ്. ചെറിയ ഒരു കഷ്ണം എല്ല് അല്ലെങ്കിൽ ഒരു എന്താണ് പോട്ടറിയുടെ ഒരു ഭാഗമൊക്കെ കിട്ടിയിട്ടാണ് നമ്മൾ ഈ റീക്രിയേറ്റ് ചെയ്യുന്നത്. ആ റീക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് അത്രത്തോളം അത് തെളിവാണ് എന്ന് പറയുമ്പോൾ പോലും അതിന് മുകളിൽ വളരെയധികം ഡിബേറ്റ് നിൽക്കുന്ന സ്ഥലങ്ങൾ തന്നെയായിരിക്കും അതൊക്കെ. അല്ലാതെ അങ്ങനല്ലാതെ ശാസ്ത്രം നിൽക്കത്തില്ല. ശാസ്ത്രം എന്ന് പറയുന്നത് ഇത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞിട്ടല്ല, അത് ഫാൾസിഫൈ ചെയ്യുന്ന സ്ഥലമാണ്. അത് ഇനിയും തെറ്റാണെന്ന് തെളിയിക്കാൻ പറ്റുന്ന സ്ഥലങ്ങളേ ഉള്ളതിന്. അപ്പോൾ ശാസ്ത്രത്തെ നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല. വിശ്വാസത്തിൻ്റെ യുക്തി അതിനില്ല. ശാസ്ത്രത്തിന് യുക്തിയാണുള്ളത്, വിശ്വാസമല്ല. എടുക്കാൻ നമ്മൾ പോകുമ്പോൾ അല്ലെങ്കിൽ ഒരു മരുന്ന് കഴിക്കാൻ പോകുമ്പോൾ സയന്റിഫിക്കലി ആ മരുന്ന് കഴിച്ചാൽ അസുഖം മാറുന്നത് തെളിയിച്ചത് കൊണ്ടല്ലേ നമ്മൾ സ്വീകരിക്കുന്നത്. അത് ഞാൻ പറഞ്ഞില്ലേ, അത് എല്ലാവരുടെയും കാര്യത്തിൽ അങ്ങനെ ആകണമെന്നില്ല. അതിനുകൊണ്ടാണ് ഈ ഒരു വാക്സിൻ എടുക്കുന്ന സമയത്ത് കുറച്ച് പേർക്ക് അലർജി ഉണ്ടാവുകയും അവരതില്ലാതായി പോവുകയൊക്കെ ചെയ്യുന്നു, മരിച്ചു പോകും. വർക്ക്സ് ഉണ്ട് അവിടെയാണ്. അത് മുഴുവൻ പേർക്കും അല്ല. അപ്പം അങ്ങനെയാണ്. അപ്പം അങ്ങനെയാണ് ഞാൻ പറയുന്നത്. മെജോറിറ്റി എന്ന് പറയുമ്പോഴാണ് അബ്സല്യൂട്ടായിട്ട് പറയുന്ന സ്ഥലങ്ങളല്ലത്. മറ്റേത് പഴയ വിശ്വാസത്തിൻ്റെ സ്ഥലം അങ്ങനല്ല. അത് വിശ്വാസം, അതിന് വേറെ ഒന്നുമില്ല. അപ്പോൾ താങ്കൾ പറഞ്ഞു വരുന്നത് ശരിക്കും പറഞ്ഞാൽ ഈ വിശ്വാസം ശാസ്ത്രീയ മുന്നേറ്റത്തിൻ്റെ തടസ്സം തന്നെയാണെന്നാണ് പറഞ്ഞത്. കണിശമാണ്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ എടുക്കാത്തത്. മനുഷ്യർക്ക് ആവശ്യമുണ്ട്, അതെനിക്കറിയാം. മനുഷ്യരങ്ങനെ ആണെന്ന് എനിക്കറിയാം. ലോകത്തിനെ മനസ്സിലാക്കാൻ ആവശ്യമില്ല. അത്രയേ ഉള്ളൂ. ഞാൻ ആക്ച്വലി ഇത്രയും നേരം കേട്ടിരുന്നത് എൻ്റെ ഒരു കാരണം ഇൻട്രപ്റ്റ് ചെയ്യാതെ മൈത്രേയൻ പറയുന്നത് കൃത്യമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്. മൈത്രേയൻ പറയുന്നതിനോട് ഞാൻ സയൻസ് ഇൻ്റർപ്രിറ്റേഷൻ ആണെന്നുള്ള കാര്യം ഒബ്വിയസ്ലി ദർ ഇസ് നത്തിങ് ടു ഡിസ്കൗണ്ട്. പക്ഷേ മൈത്രേയൻ ആദ്യം വെച്ച സ്റ്റേറ്റ്മെൻറ്റിന് എവിഡൻസ് വെക്കണം. അതായത് താങ്കൾ ഇങ്ങനെ ഇത് സോഷ്യൽ ഡാർവിനിസം പർട്ടിക്കുലർലി തെളിവില്ലാതെ ഒരു എവല്യൂഷണറി വേയിൽ ഇങ്ങനെയാണ് ഇവോൾവ് ആയി വന്നത്, മതങ്ങളും അല്ലെങ്കിൽ ഹയർ ഗോഡ് മോണോതീസം ലോവർ ഗോഡ്സിന് ഇവോൾവ് ആയി വന്നത്. അപ്പോൾ അതിന് എതിരായിട്ട് ഞാൻ ടോട്ടമിസം പോലുള്ള ആന്ത്രപ്പോളജിക്കൽ കോൺസെപ്റ്റ്സ് വളരെ ക്ലിയർ ആയിട്ടുള്ള എവിഡൻസ് നമ്മുടെ കയ്യിലുള്ള ഡേറ്റ ചുരുക്കമാണ്. പക്ഷേ ആ ഡേറ്റ നമ്മൾ പഠിക്കുമ്പോൾ അതിന് ഏറ്റവും ബെസ്റ്റ് എക്സ്പ്ലനേഷൻ, ഇൻഫറൻസ് ടു ദ ബെസ്റ്റ് എക്സ്പ്ലനേഷൻ അത് കൊടുക്കുമ്പോഴത്തേന് കൃത്യമായിട്ട് മോണോതീസത്തിൻ്റെ വ്യൂ ആണ്, അല്ലെങ്കിൽ ഒറിജിനൽ മോണോതീസം എന്ന വ്യൂ ഈസ് ബാക്ക് ബൈ എവിഡൻസ്. അപ്പം അതിനെതിരായിട്ടൊരു അദ്ദേഹം ഞങ്ങൾ പറയുമ്പോൾ നിങ്ങൾ വെച്ച ആ സാധനം പണ്ട് മനുഷ്യരുടെ ലോകം എന്ന് പറയുന്നത് ചെറുതായിരുന്നു. അല്ല, പക്ഷെ അതിനുള്ള എവിഡൻസ് അതുകൊണ്ടാണ് ചെറിയ ലോകത്തിനകത്തെ മുഴുവൻ അങ്ങനത്തെ ദൈവം തന്നെയാണ് മനുഷ്യർക്ക് എല്ലാം ഉള്ളത്. അതൊരു ഗോത്രത്തിനകത്ത് അവര് മാത്രമാണ് ഉണ്ടായിരുന്നത്. അല്ല, പക്ഷെ അതിനുള്ള എവിഡൻസ് പറയണം. അതായത് അതാ പറഞ്ഞില്ലേ, ഒരു ഗോത്രത്തിനെ സംബന്ധിച്ചോളം അവരുടെ ലോകം മുഴുവനും അവരുടെ ഗോത്രത്തിനകത്തെ ലോകമാണ്. അതുകൊണ്ട് ഈ ഹോൾ എന്ന് അന്ന് പറയുമ്പോൾ ഇപ്പം ഒരു രാജ്യം ലോകം മുഴുവൻ പിടിച്ചെടുത്തു എന്ന് പറഞ്ഞ് പണ്ട് രാജാക്കന്മാർ പറയും, ലോകം മുഴുവൻ പിടിച്ചു. അവർക്ക് വേറെ ലോകം ഉണ്ടായിരുന്ന അറിയില്ല. കറക്റ്റ്. അപ്പോൾ അവരുടെ അന്ന് പറയുന്ന ലോകം മുഴുവനും ഉള്ള എല്ലാം സർവ്വസൃഷ്ടിയായ ദൈവം എന്ന് പറയുമ്പം മനുഷ്യരുടെ കാഴ്ചയിലുള്ള കൊച്ചു ലോകത്തിനകത്തെ വലിയ ദൈവമാണ്, അല്ലാതെ അത് ഏകദൈവ വിശ്വാസമല്ല. അല്ല, ടോപ്പിക്ക് മാറുന്ന പോലെ തോന്നുന്നു. അതുകൊണ്ടാണ് നിങ്ങളത് അതാ പറഞ്ഞ ആന്ത്രപ്പോളജിക്കലായിട്ട് ഉള്ള തെളിവ് വെച്ച് പറയുന്നു എന്ന് പറയുമ്പം പണ്ട് ഒരു ഗോത്രമോ അല്ലെങ്കിൽ ഒരു രാജ്യമോ അവര് ലോകം എന്ന് പറയുമ്പോൾ അവരുടെ അറിവിനകത്ത് അങ്ങനത്തെ ഒരു ആന്ത്രപ്പോളജിക്കൽ തെളിവ് ഏത് ഫിലോസഫി എടുത്ത് പഠിച്ചാലും ഇത് പറയും.
ഇവിടുത്തെ ലോകം മുഴുവനും എന്ന് പറയുന്ന ആളുകൾ പറയുമ്പം അവരുടെ അറിവിലുള്ള ലോകമേ ഉള്ളൂ. അല്ല, അതിന്റെ കോണ്ടെക്സ്റ്റ് എനിക്ക് അതുകൊണ്ടാണ് അതിന്റെ റീസണാണ് എന്നാൽ ഇയാൾ ഇത് ഈ തിരിച്ചു വരുന്നു എന്ന് പറഞ്ഞ് പോയി ആന്ത്രപ്പോളജിസ്റ്റുകൾ പഠിച്ചപ്പം അവർ ലോകം മുഴുവനുള്ളൊരു ദൈവത്തിനെ പറ്റിയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്, അതിലൊരു ഗോത്രത്തിന്റെ ദൈവത്തിനെ പറ്റിയല്ല പറയുന്നതെന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. അങ്ങനെയല്ല, ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. ചൈനക്കാരുടെ ഫിലോസഫിയിൽ ചൈന എല്ലാ സ്ഥലങ്ങളിനകത്തും ഈ പ്രപഞ്ചത്തിനെ പറ്റി അവർ പറയും. ആ പറയുന്ന പ്രപഞ്ചം ഇന്ന് മനുഷ്യരെടുത്ത് വെച്ചിട്ട് ഒരു എന്താണ് ഹബിൾ ടെലിസ്കോപ്പ് വെച്ചിട്ട് കോടിക്കണക്കിന് ഗാലക്സികളുള്ള ലോകമെന്ന് അവർക്ക് അറിഞ്ഞൂടാ. അവർക്കറിയാവുന്ന ഈ നമ്മളീ കാണുന്ന ഈ മേലോട്ട് നോക്കിയാൽ കാണുന്ന നക്ഷത്രങ്ങളുമൊക്കെ ആയിരുന്നു. ഈ ജ്യോതിഷം ഇതുപോലുള്ള അസ്ട്രോളജിയുടെ ലോകം മുഴുവനും എടുക്കുന്നത് അവർക്ക് ഈ ചലിക്കുന്ന നക്ഷത്രങ്ങൾ അതിനകത്ത് നിർത്തിക്കൊണ്ടായിരുന്നതെല്ലാം പറഞ്ഞിരുന്നത്. അപ്പോൾ അവരുടെ ലോകം എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം മുഴുവനെന്ന് അവർ പറഞ്ഞ പ്രപഞ്ചം എന്ന് പറയുന്ന സമയത്ത് ഇന്ന് ഈ ടെലസ്കോപ്പ് വെച്ച് കാണുന്ന പ്രപഞ്ചമൊന്നും അല്ല. പക്ഷേ ഞാൻ പറഞ്ഞത് അല്ലായിരുന്നു. സോ ഞാൻ പറഞ്ഞത് ട്രൈബ്സിനെ പഠിക്കുമ്പോൾ ഇതിന് ഇവിടെ പ്രപഞ്ചത്തിൻ്റെ ഫുൾ പ്രപഞ്ചത്തെ അവരെങ്ങനെ മനസ്സിലാക്കി, അതും ഈ പറയുന്ന കാര്യമായിട്ട് ഒരു ബന്ധമില്ല. ടു ബി ഓണസ്റ്റ്, താങ്കൾ ഇപ്പം പറഞ്ഞ മറുപടി ഞാൻ പറഞ്ഞ എവിഡൻസിന് ഇയാൾ പറയുമ്പം രണ്ടാമത്തെ ആൾ പോയി പഠിച്ചപ്പോൾ ലോകം മുഴുവനും കൂടെ ഉള്ള ഏകദൈവ വിശ്വാസം പിന്നെ വന്നതാണ് എന്ന് പറയുന്നത് അല്ല, അത് ഡേറ്റ ആണ് പറയുന്നത്, അദ്ദേഹം അല്ല പറയുന്നത്. ഡേറ്റ നാം പരിശോധിക്കുമ്പോൾ പരസ്പരം ഒരു കണക്ഷനും ഇല്ലാത്ത ട്രൈബ്സിൻ്റെ ഇടയിൽ കോമൺ ബിലീഫ്സ് കാണും. അപ്പോൾ അവർ വാട്ട് ദേ ഹൈപ്പോത്തസൈസ് ഇത് അങ്ങനെയാണെങ്കിൽ ഈ ബിലീഫ്സ് ആണ് ഒറിജിനൽ ബിലീഫ്സ്, പ്രിമിറ്റീവ് ബിലീഫ്സ്. അതിനെതിരായിട്ടുള്ള ലോകം ചെറുതായിരുന്നു, അതുകൊണ്ടാണ് അവരെ സംബന്ധിച്ചോളം സകല ലോകവും കൂടെ ചേർത്തത് ലോകമല്ലത്. ഇയാൾ പറയുന്ന ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നത് അവരുടെ ഒരു കൊച്ചു ലോകത്തിന്റെ ദൈവമായിരുന്നു. അത് ആ ആന്ത്രപ്പോളജിസ്റ്റിന് ലോകത്തിനെ പറ്റിയുള്ള അത്ര അറിവില്ലാത്തതുകൊണ്ട് പറഞ്ഞതാ. പേടിക്കണ്ട, ആന്ത്രപ്പോളജിസ്റ്റ് പോയി നോക്കിയാലൊന്നും കാണത്തില്ല. അത് താങ്കൾ നേരത്തെ പറഞ്ഞ ആന്ത്രപ്പോളജിസ്റ്റ് പറഞ്ഞാലും ഞാൻ അങ്ങനെ എടുക്കും. കാരണം ഇയാളുടെ ആവശ്യത്തിന് ഉപയോഗിക്കാൻ കൊള്ളാം, അതുകൊണ്ട് എടുക്കുന്നതിന് അല്ലല്ല, അത് ആരുടെ ആവശ്യപരമാണെങ്കിൽ എവിഡൻസ് വെക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞ എവിഡൻസ് എന്നെ സമയത്തോളം നിങ്ങൾ ഹാർഡ് സയൻസ് എന്നുള്ള കാര്യങ്ങൾ എടുത്തിട്ട് കൃത്യമായിട്ട് എന്താണ് ഇവിടുന്ന് ഡേറ്റ ഇന്റർപ്രിറ്റേഷൻ എന്ന് പറയുന്ന സമയത്ത് റോക്കറ്റ് വിടുന്നത് പോലെയാണ് നിങ്ങൾ ഈ മനുഷ്യരുടെ ബന്ധങ്ങൾ പറയരുത്. അല്ല, അത് കറക്റ്റാണ്. ഞാൻ മൈത്രേയൻ പറഞ്ഞതിനോട് ഞാൻ യോജിക്കുന്നുണ്ട്. പക്ഷേ മൈത്രേയൻ ആന്ത്രപ്പോളജിസ്റ്റ് എതിരെ അല്ലെങ്കിൽ ആന്ത്രപ്പോളജിക്കൽ വ്യൂവിനെതിരെ പറയുമ്പോൾ അതിന് താങ്കൾ എവിഡൻസ് വെക്കുന്നില്ല. താങ്കൾ പറയുന്ന ഒരു കഥയാണ്, ആ കഥയ്ക്ക് യാതൊരു തെളിവില്ല. അല്ല, നിങ്ങളുടെ തെളിവെന്ന് പറയുന്നത് നിങ്ങളുടെ ഇന്റർപ്രിറ്റേഷൻ ആണ്. ഇയാൾക്ക് എന്താണ് ഉദ്ദേശം? തന്റെ ഉദ്ദേശം എന്താ? എന്റെ ഉദ്ദേശം എന്താ? താങ്കൾ പറ. താങ്കളാണല്ലോ ഇപ്പൊ എന്നെ അനലൈസ് ചെയ്യുന്നത്. നിങ്ങളുടെ ഉദ്ദേശം എന്താണ്? താങ്കൾ പറയേണ്ട ഉദ്ദേശം എനിക്ക് അറിഞ്ഞൂടാ. ഞാൻ ഈ പറഞ്ഞില്ലേ, എനിക്ക് മനസ്സിലായ കാര്യമാണ് ഞാൻ പറയുന്നത്. എനിക്കൊരു ഉദ്ദേശമില്ല. ബേസിക്കലി വാട്ട് ഈസ് ദ സയന്റിഫിക് ഡേറ്റ പറയുന്നത്, ആ ഡേറ്റ ഞാൻ താങ്കളോട് പറഞ്ഞു. എന്തിന്? അപ്പം താങ്കൾ എന്തിനാണെന്ന് പറ. താങ്കൾ എന്തിനാണെന്ന് പറ. നിങ്ങൾ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത്? താങ്കൾ എന്തിനാണ് എന്നോട് സംസാരിക്കുന്നത് പറ. എന്തിനാണ് നിങ്ങൾ എന്നോട് സംസാരിക്കുന്നതെന്ന് പറ. ഉദ്ദേശം വേണം. നിങ്ങളുടെ എന്താണ് ഉദ്ദേശം? ബേസിക്കലി താങ്കൾ പറയുന്ന പല കാര്യങ്ങളും എവിഡൻസിന് വിരുദ്ധമാണ്. ഏത് എവിഡൻസ്? അത് ആ എവിഡൻസ് അവിടെ നിൽക്കട്ടെ. ഇയാളുടെ ആവശ്യം എന്താ? അത് ബേസിക്കലി ഞാൻ നിങ്ങളുടെ അടുത്ത് സംസാരിക്കുന്ന സമയത്ത് ലോകത്തിനെ ഞാനങ്ങനെ മനസ്സിലാക്കുന്നു എന്നുള്ളതാ പറയുന്നത്. അത് നിങ്ങൾക്ക് യോജിക്കാം വിയോജിക്കാം, അത് നിങ്ങളുടെ പണി. പക്ഷെ നിങ്ങളുടെ ഉദ്ദേശം എന്താ? അല്ല, അത് ഇവിടുത്തെ ഒരു പോയിന്റ് ഓഫ് ഡിസ്കഷൻ അല്ല, ഉദ്ദേശമല്ല. നമുക്കൊരു കോമൺ ടോപ്പിക് വേണം. എന്തെങ്കിലും ഒരു ഉദ്ദേശമില്ലാതെ അയാൾ എന്നോട് എന്തിനാണ് ഡിസ്ഗ്രി ചെയ്യേണ്ട ആവശ്യം എന്താ? അല്ല, അത് ഇപ്പൊ താങ്കളുടെ എന്ത് കാരണം കൊണ്ടാണ് ഡിസ്ഗ്രി ചെയ്യുന്നത്? താങ്കൾ പറയുന്നത് ഇപ്പം പറഞ്ഞു. ഫോർ എക്സാമ്പിൾ ഇപ്പൊ എല്ലാ കാര്യത്തിലും താങ്കളോട് ഞാൻ ഡിസ്ഗ്രി ചെയ്യത്തില്ല. പക്ഷേ ഈ പറഞ്ഞ കാര്യത്തിൽ ഡിസ്ഗ്രി ചെയ്യാനുള്ള കാരണം എന്ത് കാരണം കൊണ്ട് എന്താണ് നിങ്ങൾ പറയാൻ പോകുന്നത്? നിങ്ങൾ എവല്യൂഷണറി ആയിട്ട് ലോകത്തിനെ കാണുന്നോ ദൈവം സൃഷ്ടിച്ചായിട്ട് കാണുന്നോ? എവല്യൂഷണറി ആയിട്ട് ദൈവം സൃഷ്ടിച്ചതാവാം. അല്ല, എവല്യൂഷണറി ആയിട്ട് ദൈവം സൃഷ്ടിക്കത്തില്ല. അതെന്താ? ആ കാരണം സൃഷ്ടി എന്ന് പറയുന്ന സാധനം ഒരാൾ വില്ല് ചെയ്യുമ്പോൾ ഉണ്ടാകുന്നതാണ്, അത് എവല്യൂഷൻ അല്ല. അപ്പൊ എവല്യൂഷണറി ആയിട്ട് ദൈവത്തിനെ സൃഷ്ടിച്ച കാര്യമൊക്കെ അത് താങ്കളുടെ ഒരു തോന്നലാണെന്നുള്ളത് അവിടെ തോന്നലാണ്. കാരണം ഇയാളുടെ തോന്നൽ എന്ന് പറയുന്നത് ഇഷ്ടമുള്ളതുപോലെ പറയുന്നുണ്ട്. പിന്നെ അല്ലാതെ എങ്ങനെ തോന്നലല്ലാതെ? ഒബ്വിയസ്ലി അല്ല. കാരണം എവല്യൂഷണറി ബയോളജിസ്റ്റുകളുടെ ഇടയിൽ പോലും എവല്യൂഷണറി തീസം ഇസ് എ റെസ്പെക്റ്റഡ് വ്യൂ. ഞാൻ പറഞ്ഞ ലോകത്തിനെ ആളുകൾ എന്തുകൊണ്ട് ദൈവവിശ്വാസിയായിരിക്കുന്നു എന്ന് പറയുന്നിടത്ത് എല്ലാം ഞാൻ യോജിക്കും. ആളുകൾ എന്തുകൊണ്ട് ദൈവവിശ്വാസികളായിരിക്കുന്നു എന്ന് പറയുന്നത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്തുകൊണ്ടാ? ആളുകളുടെ നീഡുണ്ട്.
അവരെ കളക്റ്റീവായിട്ട് നിൽക്കുന്നതിന് ഒന്നിപ്പിച്ച് നിർത്തുന്നതിനൊക്കെ ആവശ്യമുണ്ട്. തെറ്റാണ്. പക്ഷെ അതുപോലല്ല, സൃഷ്ടി പ്രക്രിയ എന്ന് പറയുന്നത് ആളുകളുടെ ലോകത്തിനെ സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന സമയത്ത് ഒരു എവല്യൂഷണറി ദൈവത്തിനെ നിങ്ങൾ വെക്കുന്നത് നിങ്ങളുടെ നീഡാണ് ദൈവത്തിനെ പ്രതിഷ്ഠിക്കുന്നത്. എവല്യൂഷണറി ദൈവത്തെ ഞാൻ വെച്ചിട്ടില്ല, അല്ലാതെ ഒരു ആവശ്യമില്ല. എവല്യൂഷണറി ദൈവത്തോട് ഞാൻ വെച്ചിട്ടില്ല. പിന്നെ ഇവിടെ താങ്കൾ പറയുന്ന ഒരു കഥയാണ്. ഇയാൾ കഥയല്ലാത്ത താനൊരു വിശ്വാസിയുടെ കഥയാണ്. താങ്കളൊരു വിശ്വാസി. എനിക്ക് എൻ്റെ വിശ്വാസമല്ല, ലോകത്തിനെ പറ്റിയുള്ള അറിവാണത്. പ്രപഞ്ചം നിങ്ങൾ ഇയാൾ നേരത്തെ പറഞ്ഞല്ലേ, ഡെമെട്രിയർ പറഞ്ഞല്ലേ, ഇത് എന്താണ് ഒരു തുടക്കമുണ്ടെന്ന്. ഞാൻ തുടക്കമുള്ള ആളല്ല, തുടക്കമില്ല. അപ്പം ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റ് ആക്ച്വലി ഇൻഫിനിറ്റ് ആണ്? എന്നെ സംബന്ധിച്ചോളം പ്രപഞ്ചം ഉള്ളതാണ്. പ്രപഞ്ചം ഉള്ളത് ഉള്ള പ്രപഞ്ചമേ ഉള്ളൂ. പ്രപഞ്ചമുണ്ട്. ഞാൻ പറയട്ടെ, പ്രപഞ്ചത്തിന് ആരംഭം ഇല്ലെന്നാണോ താങ്കൾ? പ്രപഞ്ചം ഇല്ലാതിരുന്നിട്ടുള്ളതല്ല, അപ്പം പ്രപഞ്ചം ഉള്ളതാണ്. അപ്പം പ്രപഞ്ചത്തിന് ആരംഭമില്ല, നിരന്തരം മാറുന്നു. അപ്പം പ്രപഞ്ചത്തിന് ആരംഭമില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ പാസ്റ്റ് ഇൻഫിനിറ്റ് ആണ്. പാസ്റ്റ് ഇൻഫിനിറ്റ് എന്ന് പറയുന്ന സാധനം നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കാൻ പോകുമ്പോൾ നമ്മളുടെ മനസ്സിലാക്കലിൻ്റെ ഭാഗമായിട്ടാണ് ഇൻഫിനിറ്റും എന്താണ് അല്ലാതെ തുടക്കങ്ങളും ഉണ്ടാകും. ഇന്നലെ എന്ന് പറഞ്ഞൊരു ദിവസം ഉണ്ടായിരുന്നോ? ഇന്നലെ, നാളെ, മറ്റന്നാൾ എന്ന് പറയുന്നത് നമ്മൾ മാറ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ ഇടുന്ന മെഷറിംഗ് റോഡ്സാണ്. ഇന്നലെ എന്ന് പറഞ്ഞൊരു നിമിഷം ഇന്നലെ ഉണ്ടായിരുന്നു, ഇന്നില്ല എന്ന് താങ്കൾ വിശ്വസിക്കുന്നു? ഞാൻ അങ്ങനെയേ അല്ല അത് മനസ്സിലാക്കുന്നത്. പിന്നെ നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുന്ന ആരാണോ അറിയുന്നവർക്ക് ആവശ്യമായ ഒരു ടൂളാണ്. അതുകൊണ്ടാണ് ഇന്നലെ എന്ന് പറഞ്ഞ സ്മൃതി മാത്രമാണ്, ഓർമ്മ മാത്രമാണ്. പ്രസന്റ് എന്ന മൂമെന്റ് ഉണ്ടോ? പ്രസന്റ് എന്ന് പറയുന്നത് ഈ ലോകത്തിന്റെ മാറ്റത്തിനെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ ഇടുന്ന അതിരുകളാണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്നലെ എന്ന് പറഞ്ഞ ഒരു പോയിന്റ് ഇപ്പം ഓർമ്മയാണ്, ഇന്നലെ റീക്രിയേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം യൂണിവേഴ്സ് പാസ്റ്റിൽ ഇൻഫിനിറ്റ് ആയിട്ട് തുടരുന്നുണ്ടോ? ഇൻഫിനിറ്റ് എന്ന് പറയുന്നത് നമ്മൾ ഇത് മനസ്സിലാക്കുമ്പോൾ ഉപയോഗിക്കുന്നതാണ്. നമുക്ക് ഇവിടെ ഒരു പോയിന്റ്, ആ പോയിന്റിൽ നിന്ന് മെഷർ ചെയ്യുമ്പോൾ എൻഡ് ചെയ്യണം എന്ന് ആലോചിക്കുന്നത് കൊണ്ടാണ് ഇൻഫിനിറ്റ് വേണ്ടി വരുന്നത്. അല്ല ഇപ്പം ഫോർ എക്സാമ്പിൾ അത് താങ്കൾ പറയുന്നത് ഒരു മൈൻഡ് സെൻട്രിക് ഐഡിയലിസം ആണ്. അത് ലേബലിംഗ് ഒന്നും അല്ല. ഒരു സർക്കിൾ വരച്ചിട്ട് ആ സർക്കിളിന്റെ ഏരിയ πr². ഇത് നമ്മൾ ചിന്തിച്ചാലും ചിന്തിച്ചില്ലെങ്കിലും അതിന്റെ ഏരിയ πr² ആണോ? അല്ലേ? ഞാൻ പറഞ്ഞില്ലേ, ഇയാളെ താൻ അറിയാനായിട്ട് അതൊരു വ്യക്തിയുടെ പ്രശ്നമേ അല്ല. പ്രപഞ്ചത്തിനെ ആരാണോ അറിയുന്നെന്നുള്ളതാണ്. അറിയുന്ന ഒരു അനുഭവം ഇവിടെ ഉണ്ടെങ്കിൽ അവർക്ക് മെഷർ ചെയ്യാൻ കഴിയും. അത് മനുഷ്യൻ്റെ കാര്യമൊന്നുമല്ല. പ്രപഞ്ചം ഇവിടെ ഉണ്ട് എന്ന് അറിയുന്ന ഒരു പോയിന്റ്, ആ പോയിന്റിന് ശേഷം മാത്രമേ പാസ്റ്റ്, പ്രസന്റ്, ഫ്യൂച്ചർ എന്ന് പറയുന്ന ഡിവിഷനുള്ളൂ. അപ്പോൾ അറിയാനുള്ള ഒരു മൈൻഡ് ഉള്ളപ്പോഴേ പ്രപഞ്ചം ഉള്ളു എന്നർത്ഥം. അല്ലെങ്കിൽ അറിയാനേ പറ്റത്തില്ല. അതിന്റെ അർത്ഥം ദൈവം ഉണ്ടെന്നർത്ഥം. ദൈവം ഉണ്ടാകേണ്ട ആവശ്യമില്ല. അറിയാനുള്ള ഒരു മൈൻഡ് ഉണ്ടെങ്കിലേ പ്രപഞ്ചം ഉണ്ടാവുള്ളൂ. ദൈവം അറിയേണ്ട ആവശ്യം ദൈവത്തിന്, നിങ്ങൾക്കാണ് ആവശ്യം, ദൈവം എനിക്ക് ആവശ്യമില്ല. മൈൻഡ്, അത് താങ്കൾ പറഞ്ഞ മൈൻഡേ അല്ല, മൈൻഡ് ഉണ്ടെങ്കിൽ മൈൻഡിനെ ഒന്നും ഞാൻ വെച്ചിട്ടില്ല. ഇപ്പൊ ഞാൻ അറിയുന്ന വശം എന്ന വാക്ക് വളരെ ശ്രദ്ധിച്ചാണ് ഞാൻ വെക്കാറുള്ളത്. അതുകൊണ്ടാണ് അത് വെറുതെ മറ്റുള്ളതൊക്കെ പറഞ്ഞുകൊണ്ട് പറയുന്നത്. അറിയുക, പ്രപഞ്ചമുണ്ട് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം ഉണ്ടോ ഇല്ലയോ എന്നുള്ളതല്ല, ഒരു അനുഭവം. പ്രപഞ്ചാനുഭവം അല്ലത്, ഒരു അനുഭവം. അതിനെ പരിശോധിക്കാനായിട്ട് ആ അനുഭവം പരിശോധിക്കുമ്പോൾ അറിയുന്ന വശവും അറിയപ്പെടുന്നു എന്ന് പറഞ്ഞ ഒരു ഡിവിഷൻ വരും. ഇത് പ്രപഞ്ചത്തിന്റെ ഏത് ഭാഗത്ത് എവിടെ ആരംഭിച്ചാലും ഇങ്ങനെയുള്ളൂ. ആ അറിയുന്ന വശവും അറിയപ്പെടുന്ന വശവുമായി ഇരിക്കുമ്പോൾ ആ അറിയപ്പെടുന്നു എന്ന് പറയുന്നതിനകത്ത് തുടരുന്ന ഒരു മെഷറിംഗ് സാധനമാണ് കാലം. അപ്പം കാലം തുടർന്നുകൊണ്ടേ ഇരിക്കുകയാണ്. കാലം തുടരുന്നതല്ല, ഈ മാറ്റത്തിനെ മനസ്സിലാക്കുന്ന ടൂളാണ്. കാലപ്രവാഹത്തിൽ ഈ വസ്തുക്കൾ നിൽക്കുകയല്ല. മനുഷ്യന് ഫസ്റ്റ് ഓഫ് ഓൾ അത് സയന്റിഫിക്കലി പറയുന്നത് കംപ്ലീറ്റ്ലി തെറ്റാണ്. ആയിക്കോട്ടെ, എനിക്ക് ആ സയൻസ് ആവശ്യമില്ല. താങ്കൾക്ക് ആവശ്യമില്ല. എനിക്ക് ആ സയൻസ് ആവശ്യമില്ല. പക്ഷേ ഞാൻ പറഞ്ഞില്ലേ, എനിക്ക് പറഞ്ഞില്ലേ, ഞാൻ ഇതുവരെ ആളുകൾ പറയുന്ന സയൻസ് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനങ്ങളിൽ അവർ ചെന്ന് മുട്ടുന്ന സാധനമാണ് എന്ന് പറഞ്ഞാൽ ബിഗ് ബാങ് എന്ന് പറഞ്ഞിട്ട് അതിൻ്റെ മുൻവശം എന്ന് പറയാനായിട്ട് പറ്റത്തില്ല. ടൈമില്ല. അതുകൊണ്ടാണ് ടൈം എന്ന് പറയുന്നത് മെഷർ ചെയ്യുന്ന സമയത്തേ ഉള്ളൂ.
അറിയുന്ന സമയത്താണ്. ഇവിടുന്ന് ആളുകൾ പുറകോട്ട് വർക്കൗട്ട് ചെയ്തതാണത്. താങ്കൾ പറഞ്ഞതിന് ഞാൻ അംഗീകരിക്കുന്നു. ബിഗ് ബാങ്ങിന് മുൻപെന്ന് പറയാൻ പറ്റത്തില്ല, ബിഫോർ ബിഗ് ബാങ്, കാരണം ടൈം ഇല്ല. അത് താങ്കൾ അംഗീകരിക്കുന്നു. ടൈമും സ്പേസും ഇല്ല. കറക്റ്റ്, ടൈമും സ്പേസും ഇല്ല, രണ്ടും ഇല്ല. അത് രണ്ടും പ്രപഞ്ചത്തിനെ അറിയുന്ന ആരാണോ അവർ ഉപയോഗിക്കുന്ന ടൂളാണ്. പ്രപഞ്ചത്തെ അറിയാൻ ആളുണ്ടെങ്കിലും ആളെന്ന് പറയുമ്പോൾ വ്യക്തികള് മനുഷ്യരേ അല്ല, മൈൻഡ് ഉണ്ടെങ്കിൽ മൈൻഡും അല്ല, ജീവാനുഭവം. മൈൻഡ് എന്നൊക്കെ മനുഷ്യർ പറയുന്നതൊക്കെ നമുക്കൊരു മനസ്സുണ്ട് എന്ന് പറയുന്നത് കൊണ്ടാണ്. അങ്ങനെയല്ല ഞാനത് പറയുന്നത്. ജീവ എന്ന് പറഞ്ഞാൽ ഒരു പ്രപഞ്ചമുണ്ട് എന്നുള്ള പ്രപഞ്ചം ഉണ്ടെന്നുള്ള അനുഭവം അല്ലത്, ഒരു അനുഭവം ഉണ്ട് എന്നേ പറയാൻ പറ്റുള്ളൂ. എന്തുകൊണ്ടാണ് പ്രപഞ്ചം ഉള്ളത്? പ്രപഞ്ചം അനുഭവിക്കുന്നുണ്ട്, അതുവരെ ഇല്ല. വൈ ഈസ് ദർ എനിത്തിങ്? അതിൻ്റെ നമുക്ക് ഇങ്ങനെയാണ് സംഭവിച്ചതെന്നറിയാം. പ്രപഞ്ചം ഉണ്ടാകേണ്ട ആവശ്യമില്ല, ഉള്ളതാണ്. പ്രപഞ്ചം വിട്. വൈ ഈസ് ദർ എനിത്തിങ് റാദർ ദൻ നത്തിങ്? അത് ഉള്ളത് കൊണ്ട്. അതൊരു ഉത്തരമാണ്. അതങ്ങനെ തന്നെയാണ്. ഇത് ഇല്ലാതിരുന്നിട്ടുണ്ടെന്ന് ആലോചിച്ചവരുടെ പ്രശ്നം മാത്രമാണ് മറ്റേത്. എന്തുകൊണ്ട് ഇതുണ്ടായി ആലോചിക്കാൻ ആരും ഇല്ലെന്ന് വിചാരിക്കും. ആരും ഇല്ലാതില്ല, ഒരു ലൈഫും തുടങ്ങിയിട്ടില്ല. ഇല്ലെങ്കിൽ പ്രപഞ്ചം ഉള്ളതിന് തെളിവില്ല. നിങ്ങൾക്ക് ഒരിക്കലും തെളിയിക്കാനൊക്കത്തില്ല അറിയാത്ത ഒരു സ്ഥലത്ത് അറിയുന്നതുണ്ടെന്ന്. തെളിവ് മനുഷ്യനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഞാൻ ചോദിക്കുന്നത് മാത്രമേ അറിയപ്പെടുന്നതുള്ളൂ. ഇപ്പൊ ഞാൻ മനസ്സിലാക്കുന്ന താങ്കൾ ഒരു വിശ്വാസത്തിന്റെ പുറത്താണ് എനിക്ക് ഒരു വിശ്വാസവും അല്ലത്, യുക്തിയുടെ പുറത്തല്ല. ഒരു വിശ്വാസത്തിന്റെ പ്രശ്നമല്ല, അറിയുന്നിടത്ത് മാത്രമേ അറിയപ്പെടുന്നതുള്ളൂ. അത് മൈൻഡ് ഒന്നും അറിയുന്നില്ല, ഒന്നും അറിയപ്പെടുന്നില്ല എങ്കിൽ അറിവുമില്ല. മൈൻഡ് അണ്ടർസ്റ്റുഡ്. നോളജ് റിക്വയർസ് എ മൈൻഡ്. അത് തന്നെയാണ് ബേസിക്കലി ഞാൻ പറഞ്ഞത്. മൈൻഡ് ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ല, ഇയാൾ പറയുന്ന മൈൻഡ് എന്ന് പറയുന്നത് ആരുടേതെങ്കിലും ആകണം. ഞാനിത് അങ്ങനെയല്ല ഈ പറയുന്നത്, ഒരാളുടെ മനസ്സൊന്നും അല്ലത്. പിന്നെ ഇവിടെ ഒരു അനുഭവം ഉണ്ടായി, ആ അനുഭവത്തിനെ പരിശോധിക്കുന്ന സമയത്താണ് അറിയപ്പെടുന്നതെന്നും അറിയുന്നതെന്ന് പറയുന്ന ഒരു ഡിവിഷൻ പ്രപഞ്ചത്തിലുണ്ടായത്. ആ പ്രപഞ്ചം ഉണ്ട് എന്നുള്ള അറിവ് ആ അനുഭവത്തിന് ശേഷം മാത്രമേ ഉള്ളൂ. ഏത് അനുഭവത്തിന് ശേഷം? ഉണ്ട് എന്നുള്ളത്, ഇത് അറിയുന്നു എന്നുള്ളത്. അല്ലാതെ അതിന് മുമ്പ് ഒരിക്കലും ഒരു തെളിവുമില്ല, അറിയാതൊരു തെളിവില്ല. നമുക്ക് കാൽക്കുലേറ്റ് ചെയ്തിട്ടാണ് ഈ അനുഭവം ഉണ്ടാകുന്നതിന് മുമ്പ് എന്ന് പറയുമ്പോൾ ബിഗ് ബാങ്ങിൽ പോയി നിൽക്കുന്ന പോലെ നിൽക്കേണ്ടി വരും. പക്ഷെ അത് ട്രൂ അല്ല. ബിഗ് ബാങ്കിൽ പോയി നിൽക്കും, ടൈം അതിന് മുമ്പ് ടൈം ഉണ്ട്. അതിന് മുമ്പ് ടൈം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറിയാൻ പറ്റും, കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. സോ സിംഗുലാരിറ്റി എന്ന് പറയുന്ന ഒരു ഏകകം ഉണ്ടായാൽ ആ നിമിഷം നമുക്ക് ഈ രണ്ട് സാധനവും ഉപയോഗിക്കാനൊക്കത്തില്ല. ടൈമും സ്പേസ് ഉപയോഗിക്കാൻ ഒക്കത്തില്ല. പിന്നെ അത് ഉണ്ട് എന്നും ഇല്ല എന്നും ഒരു ഡിസ്കഷൻ സാധ്യമല്ല. ഇപ്പൊ താങ്കൾ പറഞ്ഞ രണ്ട് സ്റ്റേറ്റ്മെന്റ് ഉണ്ട്. ഒന്ന് ടൈമിന് മുമ്പെന്നുള്ള പ്രയോഗം യൂസ് ചെയ്യാൻ പറ്റില്ല, ഞാൻ അംഗീകരിക്കുന്നു. സോ യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ്. യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല, അത് ഇയാളുടെ പറച്ചിലാണ്. ഉണ്ട് എന്നറിയുക എന്ന് പറയുന്നത്, അപ്പുറത്തൊന്നുണ്ട് എന്നറിയുക എന്ന് പറയുന്നത് അറിയപ്പെടുന്ന വശത്ത് നിന്ന് മാത്രമേ ഉള്ളൂ. അപ്പോഴാണ് അറിയപ്പെടുന്നതുണ്ടാകത്തുള്ളൂ. അറിയപ്പെടുന്നതുണ്ടാകുമ്പോഴാണ് അതെന്താണെന്നുള്ള ചോദ്യം ഉണ്ടാകത്തുള്ളൂ. ആ ചോദ്യത്തിന് ശേഷമാണ് മെഷർ ചെയ്യുന്നത്. ആ മെഷർ ചെയ്യുമ്പോഴാണ് ബിഗിനിങ് ആരംഭിക്കുന്നത്. അറിയുന്ന ഏത് മനുഷ്യൻ്റെ പ്രശ്നമല്ലത്. പ്രപഞ്ചത്തിനകത്ത് അറിയുക എന്ന് പറയുന്ന പ്രക്രിയയ്ക്കകത്ത് സ്വാഭാവികമായി ഉണ്ടാകുന്നതാണ്. കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോഴാണ് എയിൽ നിന്ന് ബിയിലേക്ക് എന്ന് പറയുന്ന പറച്ചിൽ വരുന്നത്. അപ്പോൾ മാത്രമേ ബിഗിനിങ്ങിൻ്റെ എന്ന് പറഞ്ഞാൽ അറിയുന്ന ഇടങ്ങളിൽ മാത്രമേ തുടക്കങ്ങൾ ആവശ്യമായിട്ടുള്ളൂ. അല്ല, എയിൽ നിന്നുള്ള ബി എന്നുള്ള മൂവ്മെന്റ് ഓൾറെഡി ഉണ്ട്, അത് നാം അറിയുന്നു. അല്ലാതെ അത് അറിഞ്ഞതുകൊണ്ടല്ല. അല്ലാതെ നിങ്ങൾ അറിയാത്തപ്പോൾ അത് ഉണ്ട് എന്ന് നിങ്ങൾക്ക് ആർഗ്യൂ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് ഒരു തെളിവുമില്ല. ഐ മീൻ ദിസ് ഈസ് വയലേറ്റിംഗ് കോമൺ സെൻസ് ഫസ്റ്റ് ഓഫ് ഓൾ. അല്ല, കോമൺ സെൻസ് ആണ് ഞാൻ വയലേറ്റ് ചെയ്യുന്നത്. അതിനെന്തത്ര സംശയം? നിങ്ങൾക്കുള്ളത് കോമൺ സെൻസ് ആണ്, അതുകൊണ്ടാണ് ഞാനത് വയലേറ്റ് ചെയ്യുന്നത്. കോമൺ സെൻസ് ആയിട്ട് പ്രപഞ്ചം ഇരിക്കത്തില്ല. പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന ഒന്നല്ല. പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന ഒന്നല്ല. അതുകൊണ്ടാണ് അത് അറിയുന്ന സമയം തൊട്ടാണ് തുടക്കങ്ങളുള്ളത്. അല്ല, താങ്കൾ പറഞ്ഞ എ ടു ബി എന്ന്, ഇപ്പം ഫോർ എക്സാമ്പിൾ ലെറ്റ്സ് സേ ഇന്നലെ ഒരാൾ രാവിലെ ചായ കുടിച്ചെന്ന് ചായ കുടിച്ചില്ല, അതിപ്പം ഞാൻ അറിഞ്ഞിട്ടില്ല, അതിൻ്റെ അടുത്ത് അദ്ദേഹം ചായ കുടിച്ചില്ലെന്നാണ്. അത് അയാളുമായിട്ട് താൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ദിവസം മാത്രമേ അർത്ഥമുള്ളൂ. പക്ഷേ രണ്ടുപേര് തമ്മിലുള്ള കമ്മ്യൂണിക്കേഷന് മാത്രമാണ് തുടക്കങ്ങളുള്ളത്. പക്ഷേ ആ സംഭവം നടന്നിട്ടില്ല. കാരണം മറ്റേയാളും ഇല്ല.
മറ്റേയാളും ഇല്ല. നിങ്ങൾ അറിയുന്ന സമയത്ത് മാത്രമാണ് മറ്റേയാളുള്ളത്. ഇല്ല, ഇതൊരു മൈൻഡ് സെൻട്രിക്, അത് താങ്കളുടെ വ്യൂ. മൈൻഡ് സെൻട്രിക് അല്ല, താങ്കൾ ജീവ അനുഭവം എന്ന് പറഞ്ഞാൽ ഒരു അനുഭവം ഉള്ളതിനകത്ത് മാത്രമേ ഈ രണ്ട് ദ്വന്ദ്വം വരുള്ളൂ. അറിയുന്ന വശവും അറിയപ്പെടുന്ന വശവും എന്ന് പറഞ്ഞാൽ ദ്വന്ദ്വം ആരംഭിക്കുന്നിടത്താണ് ജീവൻ എന്ന് പറയുന്നത്. ജീവ അനുഭവത്തിന് മുമ്പ് എന്ന് പറയുന്നത് ജീവൻ്റെ അനുഭവത്തിനെ അത് വിശകലനം ചെയ്യുമ്പോൾ അറൈവ് ചെയ്യുന്ന ഉത്തരങ്ങളാണ്, അല്ലാതെ സാധ്യമല്ല. ഉദാഹരണത്തിന് ഒരു കാലഘട്ടത്തിൽ മനുഷ്യർ വിചാരിച്ചുകൊണ്ടിരുന്നത് ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യൻ പോകുന്നത്, അല്ലേ? പക്ഷെ അതിന് ശേഷമാണ് വി അണ്ടർസ്റ്റുഡ് ദി അതർ വേ. അപ്പോൾ അതിൻ്റെ അടുത്ത് അതിനു മുമ്പ് അങ്ങനെ എന്നുള്ള ചോദ്യം അതാണ് ഞാൻ പറഞ്ഞത്. അതിന് മുമ്പ് രണ്ടുപേര് തമ്മിൽ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തൊട്ടാണ് നമ്മൾ പുറകോട്ട് പോയി പരിശോധിച്ചിട്ട് നമ്മൾ കൺക്ലൂഷൻസിലെത്തുന്നത്. ക്വസ്റ്റ്യൻ കംപ്ലീറ്റ് ചെയ്തില്ല. ഞാൻ പറഞ്ഞത് ഇതൊരു ബേസിക്കലി എപ്പിസ്റ്റമോളജി ഓണ്ടോളജി ഡിഫറൻസ് ആണ്. താങ്കൾ പറയുന്നത് താങ്കൾ നാം നല്ല ഒരു അറിവുണ്ടാകുമ്പോഴാണ് അത് ഉണ്ടാകുന്നത്. ഇപ്പോൾ നമ്മളൊരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത് ഭൂമിക്ക് ചുറ്റുമാണ് സൂര്യൻ പോകുന്നതെന്നാണ് ഫോർ എ ലോങ് ടൈം ആൾക്കാർ വിചാരിച്ചുകൊണ്ടിരുന്നത്. അതിനുശേഷമാണ് ഈ ഒരു അറിവുണ്ടായത്. അപ്പം അതിൻ്റെ അർത്ഥം അതിനു മുമ്പ് സൂര്യൻ ഭൂമിക്ക് ചുറ്റും പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നാണോ? അത് ഇയാൾക്ക് അറിയാൻ കഴിയില്ല. അറിയാൻ കഴിയുമല്ലോ, നമുക്കിപ്പോൾ അറിയാം. അറിയുന്ന സമയത്താണ് നമ്മളത് വർക്കൗട്ട്. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ചോദിച്ച ചോദ്യം വളരെ ഡയറക്റ്റ്. പ്രപഞ്ചം ഉള്ളതാണ് എന്ന് ഞാൻ പറയുമ്പോൾ പ്രപഞ്ചത്തിനെ ഇല്ലാതിരുന്നിട്ട് ഉണ്ടായി എന്ന് ചിന്തിച്ചിരുന്ന മനുഷ്യരുടെ ചോദ്യോത്തരങ്ങളുണ്ട്. അങ്ങനൊന്നും ചോദ്യോത്തരങ്ങളുമായിട്ട് ഇതിന് ബന്ധമില്ല. പ്രപഞ്ചം ഉള്ളതാണെന്ന് അറിയുന്ന സമയത്ത് ആ പ്രപഞ്ചത്തിനെ അറിയാൻ പ്രപഞ്ചം ഉള്ളതാണെന്ന് നമുക്ക് അറിയേണ്ട കാര്യമില്ല. അത് ഇറ്റ്സ് എ നോൺ ഫാക്ട്. അതിനെ ഇല്ലാതിരുന്നിട്ടുണ്ടായതായിട്ടാണ്. അതുകൊണ്ടാണ് തുടക്കം പറയുന്നത് പ്രപഞ്ചം ഇപ്പോൾ ഉള്ളതാണെന്നുള്ള കാര്യം ഒരു പ്രോപ്പർലി ഇപ്പോൾ ഉള്ളതാണെന്നുള്ളതല്ല, പ്രോപ്പർലി പ്രപഞ്ചം ഉള്ളതാണ്. അത് അതിനകത്ത് ടൈമും സ്പേസും ഇല്ല. അപ്പം പ്രപഞ്ചത്തിന് ആരംഭമില്ല. അപ്പം പിന്നെ ബിഗ് ബാങ് പറയുന്നത് അത് തന്നെ. ബിഗ് ബാങ് എന്ന് പറയുന്നത് നമ്മൾ പുറകോട്ട് രണ്ടെണ്ണത്തിനെ തമ്മിൽ ചേർത്ത് പുറകോട്ട് ആലോചിച്ച് എത്തുമ്പോൾ രണ്ട് ചേരുന്ന സമയം വരെ നമ്മുടെ മെഷർമെന്റ് സാധ്യമാണ്. അങ്ങനെ അപ്പോൾ ആ മെഷർമെന്റിന്റെ അവസാനമായതുകൊണ്ടാണ് അത് പ്ലാങ്ക് ടൈം എന്ന് പറയുന്ന സാധനം. അതാണ് പ്ലാങ്ക് ഇപ്പോക്കുന്നത്. അതുകൊണ്ടാണ് അതിന് പറയുന്നത്. അത് അവിടെ വെച്ചിട്ട് അതുവരെ അറിയാവുന്ന നമ്മുടെ മെഷർമെന്റ്സ് അവിടെ അവസാനിക്കുന്നതുകൊണ്ടാണ് അതിന് തുടക്കം എന്ന് പറയുന്നത്. അല്ലാതെ അത് തുടങ്ങിയിട്ടുള്ളതല്ല. അങ്ങനെയാണെങ്കിൽ അതങ്ങ് അനന്തതയോടെ പിന്നോട്ട് പോകും. അത് അനന്തതയിലോട്ട് പോകും. അതിനുള്ള മെഷർമെന്റ് സാധ്യമല്ല. അപ്പൊ ഞാൻ ചോദിക്കട്ടെ, പാസ്റ്റിൽ ഒരു അനന്തത പോസിബിൾ ആണോ? അത് ഞാൻ പറഞ്ഞില്ലേ, അനന്തത എന്ന് പറയുന്നത് നമുക്ക് മെഷർമെന്റ് സാധ്യമല്ലാത്തതുകൊണ്ട് പറയുന്നത്. അത് പോസിബിൾ ആണോ? എന്ത് ആണോ? ഒരിക്കലും അത് പുറകോട്ട് പോയി നമുക്ക് അറിയാൻ പറ്റത്തില്ല. പ്രപഞ്ചം അറിഞ്ഞു തീരുന്ന ഒന്നല്ല. ഓക്കെ, അംഗീകരിച്ചു. പക്ഷേ അങ്ങനെ പോസിബിൾ ആണോ? അനന്തത എന്ന് പറയുന്നത് പോസിബിൾ ആണോ? അനന്തത എന്ന് പറഞ്ഞാൽ 1, 2, 3 എന്ന് പറയുന്നത് 100 വോൾട്ട് അങ്ങോട്ട് പോകുന്ന ഒരു അനന്തതയും 1, 2 എന്ന് പറയുന്നതിന് നടുവിലെ മൈക്രോ ലെവലിലും മാക്രോ ലെവലിലും അനന്തമാകും. ഉണ്ട്. ഞാൻ പറയുന്നത് ഈ 1, 2 ഇടയ്ക്കുള്ള അനന്തതയല്ല, പുറകോട്ട്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. -1, -2 എന്ന് ഇയാൾ പറഞ്ഞാലും അനന്തമാകും. അത് ഏത് യഥാർത്ഥത്തിൽ പ്രപഞ്ചം പുറകോട്ട് അനന്തമാണെങ്കിൽ ഞാൻ പറഞ്ഞ അനന്തത എന്ന് നമ്മൾ പറയുന്നത് നമ്മളൊരു ബിഗിനിങ് സങ്കല്പിച്ചിട്ട് 1, 2, 3 എന്ന് എണ്ണുന്നത് കൊണ്ട് മൈനസോട്ടും പ്ലസ്സിനും നമുക്ക് എണ്ണാൻ പറ്റും. ആ എണ്ണുമ്പോൾ അനന്തമായി മാറും. അത് എണ്ണുമ്പോൾ അനന്തതല്ല. ഞാൻ ചോദിച്ചത് ആക്ച്വലി അനന്തമായിരിക്കാൻ സാധ്യമാണോ? അനന്തമാണോ എന്നല്ല. അനന്തതയിലെ ഉണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ മെഷർ ചെയ്യുന്നത് കൊണ്ടാണ് അത് അനന്തമാകുന്നത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു അളവ് സാധ്യമല്ല. അനന്തത അളക്കാനൊക്കത്തില്ല. പക്ഷേ അതുകൊണ്ടാണ് അനന്തത സാധ്യമാണോ ഇല്ലെന്നുള്ളത് നമ്മുടെ അളവുള്ളിടത്തോളം കാലം സാധ്യമാണ്. അങ്ങനെയാണ്. നിങ്ങൾ 1, 2, 3 എന്ന് എണ്ണിയാൽ അനന്തം ഉണ്ടാക്കാൻ പറ്റും. അത് -1 എന്ന് -2 എന്ന് അനന്തം ഉണ്ടാക്കാൻ പറ്റും. പ്രപഞ്ചം പുറകോട്ട് അനന്തമായിരിക്കാൻ സാധ്യമാണ്. പുറകോട്ടും അനന്തമാണ്, മുമ്പോട്ടും അനന്തമാണ്, എങ്ങോട്ട് വേണേലും അനന്തമാണ്. അത് അളക്കാൻ തുടങ്ങുമ്പോൾ അത് പരിമിതപ്പെടുത്തിയാണ് നമ്മൾ ലോകത്തിനെ മനസ്സിലാക്കുന്നത്. നമ്മുടെ അറിവിന് അതിര് വരും. അപ്പം താങ്കൾ പറയുന്നത് ആക്ച്വലി ഇൻഫിനിറ്റി പോസിബിൾ ആണെന്ന്. അതിന് ഇൻഫിനിറ്റി പോസിബിൾ ആണെന്നുള്ളതല്ല, ഫൈനൈറ്റ് ആണ് പോസിബിൾ ആകുന്നത്. ഇൻഫിനിറ്റി പോസിബിൾ ആണെന്നുള്ള ചോദ്യം നമുക്കില്ല, സാധ്യമല്ല. കാരണം അറിവിന് അതിര് വരും, മെഷർമെന്റിന് അതിര് വരും. അറിവിനാണ് അതിര് വരുന്നത്. മെഷർമെന്റിന് അതിര് വരും. അത് അങ്ങനെ തന്നെയാണ്. ഞാൻ ചോദിച്ചത് ബാക്കി പിന്നെ ഇയാൾക്ക് അഭ്യൂഹങ്ങൾ വെക്കാനേ പറ്റുള്ളൂ.
വെറുതെ ഇഷ്ടം പോലെ വെക്കാൻ പറ്റും, ഒരു പ്രശ്നവുമില്ല. അല്ല, താങ്കൾ പറയുന്ന വ്യൂ അനുസരിച്ച് പ്രപഞ്ചം ഉള്ളതാണെന്ന് പറയുമ്പോൾ പ്രപഞ്ചം അനന്തമാണ്. പ്രപഞ്ചം ഞാൻ പറഞ്ഞാൽ അനന്തമാണെന്നുള്ളത് നമ്മൾ മെഷർ ചെയ്ത് അല്ലല്ല, മെഷർ ചെയ്യാതെ ഇയാൾക്ക് അനന്തമാണെന്ന് അനന്തമല്ലെന്ന് പറയാൻ ഞാൻ പറ്റില്ല. വീണ്ടും പറയുകയാണ്, താങ്കൾ പറയുന്നതല്ലേ എപ്പിസ്റ്റമോളജിക്കൽ ആണ്, ഞാൻ ഓണ്ടോളജിക്കൽ ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. ഞാൻ ഉണ്ടോ ഇല്ല, ഇപ്പം ഇതിൽ താങ്കൾ ഓണ്ടോളജിക്കൽ ആയാലും എപ്പിസ്റ്റമോളജിക്കൽ ആയിട്ട് ഇയാൾ പറഞ്ഞാൽ ഇയാൾ അത് രണ്ട് മനുഷ്യന്റെ അറിവിന്റെ രണ്ട് ഫോർമാറ്റാണത്. അതിനകത്ത് പ്രപഞ്ചം ഉള്ളതാണ്, അത് അറിഞ്ഞു തീരുന്ന ഒന്നല്ല. അത് ഞാൻ അംഗീകരിക്കുന്നു. ഇത് ഇയാൾ അംഗീകരിച്ചാൽ പിന്നെ എനിക്ക് ചർച്ചയില്ലല്ലോ. പിന്നെ തന്നെ നമ്മൾ രണ്ടുപേരുടെ ചർച്ച ചെയ്യുന്നത് അല്ലല്ല, അതല്ല ഞാൻ പിന്നെ ഇയാളുടെ ഉദ്ദേശങ്ങളാണ്, ഇയാളുടെ ആവശ്യങ്ങളുണ്ട്. ഇവിടെ ഒരു ദൈവം ഉണ്ടാക്കിയതാണിത്, ഈ മനുഷ്യർക്കൊക്കെ ഇതൊക്കെ കൊടുത്തിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞ് ലോകങ്ങളാണ്. പിന്നെ സൈക്കോ അനാലിസിസ് ആണ്. അതായത് താങ്കൾ പറഞ്ഞ അറിവുകളെല്ലാം ഫിസിക്സിന്റെ എല്ലാം മുകളിൽ നിൽക്കുന്ന അറിവുകൾ ഞങ്ങൾ ഈ പറയുന്ന സ്റ്റാൻഡേർഡ് വ്യൂസ് ആണ്. സ്റ്റാൻഡേർഡ് വ്യൂസിനെ കളിയാക്കുന്ന മെന്റാലിറ്റി ഇതുവരെ അറിഞ്ഞ് ചെന്ന് നിന്ന് ഞാൻ ചോദിക്കുന്നത് അതിരുകളിൽ ചെന്ന് മുട്ടി നിൽക്കുമ്പോൾ ആ അതിരുകളെ വെച്ച് നമ്മൾ സംസാരിക്കുന്നതിന് പകരം പ്രപഞ്ചം ഉള്ളതാണ് എന്ന് മനസ്സിലാക്കുമ്പോൾ അത് ഉണ്ടാക്കുന്ന ഒന്നിനെ പറ്റി ആലോചിച്ച് സമയം കളയേണ്ട കാര്യമില്ല. അത് ചെയ്തുകൊണ്ടിരിക്കുന്നതിനെ പറ്റി ചിന്തിക്കേണ്ട കാര്യമില്ല. പ്രപഞ്ചം നിരന്തരം മാറുന്ന പ്രപഞ്ചമാണ്. രണ്ട് ഉത്തരമാണത്. പ്രപഞ്ചം ഉള്ളതാണ്, നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ ആരറിയാൻ ശ്രമിച്ചാലും അവർക്ക് തുടക്കങ്ങൾ ആവശ്യമാണ്. അവർക്ക് തുടക്കങ്ങൾ ആവശ്യമാകുമ്പോൾ അവരുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട തുടക്കങ്ങളും അതിൻ്റെ അറിവുകളും അതിന് പരിമിതികളുണ്ടാകും. ആ പരിമിതികൾക്ക് പുറത്ത് എന്നും അനന്തമായ പലതരത്തിലെ സങ്കല്പങ്ങളും അഭ്യൂഹങ്ങളും മനുഷ്യർക്ക് വയ്ക്കാം. അല്ല, അവിടെ എല്ലാം വരുന്ന ഒരു തെറ്റായ പ്രിസംഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞ തെറ്റായ പ്രിസംഷനെ തനിക്ക് ഉപയോഗിക്കാനായിട്ട് ആവശ്യമുണ്ടെങ്കിൽ എനിക്ക് ആവശ്യമില്ല. എപ്പിസ്റ്റമോളജി ഓണ്ടോളജിയും തമ്മിൽ താങ്കൾ കൺഫ്യൂസ് ചെയ്യുകയാണ്. അതാണ് എൻ്റെ കൺഫ്യൂഷനെ പറ്റിയല്ല, എനിക്ക് ഈ വിഷയത്തിനെ പറ്റി ലോകത്തിനെ പറ്റി ഞാൻ മനസ്സിലാക്കിയ കാര്യമായി പറയുന്നത്. അത് തനിക്ക് സ്വീകരിക്കാതിരിക്കാനുള്ള അവകാശമുണ്ട്. അതല്ലാതെ അത് എനിക്ക് ആവശ്യമില്ലെന്ന് ഞാൻ പറഞ്ഞോളൂ. അല്ല, ഞാൻ പറഞ്ഞത് താങ്കളെ ഒഫൻഡ് ചെയ്യാൻ വേണ്ടിയല്ല. അല്ല, ഞാൻ ഒഫൻസ് ഒന്നും എടുക്കുന്നില്ല. കാരണം ഞാൻ ഇയാളുടെ ആർഗ്യുമെന്റ്, എനിക്ക് തൻ്റെ അടുത്ത് ആർഗ്യുമെന്റ് ഇല്ല. എനിക്ക് ആർഗ്യുമെന്റ് ഇല്ല. എന്റെ സമയത്തോളം എന്റെ മനസ്സിലാക്കലാണ് ഞാൻ ഈ പറയുന്നത്. മനസ്സിലാക്കുമ്പം തനിക്ക് വേണമെങ്കിൽ അത് എടുക്കാതിരിക്കുക, അത് ഇയാളുടെ മാത്രം പ്രശ്നമാണ്. ഫെയർ. പക്ഷെ ഞാൻ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് ഒരു അനന്തത ഉണ്ടോ എന്നുള്ള ചോദ്യത്തിനാണ് നമ്മൾ ഇത്രയും വന്നത്. ഇവിടെ എല്ലാം താങ്കൾ പറയുന്നത് മെഷർമെന്റ് തീരും. അതുകൊണ്ട് നമുക്ക് അത് ഞാൻ ആദ്യം തന്നെ അംഗീകരിച്ചല്ലോ, മെഷർമെന്റ് അല്ല ക്വസ്റ്റ്യൻ. ഞാൻ പറഞ്ഞു കേട്ടു. കാരണം താങ്കൾ ഇപ്പം പിന്നെ തുടർന്നിട്ട് പിന്നെ അതേ കാര്യം പറയും. ഞാനിപ്പം താങ്കൾ തവണ പറഞ്ഞത് ഈ പ്രപഞ്ചത്തിന് പാസ്റ്റ് ഇൻഫിനിറ്റ് ആണോ എന്നുള്ള കാര്യം ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ പാസ്റ്റ് ഇൻഫിനിറ്റ് ആണോ എന്ന ക്വസ്റ്റ്യൻ ചോദിക്കുമ്പോഴത്തേന് നമ്മുടെ അപ്പാരറ്റസ് ലിമിറ്റഡ് ആണെന്ന് പറയുന്നത് ഒരു എപ്പിസ്റ്റമോളജിക്കൽ പ്രോബ്ലമാണ്. നമുക്കറിയാൻ കഴിയുമെന്ന്. ഞാൻ ചോദിച്ചത് താങ്കൾ പറയുന്ന അനുസരിച്ച് പ്രപഞ്ചം അനന്തമാണ്, പക്ഷേ അനന്തത എന്ന് പറയുന്നത് ആക്ച്വൽ ഇൻഫിനിറ്റി എന്ന് പറയുന്നത് പോസിബിൾ അല്ല. അതേ പറഞ്ഞില്ല, അത് തൻ്റെ മാത്രം പ്രശ്നമാണ്, എൻ്റെ പ്രശ്നമല്ല. എനിക്ക് അല്ല, ഇവിടുന്ന് ഒരു 10-100 പേരെ ഇനി ഈ ഭൂമിയിലുള്ള 800 കോടി ജനത്തിനെ വിളിച്ചിരുത്തിയാലും അതുപോലെ തന്നെ അസംബന്ധമായിട്ട് നിൽക്കത്തേ ഉള്ളത്. അല്ലാതെ ഇല്ല. അത് ഒരു എന്ന് പറഞ്ഞാൽ അത്രയേ ഉള്ളൂ. അല്ലെ, കുറേ മനുഷ്യർ കൂടുന്നത് വഴി അറിവൊന്നും ഉണ്ടാകത്തില്ല. E=mc² എന്ന് പറഞ്ഞാൽ ആളുകളുടെ എണ്ണം കൊണ്ടുണ്ടാകുന്നതല്ല, ലോകത്തിനെ പറ്റിയുള്ള ഒരു മനസ്സിലാക്കലാണത്. ഈ മനസ്സിലാക്കൽ അതുവരെയുള്ള മനുഷ്യരുടെ പല പ്രശ്നങ്ങളെയും പരിഹരിക്കുന്നുണ്ടാകും. അതുകൊണ്ടാണ് അത് എടുക്കുന്നത്. അതേപോലെ മനസ്സിലാക്കേണ്ടതാണ്, പ്രപഞ്ചം ഉള്ളതാണ്. ഉള്ള പ്രപഞ്ചം നിരന്തരം മാറുന്നതാണ്. നിരന്തരം മാറുന്ന പ്രപഞ്ചത്തിനെ അറിയാൻ ആര് ശ്രമിച്ചാലും അവർക്ക് തുടക്കങ്ങളും അവസാനങ്ങളും ആവശ്യമാണ്. ഈ തുടക്കങ്ങളും അവസാനങ്ങളും ആവശ്യമായത് കാരണം കൊണ്ടാണ് അറിവിന് പരിമിതികൾ വരും. അപ്പോൾ അറിവിന് പരിമിതിയുടെ അപ്പുറത്ത് എന്നുള്ളത് എന്നും അഭ്യൂഹങ്ങൾ നിൽക്കും. അറിവിന്റെ പരിമിതി എന്നല്ല ഞാൻ ചോദിച്ചത്. ഇപ്പം വീണ്ടും താങ്കൾ അതേ കാര്യം പറയുന്നു. നോക്കുകയാണെങ്കിൽ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞാൽ അത് ക്ലിയർ ആയിരിക്കും. ഇപ്പം നാം പുറകോട്ട് ഒരു റീലേ ആയിട്ട് സങ്കല്പിക്കുക, ഒരു റീലേ ഓട്ടം. ഞാൻ താങ്കൾക്കൊരു ബേറ്റിന് കൈമാറുന്നു, താങ്കൾ മൈത്രേന് അത് കൈമാറുന്നു, അങ്ങനെ കൈമാറി പുറകോട്ട് ഓടിക്കൊണ്ടിരിക്കുക. ഇങ്ങനെ പുറകോട്ട് ബേറ്റിന് ഓടിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് തിരിച്ചെൻ്റെ കയ്യിൽ ബേറ്റൺ വേണമെങ്കിൽ അത് അവിടെ നിന്ന് ഇങ്ങോട്ട് പാസ് ചെയ്ത് ഇവിടെ കയ്യിലെത്തും, ഒരിക്കലും എത്തത്തില്ല. കാരണം പുറകോട്ട് പോയാൽ അത് അനന്തമാണ്. പ്രപഞ്ചം അനന്തമാണെന്ന് പറഞ്ഞ പോലെ പുറകോട്ട് പോയാൽ അനന്തമാണ്. ഇതെനിക്ക് അറിയാൻ കഴിയുമോ ഇല്ലയോ എന്നുള്ള ചോദ്യം പോലും അല്ല. അതുകൊണ്ട് ഒരു 3 റൗണ്ടിൽ അദ്ദേഹം വീണ്ടും ഒരേ കാര്യം ആവർത്തിക്കുമ്പം അതല്ല. സോ ആ ബേറ്റൺ എൻ്റെ കയ്യിൽ എത്തില്ല. അതിൻ്റെ അർത്ഥം എന്താ? പ്രസൻറ്റ് എന്നൊരു മൂമെൻറ്റ് പാസ്റ്റ് ഇൻഫിനിറ്റ് ആണെങ്കിൽ പോസിബിൾ അല്ല. ഇത് ഞാൻ പറയുന്നതല്ല,
ആക്ച്വൽ ഇൻഫിനിറ്റി പോസിബിൾ അല്ല എന്ന് മാത്തമാറ്റീഷ്യൻസും ഫിലോസഫേഴ്സും ഹിൽബർട്ട്സ് ഹോട്ടൽ പോലുള്ള അല്ലെങ്കിൽ അലക്സാണ്ടർ പ്രൂസിൻ്റെ ഗ്രിംസ് റീപ്പർ പാരഡോക്സ് ഒക്കെയും കാണിക്കുന്ന ഒരു ഇൻഫറൻസ് ആണ്. അപ്പം ഇവിടെ ബേസിക്കലി ഒരു ഇങ്ങനത്തെ ഇൻഫറൻസുകളോ അല്ലെങ്കിൽ ഈ കാര്യങ്ങൾ പഠിച്ച് മനസ്സിലാക്കി പറയുന്ന കാര്യങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറയുന്ന ഒരാളുമായിട്ട് എനിക്ക് ആ ഒരു തർക്കിക്കാൻ വേണ്ടിയല്ല തർക്കിക്കാൻ വേണ്ടിയല്ല, തർക്കമില്ല, എനിക്കും തർക്കമില്ല. ഞാൻ ആക്ച്വലി ആ പോയിന്റ് അവിടെ വിടുക. പക്ഷേ പ്രസൻറ്റ് എന്നുള്ള മൊമെന്റ് തന്നെ കാണിക്കുന്നത് സയൻസ് മാറ്റി വെച്ചാൽ പോലും ഫിലോസഫിക്കലി മാത്തമാറ്റിക്കലി യു ക്യാൻ ഷോ ദാറ്റ് പുറകോട്ട് പോയാൽ ഇൻഫിനിറ്റ് അല്ല, ഒരു ആരംഭമുണ്ട് എന്ന ആ ഒരു ആരംഭമുണ്ട് എന്ന് ഇപ്പം ഇതായത് നമ്മളോട് ചോദിക്കുന്നുണ്ട് എന്താണ് ഉദ്ദേശം. തിരിച്ച് എനിക്ക് ചോദിക്കാൻ കഴിയും, മോഡേൺ കോസ്മോളജി പറയുന്ന മോഡേൺ സയൻസ് പറയുന്ന അതിനെല്ലാം മുകളിൽ ഒരു അറിവുണ്ടെന്ന് താങ്കൾ അവകാശപ്പെടുമ്പോൾ അല്ല ഞാൻ പറഞ്ഞു താങ്കൾ എന്നെ പലതവണ ഇന്റർപ്രറ്റ് ചെയ്തു. ഞാനത് മൊത്തം കേട്ട് കഴിഞ്ഞിട്ടാണ് താങ്കൾ പറഞ്ഞ ഉത്തരങ്ങളെല്ലാം ഞാൻ കേട്ടിട്ട്, പക്ഷേ താങ്കൾ പറഞ്ഞ ഉത്തരവായിട്ട് ഒരു ബന്ധമില്ല. ഞാൻ വാട്ട് ഈസ് ABC എന്ന് ചോദിക്കുമ്പോഴത്തേന് താങ്കൾ പറയുന്നത് XYZ ആണ്. കാരണം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കല്ല താങ്കൾ ഉത്തരം നൽകിയത്. ഞാൻ പക്ഷേ കംപ്ലീറ്റ് ചെയ്യട്ടെ. ബേസിക്കലി ഞാൻ മനസ്സിലാക്കുന്നത് താങ്കൾക്ക് ചില ഉദ്ദേശങ്ങളുണ്ട്. ആ ഉദ്ദേശങ്ങൾ എത്തിക്കാൻ വേണ്ടി എനിക്ക് ദൈവം ആവശ്യമില്ല എന്ന് പറഞ്ഞത് പണ്ട് ലാപ്ലായും പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഞാൻ ഇവിടെ ദൈവം ഉണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യമല്ല, സയൻറ്റിഫിക് എവിഡൻസും വെരി ക്ലിയർലി ബോർഡ് ഗൂത്ത് വിലങ്കൻ തിയറം പോലുള്ള BGB തിയറം പോലുള്ള കോസ്മോളജിക്കൽ തിയറംസ് ക്ലിയർലി ഷോ ദാറ്റ് ദ യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ്. യൂണിവേഴ്സ് ഹാഡ് എ ബിഗിനിങ് ഉണ്ട് തീസ്റ്റിക് ഇംപ്ലിക്കേഷൻ. അതായത് അങ്ങനെ ബിഗിനിങ് ഉണ്ടെങ്കിൽ ദൈവത്തിലേക്ക് അത് വിരൽ ചൂണ്ടുന്നു എന്ന യാഥാർത്ഥ്യത്തെ നിഷേധിക്കാൻ ദൈവം ഭാവമാണോ അല്ലയോ അതല്ല നമ്മളൊരു വിഷയമല്ല ഇവിടെ. പക്ഷേ അങ്ങനല്ല. ബിഗിനിങ് 20th സെഞ്ചുറി ഇല്ല, ഞാൻ പറയട്ടെ അല്ല ഞാൻ പറയട്ടെ 20th സെഞ്ചുറിയിലാണ് സയൻസ് അവിടേക്ക് എത്തിയത്. അതിനു മുമ്പും ദൈവം ഉണ്ടായിരുന്നു, അതിന് പിന്നും ദൈവം. പക്ഷെ താങ്കൾക്ക് സയൻസ് പറഞ്ഞിട്ട് പഴഞ്ഞൻ വിശ്വാസങ്ങൾ പ്രതിഷ്ഠിക്കുന്നതിന് ശ്രമിക്കുമ്പോൾ ഞാനത് എടുക്കത്തില്ലെന്നേ മാത്രമേ ആവശ്യമില്ല. ഞാൻ ഈ ക്വസ്റ്റ്യന് ഒരു ചോദ്യം കൂടെ ചോദിക്കാം. എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, ഈ പഴഞ്ചൻ വിശ്വാസങ്ങൾ വെച്ച് അല്ലെങ്കിൽ സയൻസ് വെച്ചുകൊണ്ട് നമ്മൾ ദൈവത്തെ പഴഞ്ചൻ വിശ്വാസത്തെ സ്ഥാപിക്കാൻ നോക്കുകയാണെന്ന് പറഞ്ഞു. എൻ്റെ ചോദ്യം ഇതാണ്, ഈ നമ്മളൊരു മിഡീവിയൽ സയൻസ് മോഡേൺ സയൻസ് എടുത്തു കഴിഞ്ഞാൽ, സയൻറ്റിസ്റ്റുമാരുടെ എണ്ണം എടുത്തു കഴിഞ്ഞാൽ ഈ ശാസ്ത്രജ്ഞന്മാർ മുഴുവൻ ദൈവവിശ്വാസികളായിരുന്നു. കെപ്ലർ ആയിരിക്കും, ഗലീലി എടുക്കും, ആരാണെങ്കിലും എടുക്കാം, ഐസക് ന്യൂട്ടൺ എടുക്കാം. ഞാൻ ചോദിക്കുന്നത് അല്ല ചോദ്യം കംപ്ലീറ്റ് ആയില്ല. ചോദ്യം കംപ്ലീറ്റ് ആയില്ല. എൻ്റെ ചോദ്യം കംപ്ലീറ്റ് ആവും. എത്ര അങ്ങനെയുള്ള ശാസ്ത്രജ്ഞന്മാർക്ക് എന്തിനു വേണ്ടിയിട്ടാണ് അവർ വിശുദ്ധ ഗ്രന്ഥത്തെ ആ ഒരു ഫൗണ്ടേഷന്റെ പുറത്ത് നിന്ന് സംസാരിച്ചത്? മനസ്സിലായി കഴിഞ്ഞ് അത് വിശദീകരിക്കണ്ട. ഇന്നിപ്പോൾ കേരളത്തിൽ ജനിക്കണമെങ്കിൽ ഏതെങ്കിലും വീട്ടിൽ ജനിക്കണ്ടേ ഒരു മനുഷ്യൻ? നിർബന്ധമില്ല. അല്ലാതെ റോഡിലും ജനിക്കാമല്ലോ. റോഡിലും ജനിക്കാമല്ലോ. എവിടെ റോഡിൽ വേണമെങ്കിലും ജനിക്കാമല്ലോ. ജനനം എവിടെ വേണമെങ്കിലും ആപ്ലിക്കബിൾ ആണ്. അല്ല ആ പറയുന്ന അർത്ഥത്തിലേ അല്ല. ഒരാൾ ജനിക്കുന്നത് ഞാൻ ഒരു അമ്മയുടെ ഉദരത്തിൽ നിന്നോ അല്ലെന്നുണ്ടെങ്കിൽ രണ്ടുപേര് ചേർന്നിട്ട് ഉണ്ടാക്കുന്ന ഒരു കുഞ്ഞിനേലേ ഉണ്ടാകുള്ളൂ. ആ ഉണ്ടാകുന്ന ആൾക്കാർ ഏതെങ്കിലും മതത്തിലോ ജാതിയിലോ പെടുന്നവരായിരിക്കും. ഏതെങ്കിലും ഒരു വീട്ടിലായിരിക്കും. ആ വീട്ടിനകത്തുണ്ടാകുന്ന കാരണം കൊണ്ട് അവരെല്ലാവരും ആ വീട്ടിനകത്തെ വിശ്വാസങ്ങളിലേ വളരുകയുള്ളൂ. അതുകൊണ്ട് പണ്ട് കാലത്തുള്ളവരെല്ലാവരും വിശ്വാസികളാണെന്ന് പറയേണ്ട ഒരു ആവശ്യവും നമുക്കില്ല. അങ്ങനെ തന്നെ ആയിരിക്കും. ഓക്കെ, അവർക്ക് ലോകത്തിനെ അതുവരെയുള്ള ഉത്തരങ്ങൾ പറയുന്നത് വഴി പരിഹരിക്കാതിരുന്നുകൊണ്ടാണ് ഈ പള്ളിയിലിരുന്ന അച്ഛന്മാർ തന്നെ ഇത് മുഴുവൻ നോക്കാൻ ബാധ്യത വന്നത്. കാരണം അവർക്ക് അതുവരെ ഉണ്ടായിരുന്ന ബൈബിളോ ഖുറാനോ അല്ലെങ്കിൽ ഭഗവത്ഗീതയോ എന്ത് കുന്തമാണോ ആ ഉത്തരങ്ങൾ പോരാ വന്നതുകൊണ്ടാണ് അവരെല്ലാം ശാസ്ത്രജ്ഞരായത്. അല്ലാതെ അവർക്ക് ആവശ്യമില്ല. അല്ലെങ്കിൽ അവർക്ക് ബൈബിളും ഖുറാനും ഇതുപോലുള്ള വേദഗ്രന്ഥങ്ങളെല്ലാം ഉണ്ടായിരുന്നവരല്ലേ. അവരെന്തിനാണ് ശാസ്ത്രം കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പോയത്? അവർക്ക് ആ ഉത്തരം പോരാ. ഓക്കെ, എന്താ പറയാനുള്ളത് മറുപടി? അങ്ങനെയാണോ? അല്ല, അങ്ങനെ അല്ല എന്ന് പറയാനായിട്ട് ഇനി എങ്ങനെ പറ്റും? അല്ല, ഞാൻ ആശാനടുത്താ ചോദിച്ചത്. മൈത്രൻ പറയുന്ന കാര്യങ്ങൾ കേട്ടിരിക്കാൻ എനിക്ക് താങ്കൾ പറയുന്ന വീഡിയോസ് എല്ലാം ഞാൻ കാണുമ്പോഴും കേട്ടിരിക്കാൻ നല്ല രസമാണ്. പക്ഷെ പ്രോബ്ലം ഈസ് താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് എവിഡൻസ് മുന്നോട്ട് വെക്കുന്നില്ല. എനിക്ക് പറഞ്ഞില്ല തന്റെ എവിഡൻസ് ഈ പറയുന്നത് ഇത് ശാസ്ത്രജ്ഞന്മാരുടെ സാധനമാണ് എവിഡൻസ് എന്ന് പറഞ്ഞിട്ട്. എനിക്ക് അങ്ങനത്തെ ഒന്നുമില്ല. എനിക്ക് അങ്ങനത്തെ സാധനമേ ഇല്ല. ഈ ലോകത്തിനെ മനസ്സിലാക്കാൻ ഞാൻ പറഞ്ഞില്ലേ, വിശ്വാസികളായ മനുഷ്യരായിരുന്നു ഈ ലോകം മുഴുവനുണ്ട്. അവരെന്തിനാണ് പിന്നെ അന്വേഷിച്ചത് എന്നുള്ള പറയേണ്ടി വരും. അപ്പൊ അങ്ങനെ
പറയേണ്ടി വരും. ഇയാൾ പറഞ്ഞ് എനിക്ക് തരണ്ട, അല്ല എനിക്ക് കേൾക്കണമല്ലോ. എനിക്കത് ആവശ്യമില്ല. രണ്ടാമത്, ആ വിശ്വാസികളായിരിക്കുന്നവർക്ക് ആ വേദഗ്രന്ഥങ്ങൾ പൂർത്തിയായിരുന്നെന്നുണ്ടെങ്കിൽ ഒരു മെന്റൽ ഉണ്ടാകത്തില്ല, ഒരു ഡാർവിൻ ഉണ്ടാകത്തില്ല, ഒരു ന്യൂട്ടൺ ഉണ്ടാകത്തില്ല. അപ്പൊ അത് കാരണം കൊണ്ട് എന്നെ സംബന്ധിച്ചോളം അവരുടെ അന്വേഷണം എന്ന് പറയുന്നത് ആ വേദഗ്രന്ഥങ്ങളിനകത്തുനിന്ന് ഒരു പ്രയോജനം ഇല്ലെന്ന് അറിയുന്നത് കൊണ്ടാണ് അവരെല്ലാം ശാസ്ത്രജ്ഞരായത്. ആ ശാസ്ത്രജ്ഞരായിരിക്കുന്ന ആളുകളുടെ പിൽക്കാലത്തുള്ള ഒരാളാണ് ഞാൻ. അപ്പൊ എന്നെ സംബന്ധിച്ചോളം ഇപ്പൊ ഇതുവരെ ഉണ്ടായിരുന്ന മനുഷ്യരുടെ ചിന്തയുടെ ഇങ്ങേ അറ്റത്തിരിക്കുന്നതാണ് ലേറ്റസ്റ്റ് വേർഷനാണ്. ആ ലേറ്റസ്റ്റ് വേർഷന് ലോകത്തിനെ പറ്റിയുള്ള അറിവ് ഇതുവരെ ഉണ്ടായിരുന്ന ശാസ്ത്രജ്ഞന്മാർക്ക് ഉണ്ടായിരുന്നു എന്ന് വിചാരിച്ച് ഞാൻ വിഷമിക്കത്തില്ല. എന്നെ സംബന്ധിച്ചോളം അവര് ആ ലെവലിൽ ക്ലിയർ ആണ്. ഞാൻ ഈ ക്വസ്റ്റ്യൻ ആഷറിന്റെ അടുത്താണ് ചോദിക്കുന്നത്. പറഞ്ഞോ ഞാൻ പേടിക്കത്തില്ല. അങ്ങനെ ആരും പറഞ്ഞില്ല ഇവിടെ. അല്ല നമ്മൾ പറയുന്ന ആശയങ്ങൾ കേട്ടുകൊണ്ടാണ് ഈ തെളിവ് വേണം എന്ന് പറഞ്ഞിട്ട് ഇവിടുത്തെ യുക്തിവാദികൾ പറയുന്ന പോലെ അല്ല ഈ വിഷയം. അല്ല, തെളിവെട് എന്ന് പറഞ്ഞിട്ട് പറയുന്ന പോലൊന്നും അല്ല. ലോകത്തിനെ മനസ്സിലാക്കാൻ ഇതുവരെയുള്ള മനുഷ്യരുടെ അന്വേഷണത്തിനകത്ത് മനുഷ്യർ കണ്ടെത്തിയിട്ടുള്ള ആയിരക്കണക്കിന് അറിവുകളുണ്ട്. ആ അറിവുകളുടെ വെളിച്ചത്തിനകത്ത് നിന്നുകൊണ്ട് തന്നെയാണ് പറയുന്നത്. അതുകൊണ്ടാണ് ഇതുവരെ ഉണ്ടായിരുന്ന അന്വേഷണത്തിൻ്റെ തുമ്പത്ത് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ലോകത്തിനെ മനസ്സിലാക്കുമ്പോൾ പലതരത്തിൽ മനസ്സിലാക്കാൻ പറ്റും. ആ മനസ്സിലാക്കുന്ന സമയത്ത് പഴയ കാലത്ത് ആളുകൾ പറഞ്ഞിരുന്ന ഉത്തരങ്ങൾ നമുക്ക് ആവശ്യമില്ലാതായി, അത്രമാത്രമായി പറയും. ഇല്ല, ഇവിടെ ബേസിക്കലി ഇദ്ദേഹം എടുത്ത പേരിൽ നിന്ന് തുടങ്ങാം. നമ്മൾ പറയുന്ന കാര്യങ്ങൾ കേട്ടിട്ട് അതിന് ഒരു മറുപടി പറഞ്ഞാൽ വുഡ് ബി ബെറ്റർ. കാരണം ഞങ്ങളാരും ന്യൂട്ടൺ പറഞ്ഞോ മെൻഡൽ പറഞ്ഞോ എന്നാരും പറഞ്ഞില്ല. ഇദ്ദേഹം ചോദിക്കുന്ന ചോദ്യത്തിന് മുൻപ് തന്നെ താങ്കൾ അത് തർക്കിച്ച് കയറി. പറയുന്ന ആശയം കേക്ക്. താങ്കളെടുത്ത പേരുകൾ തന്നെ മെൻഡൽ ആണെങ്കിലും ന്യൂട്ടൺ ആണെങ്കിലും ഓക്കെ ഫൈൻ. ഞാൻ ദൈവവിശ്വാസം, ക്രൈസ്തവ ദൈവവിശ്വാസം ഇല്ലായിരുന്നെങ്കിൽ ശാസ്ത്രത്തിന് ഒരു ആരംഭമില്ലായിരുന്നു. ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ. ഇന്നത്തെ ആധുനിക ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ്, അത് ഏത്തിസ്റ്റുകളാണെങ്കിലും വാട്ട് എവർ ബി ദർ ബാക്ക്ഗ്രൗണ്ട്, അവരെല്ലാം കണ്ടുപിടിച്ച വസ്തുതകളാണിത്. കാരണം ഇവരുടെ എഴുത്തുകളിൽ തന്നെ, ന്യൂട്ടൺ ആണെങ്കിലും പാസ്കൽ ആണെങ്കിലും ഇവരുടെയൊക്കെ എഴുത്തുകളിൽ തന്നെ അവരെ ശാസ്ത്രം പഠിക്കാൻ പ്രേരിപ്പിച്ച ഘടകങ്ങൾ അവർ തന്നെ എഴുതിയിട്ടുണ്ട്. ഞാനൊന്ന് ഇല്ല, മോഡേൺ സയൻസ് ഗ്രീക്ക് ഫിലോസഫിയെ അറ്റ്മോസ്റ്റ് ഖണ്ഡിച്ചിട്ടാണ് മോഡേൺ സയൻസ് വരുന്നത്. ഞാൻ പറയുന്നത് ആറ്റം എന്നുള്ള കോൺസെപ്റ്റ് പോലും ഗ്രീസിലുണ്ട്, ഇന്ത്യയിലുണ്ട്, കപിലിനുണ്ട്. ഇവന്മാരും ഒരു യേശുക്രിസ്തുവിനും പഠിച്ചിട്ടില്ല, ഒരു ക്രിസ്തീയ വിശ്വാസവും ഇല്ല. ഇതൊന്നും ഇല്ലാതെ തന്നെ ഇഷ്ടം പോലെ ഈ കാണുന്ന ചൈനയിലുണ്ടായിരുന്ന കണ്ടുപിടുത്തങ്ങൾ ഇതൊന്നും തന്നെ ഇയാൾ അതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത് തൻ്റെ ഉദ്ദേശം എന്താണ്. തൻ്റെ ഉദ്ദേശം എന്ന് പറയുന്നത് ഈ പഴഞ്ചൻ ദൈവവിശ്വാസം ഇവിടെ കൊണ്ടുപോയി പ്രതിഷ്ഠിക്കുക മാത്രമല്ല, ക്രിസ്തു മത വിശ്വാസവും കൂടെ വയ്ക്കണമെന്ന് ആഗ്രഹമുള്ള ഒരാളാണ്. ആധുനിക ലോകത്തിന് ഏറ്റവും നെസസറി ആയതാണ് ക്രിസ്ത്യൻ. ഒരു ആവശ്യവും ഇല്ല. അതൊക്കെ ഡാർക്ക് ഏജസ് ഉണ്ടാക്കാൻ മാത്രം കൊള്ളാം. ഞാൻ പറഞ്ഞില്ല, അതൊക്കെ താൻ ഇഷ്ടംപോലെ സ്വന്തം റിവിഷനിസ്റ്റുകളെയോ സ്വന്തം ഹിസ്റ്റോറിയൻസിനെയൊക്കെ ഇതൊന്നും നമ്മൾ എടുക്കേണ്ട കാര്യമേ ഇല്ല. ലോകത്ത് മനുഷ്യന്മാര് അല്ല മൈത്രേയൻ ഒരു മിനിറ്റ്. മൈത്രേയന്റെ കാഴ്ചപ്പാടുകൾ മാത്രം ശരിയെന്ന് പറയാൻ ഒരു മിനിറ്റ് ഭാഷം. മൈത്രന്റെ കാഴ്ചപ്പാടുകൾ എല്ലാവരും അംഗീകരിക്കണമെന്ന് മൈത്രൻ വാശി പിടിക്കുന്നത് ശരിയല്ല. കാരണം മൈത്രൻ ഒരു ഡേറ്റ ഞാൻ പറഞ്ഞില്ലേ, അപ്പൊ പിന്നെ പുള്ളിയെ നമുക്ക് കേൾക്കാം. പുള്ളി പറയട്ടെ, പുള്ളി പറയുന്നത് പുള്ളി നമുക്ക് കേൾക്കണം. പറഞ്ഞു കഴിഞ്ഞല്ലോ, പുള്ളി പറഞ്ഞു കഴിഞ്ഞില്ല. കാരണം പുള്ളി അങ്ങനെയല്ല പുള്ളി പറഞ്ഞു. അല്ല, എന്റെ ചോദ്യം പോലും താങ്കൾ കേട്ടില്ല. താങ്കൾ അതിന് മുൻവിധിയോടുകൂടെ തന്നെ കണ്ടതിനെ തള്ളിക്കളഞ്ഞു, പരിഹസിച്ചിരിച്ചു. പക്ഷേ ഇതിന് അതിന്റെ ആൻസർ ഫ്രം എ തിയറിസ്റ്റിക് പോയിന്റ് ഓഫ് വ്യൂ അതും കേൾക്കാൻ ഞാൻ ബാധ്യസ്ഥനാണ്. ഹംബിൾ റിക്വസ്റ്റ്, കാരണം നമ്മൾ ഒബ്വിയസ്ലി ഒരു ഡിബേറ്റ് അല്ലല്ലോ, നമ്മളൊരു ചർച്ചയായിട്ടാണ് വെക്കുന്നത്. അപ്പം ഞാൻ പറയുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞു കഴിഞ്ഞിട്ട് താങ്കളും പറയുന്ന കാര്യങ്ങൾ ഞാൻ ഫുള്ളായിട്ട് കേൾക്കുന്നുണ്ട്. ഇവിടെ താങ്കൾ ഡാർക്ക് ഏജസ് എന്നുള്ള പദം യൂസ് ചെയ്ത് ഞാൻ പറഞ്ഞ് കഴിയട്ടെ ഫുൾ.
ഡാർക്ക് ഏജസ് എന്നുള്ള പദം ഇന്ന് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ് യൂസ് ചെയ്യാറില്ല. അത് ഞാൻ പറഞ്ഞ പോലെ ഞാൻ പറയണം, ചുമ്മാ ഇങ്ങനെ പറയുന്നത് എന്തൊരു അസംബന്ധം അതൊക്കെ. അത് വരെ സംബന്ധമല്ല, അതാണ് ഫാക്ട്. ഈ പുള്ളി പറഞ്ഞ ഫാക്ട് ആണത്. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയുടെ ക്ലാസിസിസ്റ്റ് ആയിരിക്കുന്ന ജോൺ ഡിക്സൺ, എഡ്വിൻ ജഡ്ജ്, ഒരുപക്ഷെ ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ, ഞാനൊന്ന് പേര് ഞാൻ പറഞ്ഞു കഴിയട്ടെ. അവരൊക്കെ ഇന്ന് പോയിന്റ് ഔട്ട് ചെയ്യുന്നൊരു കാര്യമാണ് ഡാർക്ക് ഏജസ് എന്നുള്ള പ്രയോഗം തന്നെ തെറ്റായിരുന്നു. അതൊരു ക്രൊണോളജിക്കൽ സ്നോബറി, അതായത് കാരണം ഈ മോഡേൺ സയൻസ് വന്നത് പിന്നെ താങ്കൾ പറഞ്ഞല്ലോ ചൈനയിൽ നിന്നൊക്കെ, ഇത് മൈത്രേയൻ ഇന്നത്തെ ഹിസ്റ്റോറിയൻ സയൻസിനെ കംപ്ലീറ്റ്ലി നിഷേധിച്ചുകൊണ്ടാണ് പറയുന്നത്. ഇയാൾ അങ്ങനെയാണെങ്കിൽ നിഷേധിക്കുന്നു കഴിഞ്ഞല്ലോ, ഇനി ആ തെളിവ് എടുത്തു വെക്കണ്ട. ഞാൻ എടുക്കത്തേ ഇല്ല. താങ്കൾ എടുക്കട്ടെ, പക്ഷെ ഞാൻ പറയട്ടെ, കാരണം ഇത് കാണുന്ന ആൾക്കാരുണ്ടല്ലോ, അവർ കേൾക്കണം. അയാൾ ചെയ്യുന്നത് എന്താണ്? അയാൾക്ക് ആവശ്യമുള്ള നാലഞ്ച് ഹിസ്റ്റോറിയൻസിനെ എടുക്കും. അവരെല്ലാം എന്തോ അവരെല്ലാം ഈ പേരുകളൊക്കെ പറഞ്ഞ് കേട്ട് പേടിക്കുന്ന ആൾക്കാരല്ല, അത്ര അറിയണം. അല്ലാതെ താങ്കളുടെ കാഴ്ചപ്പാട് താങ്കളുടെ തെളിവുകളും വെക്കുന്ന ഒരു ഹിസ്റ്റോറിയന്റെ പേരും പറയുന്നില്ല. വേണ്ട. അപ്പൊ പിന്നെ താങ്കളുടെ കാഴ്ചപ്പാടാണോ ശരി, താങ്കളുടെ കാഴ്ചപ്പാടാണോ ശരി, ഒരു ഗ്രൂപ്പ് ഓഫ് ആൾക്കാർ പറയുന്നതാണോ ശരി? വിശ്വാസം ചർച്ച ചെയ്യാനായിട്ട് ശാസ്ത്രജ്ഞന്മാരെ കൂട്ടുപിടിക്കുന്നതൊന്നും എനിക്ക് എടുക്കേണ്ട കാര്യമില്ല. എന്റെ ചോദ്യം അതല്ലായിരുന്നല്ലോ. എന്റെ ചോദ്യത്തെ ബൈബിൾ ഖുർആനൊക്കെ പറ, അല്ലല്ല ഒരു സാമാന്യ മര്യാദ വേണ്ടേ? അല്ല, എന്റെ ചോദ്യം അതല്ലായിരുന്നല്ലോ. എന്റെ ചോദ്യം ഇയാളെന്തിനാണ് ഈ വെറുതെ എന്റെ ചോദ്യം അതല്ലായിരുന്നല്ലോ. ആ ചോദ്യത്തിലേക്ക് താങ്കൾ കടന്നുപോയതല്ലേ? അല്ല, ഞാൻ ഉത്തരം പറയാൻ എനിക്ക് കംപ്ലീറ്റ് ഒന്ന് മോഡറേറ്റ് ചെയ്യുവാണെങ്കിൽ നമ്മൾ പറഞ്ഞോളൂ. ഈ മോഡേൺ സയൻസിന് നെസസറി ആയിട്ടുള്ള ടൂൾസ് വരുന്നത് ക്രിസ്ത്യൻ തിയോളജി എന്നാണ്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ചൈനയിലോ ഗ്രീസിലോ ഒന്നും മോഡേൺ സയൻസ് വരാത്തതിൻ്റെ കാരണം വളരെ കൃത്യമാണ്. അവിടെ ഞാനൊരു എക്സാമ്പിൾ പറയാം. ഉദാഹരണത്തിന് 2 ഭാരമുള്ള കല്ലുകൾ, ഒരു 1000 kg തൂക്കമുള്ളതും ഒരു 100 kg തൂക്കമുള്ള കല്ല്, രണ്ടും ഒരു ബുർജ് ഖലീഫയുടെ മുകളിൽ താഴോട്ടിട്ടാൽ ഏത് കല്ലായിരിക്കും താഴെ തട്ടുന്നത്? ഗ്രീക്ക് ചിന്തകന്മാർ, ഗ്രീക്ക് അഥവാ അരിസ്റ്റോട്ടലിയൻ സയൻസ് നാം വിശേഷിപ്പിക്കുന്ന സയൻസിൽ അവർ വിശ്വസിച്ചത് ഭാരമുള്ള കല്ല് താഴെ തട്ടും, കാരണം അത് ഇൻറ്റ്യൂഷനാണ്. അതാണ് ഗ്രീക്ക് റാഷണലിസം. പക്ഷേ മിഡീവൽ എറയിൽ പാസ്കൽ പോലെ ഉള്ള ആൾക്കാർ അവരുടെ എഴുത്തുകൾ വായിച്ചാൽ മതി. ഞാൻ പറയുകയല്ല, പാസ്കലും ന്യൂട്ടനും ഒക്കെ അവരുടെ പ്രിൻസിപ്പിയ മാത്തമാറ്റീഷ്യ പോലുള്ള ന്യൂട്ടൻ്റെ എഴുത്തുകൾ തന്നെ വായിച്ചാൽ എന്തുകൊണ്ടാണ് അവർ എക്സ്പെരിമെൻ്റൽ സയൻസ് പ്രൊമോട്ട് ചെയ്യുന്ന അവർ തന്നെ പറയുന്നുണ്ട്. കാരണം ക്രിസ്ത്യൻ തിയോളജിക്കൽ വ്യൂ ദാറ്റ് മാൻ ഇസ് ഫോളൻ, ദ ഫോൾ ഓഫ് മാൻ, അല്ലേ? ഈ ആശയം വാസ് ഇമ്പോർട്ടൻറ്റ്. കാരണം യുക്തിയെ പൂർണ്ണമായിട്ട് ബ്ലൈൻഡ്ലി ട്രസ്റ്റ് ചെയ്യാൻ കഴിയില്ല. എക്സ്പെരിമെൻറ്റ്സ് വെച്ച് നമുക്ക് കാര്യങ്ങൾ പ്രൂവും ഡിസ്പ്രൂവ് ചെയ്യണം. ഇതിനെതിരെ ഒരാൾ പറയുമ്പോൾ ഞാൻ പറയുന്നത് ചില ക്രിസ്ത്യൻ സയൻറ്റിസ്റ്റുകളുടെ പേരല്ല, മൈക്കിൾ റൂസ് പോലുള്ള അല്ലെങ്കിൽ റോഡ്നി സ്റ്റാർക്ക് പോലുള്ള നിരീശ്വരവാദികളായ ചരിത്രകാരന്മാർ എല്ലാം ഇന്ന് അംഗീകരിക്കുന്ന ഒരു വസ്തുതയാണ് ദാറ്റ് ക്രിസ്ത്യൻ തിയോളജിക്കൽ വ്യൂസ് ഗേവ് റൈസ് ടു മോഡേൺ സയൻസ്. നിങ്ങൾ നോക്കിക്കേ, ഇന്ത്യ, ബാബിലോൺ, ഗ്രീസ്, ഓൾ ഓഫ് ദീസ് കൾച്ചേഴ്സ് വെയർ ഡെവലപ്ഡ്. അവർ മാത്തമാറ്റിക്സിൽ കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. താങ്കൾ പറഞ്ഞ പോലെ ആറ്റത്തിൻ്റെ സ്ട്രക്ചറൊക്കെ അങ്ങനത്തെ പല ആശയങ്ങളും കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ട്. പക്ഷേ മാത്തമാറ്റിക്സ് ഫിസിക്കൽ വേൾഡിൽ അപ്ലൈ ചെയ്യാൻ കഴിയും എന്നുള്ള ആശയം ഇസ് എ പ്രൊഡക്റ്റ് ഓഫ് ജുഡയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ. കാരണം ദൈവം മൈൻഡ് യൂസ് ചെയ്ത് ഈ യൂണിവേഴ്സിനെ സൃഷ്ടിച്ചു എന്ന വിശ്വാസത്തിൻ്റെ പുറത്താണ് മാത്തമാറ്റിക്സ് ഉപയോഗിച്ചുകൊണ്ട് തന്നെ ഇപ്പോൾ നമുക്കറിയാം ഈ പ്രപഞ്ചത്തിൽ നാം കാണുന്ന എല്ലാം ബി ദ എക്സ്പാൻഷൻ റേറ്റ് ഓഫ് ദ യൂണിവേഴ്സ് ഓർ ദി ഗ്രാവിറ്റേഷണൽ ഫോഴ്സ് എല്ലാം നമ്മൾ മാത്തമാറ്റിക്സിലാണ് ഡിസ്ക്രൈബ് ചെയ്യുന്നത്. അങ്ങനെ ചെയ്യാൻ കഴിയും എന്നുള്ള ആശയം വരുന്നത് അതിൻ്റെ ഫസ്റ്റ് ബുക്കാണ് പ്രിൻസിപ്പിയ മാത്തമാറ്റിക്സ്, വിച്ച് ലേഡ് ദ ഫൗണ്ടേഷൻ ഫോർ മോഡേൺ മാത്തമാറ്റിക്കൽ സയൻസസ്. ഞാൻ പറയുന്നതല്ല, എഴുതിയ ന്യൂട്ടൺ അതിൻ്റെ ആദ്യത്തെ പേജുകളിൽ തന്നെ അദ്ദേഹം പറയുന്നുണ്ട് എന്തുകൊണ്ടാണ് ഈ ഒരു പ്രാക്ടീസ്, മാത്തമാറ്റിക്കൽ സയൻസിൻ്റെ പ്രാക്ടീസ് എന്തുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയും എന്നതിനുള്ള ഇതിനെപ്പറ്റിയൊക്കെ താങ്കൾ ഈ പറയുന്ന കഥകൾ വായിക്കാതെ ഡാർക്ക് ഏജസിനെ പറ്റി ഞാൻ പറഞ്ഞു. ഡാർക്ക് ഏജസ് ഇപ്പം മാത്തമാറ്റിക്കൽ സയൻസസ്, മാത്തമാറ്റിക്സ് സയൻസസിൽ ഫിസിക്സിൽ അല്ലെങ്കിൽ ഫിസിക്കൽ വേൾഡിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയും എന്നുള്ള ബോധം comes from the presumption that the universe is finely ordered and God used precise mathematics to create it. This is മാത്തമാറ്റിക്സ് എന്ന് പറയുന്നത് മനുഷ്യനിർമ്മിതമായ ഒരു ലാംഗ്വേജാണ്, അബ്സ്ട്രാക്ട് ലാംഗ്വേജാണ്. അതല്ലാതെ മാത്തമാറ്റിക്സ് ഇൻവെന്റഡ് ആണോ? ഇൻവെന്റഡ് ആണ്, അല്ല ഡിസ്കവർഡ് ആണ്. അതേ പറഞ്ഞ ഡിസ്കവറി ആണെന്ന് നിങ്ങളാണ് പൊസിഷൻ എടുക്കുന്നത്, നമുക്കതല്ല. ഞാൻ പറയട്ടെ, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് ഇപ്പം തന്നെ കണ്ടിക്കാം. പൈത്തോഗ്രസ് തിയറം അത് ഇവിടെ ഒരു ട്രയാങ്കിൾ പുരാതന ഇന്ത്യയെ വരച്ചാലും
ഗ്രീസിൽ വരച്ചാലും ഹൈപ്പോട്ടന്യൂസും സൈഡും തമ്മിലുള്ള റിലേഷൻ ആ മാത്തമാറ്റിക്സ് അവിടെ വരച്ചാലും ഇവിടെ വരച്ചാലും സെയിം ആയിരിക്കും. അതിന്റെ അർത്ഥം അത് ഡിസ്കവേർഡ് പ്രപഞ്ചത്തിനകത്ത് എന്ന് പറഞ്ഞാൽ ഭൂമി എവിടെ ഇരിക്കുന്നോ, സൂര്യൻ എവിടെ ഇരിക്കുന്നോ, ഗാലക്സി അങ്ങനെ ഇരിക്കുന്നോ, ഈ പ്രപഞ്ചത്തിൽ ഇങ്ങനെ പറ്റൂ എന്നുള്ള തെളിവ് മാത്രമാണ്, അല്ലാതെ വേറൊന്നുമല്ല. ലോകത്തിന് മാത്തമാറ്റിക്സ് ഇൻവെന്റഡ് അല്ല, ഡിസ്കവേർഡ് ആണെന്നുള്ള തെളിവാണ്. ഡിസ്കവറിയേ അല്ല, ഇൻവെൻഷൻ അല്ല. ഞാൻ മനുഷ്യരില്ലാത്തടത്ത് ഒരു മാത്തമെറ്റിക്കലായ സാധനമില്ല. ഇത് നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞതാണിത്. മനുഷ്യൻ അറിയുന്ന എന്ന് പറഞ്ഞാൽ പ്രപഞ്ചത്തിനെ മെഷർ ചെയ്യാൻ ആര് ശ്രമിച്ചാലും ആ മെഷർ ചെയ്യുന്നവരെ സംബന്ധിച്ചോളം തുടക്കങ്ങൾ ആവശ്യമാണ്, അവസാനങ്ങൾ ആവശ്യമാണ് എന്ന് പറയുന്നത് പോലെ പറയുന്നതാണ്. അതല്ലാതെ പ്രപഞ്ചം ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാൽ പ്രപഞ്ചം അറിഞ്ഞു തീരാൻ കഴിയുന്ന ഒന്നല്ല. അത് നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കാനേ കഴിയൂ. നിരന്തരം അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രപഞ്ചത്തിനെ അതിൻ്റേതായ മാറ്റങ്ങളോടെ അറിയുക എന്ന് പറയുന്ന പ്രക്രിയയാണ് ജീവൻ എന്ന് വിളിക്കുന്നത്. ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു സാധനമാണ്. അല്ലാതെ മനുഷ്യർ കുറച്ച് പേര് ഇരുന്ന് ആലോചിച്ച് കണ്ടുപിടിച്ച ശാസ്ത്രത്തിനെ പറ്റിയല്ല, ജീവനുമായി ബന്ധപ്പെട്ട് ഞാൻ എവല്യൂഷണറി ആയിട്ടാണ് പ്രപഞ്ചത്തിനെ മനസ്സിലാക്കുന്നത്. എവല്യൂഷണറി ആയിട്ടല്ലാത്ത ഒരു കാര്യം എന്നെ സംബന്ധിച്ചോളം പ്രപഞ്ചം ആരെങ്കിലും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല, അതിനൊരു തുടക്കം ആവശ്യമില്ല, അത് സൃഷ്ടിച്ച ഒരാളെ ആവശ്യമില്ല. അതുകൊണ്ട് അതിനോട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഈ പ്രപഞ്ചത്തിനോട് ബന്ധപ്പെട്ട് അത്തരത്തിലുള്ള ഒരു വേദഗ്രന്ഥവും ഇന്ന് ആവശ്യമില്ല. എവല്യൂഷണറി ആയിട്ട് മാത്രമാണ് മനസ്സിലാക്കുന്നത്. താങ്കളുടെ അഭിപ്രായം ഇവിടെ രണ്ട് കാര്യം. ഒന്ന് മാത്തമാറ്റിക്സിനെ പറ്റി പറഞ്ഞു. പ്രപഞ്ചത്തിൽ ഒരു മൈൻഡ് ഇല്ലെങ്കിലും മാത്തമാറ്റിക്സ് ഡിസ്കവർഡ് ആണെന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണം ഇപ്പം പ്രപഞ്ചം തുടങ്ങിയ അല്ലെങ്കിൽ പ്രപഞ്ചത്തിൻ്റെ ആരംഭം എന്ന് താങ്കൾ അത് അംഗീകരിക്കുന്നില്ല. പക്ഷേ ഞാൻ പറയുന്നത് മോഡേൺ സയൻസ് വെച്ചാണ്. അതിൻ്റെ ഇനീഷ്യൽ കണ്ടീഷൻസ് ഫൈൻ ട്യൂൺഡ് ആയിരുന്നു. ഫോർ എക്സാമ്പിൾ, ലെറ്റ്സ് സേ ദ ഇനീഷ്യൽ എൻട്രോപ്പി ഓഫ് ദി യൂണിവേഴ്സ് വാസ് 1 part in 10⁻⁻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 ⁻
1/10⁻123 എന്ന ആ റേഷ്യോയിൽ അങ്ങോട്ടോ ഇങ്ങോട്ടോ വ്യതിചലിച്ചായിരുന്നെങ്കിൽ പാവം, ഒരു തരത്തിൽ അങ്ങോട്ട് ഇങ്ങോട്ട് മാറ്റാൻ കഴിവില്ലാത്ത ഒരു പഴഞ്ചൻ ദൈവത്തിന് കഴിവില്ല. പറഞ്ഞത് മനസ്സിലായില്ലെന്നുള്ള അർത്ഥം. എനിക്കത് മനസ്സിലായി. ഈ ആർഗ്യുമെന്റ് 100 തവണ കേട്ടിട്ടുള്ളതല്ലേ നമ്മളെല്ലാം. അതുകൊണ്ടാണ് ഒരു അസംബന്ധം പിടിച്ച ആർഗ്യുമെന്റ് ആണെന്ന് എനിക്കറിയാവുന്നത്. അസംബന്ധമാണ്. ഇവിടെ നിന്നിരിക്കുന്ന ലോകം ഇങ്ങനെയാണ്, അത് കാരണം കൊണ്ട് പുറകോട്ട് വർക്ക് ചെയ്യാണ്ട് ഇത് ഫൈൻ ട്യൂൺ ചെയ്താന്ന് അറിഞ്ഞ് എല്ലാ ഈ ഇന്റലിജന്റ് ഡിസൈനിന്റെ ആൾക്കാരുടെ ആർഗ്യുമെന്റ് അല്ലേ അത്. ഇന്റലിജന്റ് ഡിസൈൻ അതല്ലാതെ വേറെ എന്താണ്? ഇല്ല, ഇത് അല്ലാതെ വേറെ എന്താണ്? ഇവിടുന്ന് ഒരു ഇഞ്ച് അങ്ങോട്ട് മാറിയിരുന്നെങ്കിൽ നമ്മൾ ഉണ്ടാകത്തില്ല എന്നൊക്കെ പറയാം. നമ്മളിവിടെ ഉണ്ട് ഇപ്പൊ. ഞാനത് പറയാനുള്ള കാരണം ചെയ്ത ലോകമില്ല. ഞാൻ പറയാനുള്ള കാരണം ഫസ്റ്റ് ഓഫ് ഓൾ മാത്തമാറ്റിക്സ് ഡിസ്കവർഡ് ആണെന്ന് കാണിക്കാനാണ്. ഇത് ഒരു താങ്കളെ പോലെ ഒരാള് സയൻസിന്റെയും എവിഡൻസിനെയും എല്ലാം കംപ്ലീറ്റ്ലി നിഷേധിക്കുന്ന ഒരാളുമായിട്ട് യുക്തിപരമായിട്ട് നമുക്ക് സംസാരിക്കാനുള്ള ബുദ്ധിമുട്ടുണ്ട്. എന്തിനാണ് ഇയാൾ എന്നോട് സംസാരിക്കുന്നത്? താങ്കളുടെ വിശ്വാസം ഉണ്ടാക്കാനല്ലേ? അല്ല, താങ്കൾ അങ്ങനെ വിശ്വാസമല്ലേ പ്രചരിപ്പിക്കുന്നത്? എനിക്ക് ബെറ്റർ ആണ് തന്റെ വിശ്വാസത്തിനേക്കാൾ. അതുകൊണ്ടാണ് അങ്ങനെയാണ്. ഇയാൾ വിശ്വാസിയാണോ? ഇയാൾ ഞാൻ വിശ്വാസിയാണെന്ന് പറഞ്ഞല്ലേ? എന്റെ വിശ്വാസം തന്നെക്കാളും മെച്ചപ്പെട്ടതാണ് ലോകത്തിന് മനസ്സിലാക്കാൻ. അത്രയാണ് ഈ പറഞ്ഞു തരുന്നത്. പക്ഷെ ഞാൻ പറയുന്ന വിശ്വാസം ഒരു സയന്റിഫിക് അല്ല. ഇയാള് എനിക്ക് വിശ്വാസവും സയൻസുമായിട്ട് ഒരു ബന്ധമില്ലെന്ന് അറിയുന്ന ആളാ. അതുകൊണ്ട് തന്റെ വിശ്വാസം എന്ന് പറയുന്ന സാധനം എസ്റ്റാബ്ലിഷ് ചെയ്യാനായിട്ട് വെറുതെ ഈ ശാസ്ത്രജ്ഞന്മാരെ കൂട്ടുപിടിച്ചാൽ ഞാൻ എടുക്കത്തില്ല. ഇല്ല, ഞാൻ ഈ പറയുന്നത്. താൻ എന്തിനാണ് ഈ സകല ശാസ്ത്രജ്ഞന്മാരെയും സകല ആൾക്കാരെയും വോട്ട് ചെയ്യുന്നത്? എന്തിനാണ്? തന്റെ വിശ്വാസം ഉറപ്പിക്കാനാണ്. എനിക്കതല്ല. പക്ഷെ ഞാൻ കോട്ട് ചെയ്യുന്നതിന്റെ കാരണം ബേസിക്കലി അങ്ങനെയാണ് സയന്റിഫിക് മെത്തേഡ് വർക്ക് ചെയ്യുന്നത്. നമ്മളൊരു കാര്യം തെളിയിക്കുകയാണ്. താങ്കൾ കഥകൾ പറയും. വിശ്വാസികൾ എന്തിനാണ് എടുക്കുന്നത്? എന്തിനാണ് എടുക്കുന്നത്? വിശ്വാസികൾ എന്തിനാണ് സയന്റിഫിക് മെത്തേഡ് എടുക്കുന്നത്? കാരണം സയന്റിഫിക് മെത്തേഡ് തന്നെ വിശ്വാസത്തിന് ഉളവായി വന്നത്. അതാണ് ഞാൻ പറഞ്ഞത്. സയന്റിഫിക് മെത്തേഡ് തന്നെ വിശ്വാസത്തിന് ന്യായം പറയാനായിട്ട് ഒന്നുമല്ല. ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണല്ലോ. അതായത് ആ ക്വസ്റ്റ്യൻ തന്നെ തെറ്റാണ്. ഏതൊരു മെറ്റാഫിസിക്കൽ ക്ലെയിം ആണെങ്കിലും ആ ക്ലെയിമിനെ പ്രൂവ് ചെയ്യാൻ വേണ്ടി സയന്റിഫിക് മെത്തേഡ് യൂസ് ചെയ്യാൻ പറ്റും. സയന്റിഫിക് മെത്തേഡ് എന്താ? ഞാൻ പറഞ്ഞില്ലേ എന്താണെന്നുള്ളത് എനിക്ക് ഉദ്ദേശമേ അതിന്റെ ചർച്ചയ്ക്ക് ഞാനില്ല. ഇയാൾ സയൻസ് ഉപയോഗിക്കുന്നത് എന്തിനാണെന്നുള്ളതാണ് എനിക്കറിയാം. വിശ്വാസം ഉറപ്പിക്കുന്നതിന് വേണ്ടി
വിശ്വാസം താങ്കൾ ഉറപ്പിക്കുന്നതിന് എന്തുകൊണ്ടാണ് വേണ്ടി സയൻസ് ആയിരക്കണക്കിന് ശാസ്ത്രജ്ഞന്മാരെ കൂട്ടുപിടിച്ചിട്ട് പറയുമ്പോഴല്ല ശാസ്ത്രജ്ഞന്മാരെ നമ്മുടെ ഞാൻ സാധനം വിൽക്കാൻ, ചന്ത വിൽക്കാൻ ഇത് ഉപയോഗിക്കാമെന്നുള്ളത് അല്ലാതെ വേറെ ഒന്നിനും മൈത്രൻ ഒരു മിനിറ്റ്, അതുകൊണ്ടാണ് അത് എടുക്കാത്തത്. ഒരു മിനിറ്റ് മൈത്രൻ, അതുകൊണ്ടാണ് ഞാൻ ഉദ്ദേശം എന്താണെന്ന് ചോദിച്ചത്. അല്ല ഉദ്ദേശം ഓക്കെ, ഞാൻ ബേസിക്കലി ഞാൻ ഈ താങ്കളോട് സംസാരിക്കുമ്പോഴത്തേനും ഒരു ഉദ്ദേശം, താങ്കൾ പറയുന്ന കാര്യങ്ങൾക്ക് യാതൊരു എവിഡൻസും ഇല്ലെന്ന് പുറം ലോകം കാണും. സോ ദാറ്റ് ഈസ് വൺ ഇന്റൻഷൻ. ആ ഉദ്ദേശം എനിക്ക് അറിയാവുന്ന കാരണം കൊണ്ടാണ് താനും ഞാനും തമ്മിൽ ഒരു അറിവിനുള്ള ശ്രമമല്ല, പരസ്പരം മനസ്സിലാക്കാൻ വേണ്ടിയല്ല. ഇയാൾ ഡിബേറ്റ് ചെയ്യുന്നത് തന്റെ ഈ സാധനം വിൽക്കാനാണ്. ആ വിൽക്കാൻ ഞാൻ സമ്മതിക്കത്തില്ലെന്നുള്ളതാണ് ഞാൻ ഈ പറഞ്ഞോണ്ടിരിക്കുന്നത്. അതല്ല 10-100 ശാസ്ത്രജ്ഞന്മാരെ പറഞ്ഞുകൊണ്ട് എടുത്തുകൊണ്ട് വന്നാലേ നമ്മൾ അത് എടുക്കത്തില്ല. താൻ ഈ ലോകത്തുള്ള സകല ശാസ്ത്രജ്ഞന്മാരെയും കൂട്ടുപിടിച്ചിട്ട് ക്രിസ്ത്യൻ തിയോളജി വിൽക്കാനിരിക്കുന്ന കാരണം കൊണ്ടാണ് ഞാൻ എതിർക്കുന്നത്. അറിയാനായിട്ട് ആളുകൾ ഇരിക്കുന്ന സമയത്ത് ഡിബേറ്റ് അങ്ങനല്ല. അറിയാൻ വേണ്ടി താങ്കൾ പറയുന്ന കാര്യങ്ങൾ, തെറ്റായ കാര്യങ്ങൾ എനിക്ക് അറിയേണ്ട ആഗ്രഹമില്ല. കാരണം അറിയേണ്ടതെന്നാണ് ഞാൻ അറിയുന്നത്. ഞാൻ അറിയുന്നത് ഫിലോസഫി, അറിയുന്നത് ഫിലോസഫേഴ്സ്, ആന്ത്രപ്പോളജിക്കൽ തെളിവുകൾ അറിയുന്നത് ആന്ത്രപ്പോളജിക്കൽ എവിഡൻസ്. താങ്കൾ അറിയുന്നത് എവിടെ നിന്നാണ്? താങ്കൾ ഈ ലോകത്തെ മനസ്സിലാക്കിയെന്ന് പറയുന്നത്. അപ്പോൾ മനസ്സിലാക്കിയെന്ന് പറയുമ്പോഴത്തേന് ശാസ്ത്രജ്ഞന്മാർ പറയുന്നത് തള്ളിക്കളയും, ഫിലോസഫേഴ്സ് പറയുന്നത് തള്ളിക്കളയും. താങ്കളുടെ കൺവീനിയൻസ്, അതായത് താങ്കൾ അന്ധമായിട്ട് വിശ്വസിക്കുന്ന അതുപോലെ തന്നെ ഈ ലോകത്തിനെ മനസ്സിലാക്കാനായിട്ട് ആൾക്കാർ ശ്രമിക്കുമ്പോൾ അവർക്ക് അത് ഉപയോഗപ്പെടും. അതുകൊണ്ടാണ് അത് പറയുന്നത്. ഇയാളത് വെക്കുന്ന സാധനം ഈ ലോകത്തുള്ള സകല ഫിലോസഫി പഠിക്കാനും സയൻസ് പഠിക്കുന്നതും ഏറ്റവും പ്രാകൃതമായ വിശ്വാസങ്ങളെ ഉറപ്പിക്കാൻ. എന്താണ് വ്യത്യാസം? ക്രിസ്ത്യാനിറ്റി പ്രാകൃത വിശ്വാസമാണ്. എന്താ സംശയം? ക്രിസ്ത്യാനിറ്റിയിൽ പ്രാകൃതമായിട്ടുള്ള ഒരു വിശ്വാസം എന്ന് പറഞ്ഞാൽ ഈ ഞാൻ ചോദിച്ച ചോദ്യത്തിൽ ക്രിസ്ത്യാനിറ്റിയിൽ ലോകത്ത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന യുക്തികളല്ലാതെ, ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്ന സ്ഥലമല്ലാതെ മറ്റൊന്നും അതിന് പറയാം. ഞാൻ ചോദിച്ച ചോദ്യം ഉത്തരവല്ല. ഞാൻ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കാം. ക്രിസ്ത്യൻ ന്യൂ ടെസ്റ്റ്മെന്റിൽ ആധുനിക ലോകത്തിന് ചേരാത്ത, ആധുനിക ലോകത്തിന് കൺഫേം ചെയ്യാത്ത ഒരു ന്യൂ ടെസ്റ്റ്മെന്റിലോട്ട് പോയത് ക്രിസ്ത്യാനിറ്റിയാണ്. അതിനു മുമ്പുള്ളത് ക്രിസ്ത്യാനിറ്റി അല്ല. അപ്പൊ പിന്നെ ആ സാധനങ്ങളൊന്നും തന്നെ ചർച്ചയ്ക്ക് എടുക്കത്തില്ലല്ലോ. എടുക്കുമല്ലോ. അപ്പൊ അത് തള്ളിക്കളയണ്ടേ? അത് പഴയ നിയമം എന്ന് പറഞ്ഞ് കളയണ്ടേ? ഇല്ല, തള്ളിക്കളയണ്ട. എന്തിനാണ് പുതിയ നിയമവും പഴയ നിയമവും വരുന്നേ? പറയാം, ഞാൻ അതിന് ഉത്തരം പറയാം. ഞാൻ താങ്കളോട് ഞാൻ ചോദിച്ച ഉത്തരത്തിന് പറഞ്ഞാൽ ഞാൻ ഈ പറയുന്നത്. ഇല്ല, 2000 വർഷം മുമ്പ് എഴുതിയ പുതിയ നിയമത്തിലെ ഒരു മോറൽ പ്രിൻസിപ്പിൾ ഒന്നും നവീകരിച്ചിട്ടില്ല. കണ്ണിന് കണ്ണാണ്. ഞാൻ എന്റെ കോണ്ടെക്സ്റ്റ്, താങ്കളായി കണ്ണിന് കണ്ണാണെന്ന് പറയുന്നതിനെ പറ്റി താങ്കൾ, അതുകൊണ്ട് കണ്ണിന് കണ്ണല്ല എന്ന് പറയുന്ന പുതിയ നിയമം പറയാൻ ബാധ്യത വരുന്നത് പോലെയാണ് ലോകത്തിനെ പറ്റിയുള്ള അറിവ്. കാന്തികമായ അറിവ് വരുമ്പോൾ പഴയ അറിവ് മാറും. ഇത്രയായി പറയുന്നത്. ഇല്ല, ഞാൻ പറഞ്ഞ ചോദ്യം, അഗെയിൻ ദ ക്വസ്റ്റ്യൻ ഈസ് വെരി ക്ലിയർ. ക്രിസ്ത്യൻ വാല്യൂസിൽ ആധുനിക ലോകത്തിന് ചേരാത്തതായ ഒരു മോറൽ ലോ, ഒരു മോറൽ വാല്യൂ ന്യൂ ടെസ്റ്റ്മെന്റിൽ കാണിക്കാം. ഐ ചാലഞ്ച് യു. 2000 years of history. ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറു ചെള്ള കാണിച്ചു കൊടുക്കാം. നല്ല വാല്യൂ ആണല്ലോ. യേശുക്രിസ്തു എങ്ങനെയാണ് കുരിശിൽ പോയത്? കാണിച്ചിട്ടുണ്ടാവുമല്ലോ ചെള്ള. വർക്ക് ചെയ്യുന്നെന്ന് കാണിക്കാനാണ്. അതെ, ഒരു ചെള്ളയ്ക്ക് അടിച്ചാൽ മറു ചെള്ള കാണിച്ചു കൊടുത്താൽ എന്താണ് സംഭവിക്കുന്നത്? അപ്പുറത്തിരിക്കുന്നവന്റെ ഹൃദയ ദ്രവീകരണം ഉണ്ടായി, അയാൾ പിന്നെ അടിക്കത്തില്ല. അതാണല്ലോ അതിന്റെ സിദ്ധാന്തം. അല്ല, അത് അങ്ങനൊന്നും ഒരു സിദ്ധാന്തം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെയാണ് യേശുക്രിസ്തു കുരിശിൽ പോയെന്ന് പറ? ഇല്ല, ഒന്നാമത് കർത്താവ് അവിടെ പറയുന്നത് അതായത് ഈവിളിനെതിരെ ഈവിൾ ചെയ്യരുത് എന്നുള്ള കോൺസെപ്റ്റാണ്. അത് പറയുമ്പം അത് ഈവിൾ ചെയ്യാതിരുന്നാലുള്ള എന്റെ ഗുണം എന്താ? The world will be a much better place. അപ്പൊ അങ്ങനെ ബെറ്റർ പ്ലേസ് ആണെങ്കിൽ യേശുക്രിസ്തു എങ്ങനെ കുരിശിൽ പോയി? Because the world is not a really good place. അപ്പൊ പിന്നെ ആ പ്രയോഗം സാധ്യമല്ലാത്ത സ്ഥലത്ത് പറയുകയല്ലോ ചെയ്തത്. അത് ആ പ്രയോഗം നടന്നതല്ലേ? അത് കണിശമായിട്ട് അത് പ്രയോഗിക്കാൻ പറ്റത്തില്ലല്ലോ. ഞാൻ ചോദിച്ച ചോദ്യം അതുകൊണ്ടാണ് എനിക്ക് പറഞ്ഞതാണ്. ഇപ്പൊ ചോദിച്ച ചോദ്യത്തിന് മറുപടിയാണ് ഞാൻ പറഞ്ഞത്. അതിനകത്തെ വാല്യൂ ഫങ്ഷണൽ അല്ല. താങ്കൾ ഈ പറയുന്ന യേശുക്രിസ്തു മരിച്ചു പോവുക എന്ന് പറയുന്നത് സംഭവിച്ചുകൂടാ. എന്തുകൊണ്ട്? കാര്യമുണ്ട്. ഈ ലോകത്ത് ഒരു ചെള്ളക്ക് അടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുത്താൽ ആ മറുചെള്ള അടിക്കുമ്പോൾ അപ്പുറത്തിരിക്കുന്ന ആള് എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് യേശുക്രിസ്തു പറയുന്നത് എന്ന് പറഞ്ഞാൽ അപ്പുറത്തിരിക്കുന്ന ആളിന് മനസ്സിന്റെ ദ്രവീകരണം, കമ്പാഷൻ അനുഭവിക്കും. കാരണം ഇപ്പുറത്തിരിക്കുന്ന ആളിനെ കർത്താവ് ഉദ്ദേശിച്ചില്ലല്ലോ. കർത്താവ് പറഞ്ഞത്, യേശുക്രിസ്തു പറഞ്ഞത്, കർത്താവ് എന്ന് പറയുമ്പോൾ ഞാൻ ആ കർത്താവ്, താങ്കൾ കർത്താവിനെ അക്സെപ്റ്റ് ചെയ്തില്ലെങ്കിലും കർത്താവ് പറഞ്ഞത്
അത് ബിയാറ്റിറ്റ്യൂഡ്സിലാണ് വരുന്നത്. കർത്താവ് പറയുന്നത് നിങ്ങൾ യു ഹാവ് ഹേർഡ് ഇറ്റ് സെഡ്, നിങ്ങൾ ഇങ്ങനത്തെ ആശയങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്, ദാറ്റ് കണ്ണിന് പകരം കണ്ണ്. പക്ഷെ ഞാൻ പറയുന്നത് നിങ്ങളെ വെറുക്കുന്നവരെ സ്നേഹിപ്പീൻ. അപ്പം ആ വെറുക്കുന്നവരെ സ്നേഹിക്കുമ്പോൾ അവരുടെ മനസ്സലിയും എന്നുള്ള താങ്കളുടെ ഇന്റർപ്രിട്ടേഷനാണ്. അത് ഇന്റർപ്രിട്ടേഷൻ അല്ലെന്നുണ്ടെങ്കിൽ പിന്നെ എന്താണെന്ന് പറ. അതൊരു മോറലി ഗുഡ് തിങ് ടു ഡു. എന്താണ് ഗുഡ്നെസ്, എന്താണ് അതിനകത്ത്? ഓക്കെ, 1 സെക്കൻഡ്. ഇവിടുന്ന് ഞാനിപ്പോൾ ഇവിടെ തുടങ്ങിയിട്ട് താങ്കൾ ഈ വഴിയാണ് പോകുന്നത്. ഞാൻ വേറെ വിഷയം എന്ന് പറയാതെ ഇത് പറഞ്ഞാൽ മതി. ഇയാള് പറഞ്ഞത് ക്രിസ്ത്യൻ ഇതിനകത്ത് കൊള്ളാവുന്ന സാധനമാണ്, കൊള്ളത്തില്ലെന്നാണ് ഞാൻ ഈ പറയുന്നത്. അത് വർക്ക് ചെയ്യാത്തതാണ്. യേശു ക്രിസ്തു കുരിശിൽ അടിക്കപ്പെട്ടു പോയത് കാരണം കൊണ്ട് ആ പറയുന്ന പ്രയോഗം വർക്ക് ചെയ്യത്തില്ല. ഒരു ചെള്ളക്കടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുത്താൽ വർക്ക് ചെയ്യുമായിരുന്നെങ്കിൽ യേശു ക്രിസ്തു ജീവനോടിരുന്നേനെ. ഇല്ല. പിന്നെ അത് വർക്കാകുമെന്നുള്ള ക്വസ്റ്റ്യൻ അവിടെ വരുന്നില്ല. ഞാൻ പറയാം താങ്കൾ അവിടെ വർക്കാകുമെന്ന് പറയുന്നത് ആ അപ്പുറത്ത് നിൽക്കുന്ന ആള് അദ്ദേഹത്തിന്റെ മനസ്സലിയും എന്നുള്ള താങ്കളുടെ ഇന്റർപ്രിട്ടേഷനാണ്. ഞാൻ പറഞ്ഞത് ഏതൊരാളുടെ ആശയങ്ങളും അദ്ദേഹം പറയുന്ന കാര്യങ്ങളും പൂർണ്ണമായിട്ട് വായിച്ചിട്ട് വേണം മനസ്സിലാക്കാൻ. കർത്താവ് തന്നെ പറയുന്നുണ്ട് മറുപടി വന്നിട്ടില്ല, ആ മറുപടി വരത്തില്ല. കാരണം താങ്കൾക്ക് അങ്ങനത്തെ അതിനകത്ത് പറയുന്ന ലോകത്ത് ഏറ്റവും പ്രസിദ്ധമായ വരിയാണ് ഞാൻ എൻ്റെ അടുത്ത് പറയുന്നത്. ഒരു ചെള്ളക്കടിച്ചാൽ മറുചെള്ള കാണിച്ചു കൊടുക്കണം, നിന്നെ പോലെ തന്നെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണം. അതൊരു സിവിലൈസ്ഡ് വേൾഡ്, ആധുനിക ലോകം. ഈ പറയുന്ന ഒരു ചെള്ളക്കടിച്ചാൽ മറുചെള്ള കാണിച്ചു മറുചെള്ള കാണിച്ചു കൊടുത്താൽ ലോകത്ത് വർക്ക് ചെയ്യുന്നതാണെങ്കിൽ യേശുക്രിസ്തു മരിക്കത്തില്ല. ഞാൻ ചോദിക്കട്ടെ, ഈസ് ഇറ്റ് ഡിസൈറബിൾ? അത് ഡിസൈറബിൾ അല്ല, ഈ ലോകത്ത് സാധ്യമല്ലാത്തതാണത്. ഡിസൈറബിൾ ആണോ? ഏത് അർത്ഥത്തിലാ? അതായത് ഇത് വർക്ക് ചെയ്യുവാണെന്നുണ്ടെങ്കിലാണ് ഡിസൈറബിൾ ആകുന്നത്. അല്ലല്ല, അല്ലാതെ മറ്റേത് വെറുതെ പറയുകയാണ്. യേശുക്രിസ്തു പറഞ്ഞ വാല്യൂ ലോകത്തിന്റെ യാഥാർത്ഥ്യത്തിൽ നിന്നാണ് ആരംഭിക്കുന്നതെങ്കിൽ അങ്ങനെ പറയാനേ പറ്റും. അതേ സമയത്ത് നമുക്ക് വ്യത്യസ്തതകളുള്ള ലോകത്ത് മനുഷ്യരെ യോജിപ്പിച്ചുകൊണ്ട് പോകുന്നതിന് നിയമങ്ങൾ ആവശ്യമായിട്ട് വരും. ആ നിയമത്തിനല്ല വ്യക്തിഗതമായിട്ട് ഒരു ചെള്ളക്കെടുത്ത് മറിയള്ള കാണിച്ചു കൊടുത്താൽ നിൽക്കത്തില്ല. കാരണം ഇത് പ്രാവർത്തികമാണോ അല്ലയോ എന്ന സെക്കൻഡറി ക്വസ്റ്റ്യൻ ആണ്. അതെന്താ? ഇല്ല പറയുന്നേക്ക് പ്രാവർത്തികം. ഞാൻ ചോദിച്ചത് കർത്താവ് പറഞ്ഞ കാര്യങ്ങളോ അല്ലെങ്കിൽ പുതിയ നിയമത്തിൽ പറയുന്ന ലോസിൽ മോറലി തെറ്റായ ഇപ്പം നമുക്ക് മോറലി ഗുഡോ ബാഡോ എന്താണ് അതിലേക്ക് ഞാൻ വരാം. പക്ഷേ നമുക്ക് ആധുനിക ലോകത്തിന് അല്ലെങ്കിൽ ആധുനിക മൂല്യങ്ങൾക്ക് ചേരാത്തതായ ഒരാശയമോ ഒരു വ്യൂവോ 2000 വർഷം മുമ്പ് എഴുതിയ ഈ ഗ്രന്ഥത്തിൽ നിന്ന് കാണിക്കാമെങ്കിൽ ഐ വിൽ ടോട്ടലി അക്സെപ്റ്റ് വാട്ട് യു ആർ സേയിങ്. ഞാൻ പറഞ്ഞില്ലേ, അത് ഇയാളെ പറഞ്ഞതിന്റെ സാധനം പറഞ്ഞല്ലേ, ശാസ്ത്രീയമായി ലോകത്തിനെ മനസ്സിലാക്കി ലോകത്തിന് ഡിസൈറബിൾ ആയി ഇയാളുടെ മൊറാലിറ്റി എന്ന് പറയുന്നത് എവിടെ നിൽക്കും? ഞാൻ പറയാം, എവിടെ നിൽക്കും? ആകാശത്ത് നിൽക്കുന്ന ഒരു വരിയാണത് ലോകത്ത്. അതേപോലെ തന്നെ ഞാനിത് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ചത്, ഇദ്ദേഹം ഉത്തരം പറയാതിരിക്കുന്നത് കൊണ്ട് ഞാൻ ഹൈലൈറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ദാറ്റ് പല മതങ്ങളെടുത്താലും ഞാൻ അദ്ദേഹത്തോട് യോജിക്കും, കാലഹരണപ്പെട്ടു പോയി, വിധേയപ്പെട്ട് നിൽക്കാൻ പറയുന്നത്. ഇപ്പം കാസ്റ്റ് സിസ്റ്റം ഒക്കെ നിലനിന്നിരുന്ന മനുസ്മൃതി പോലുള്ള മനുസ്മൃതി പോലുള്ള ഇതിനകത്തുനിന്ന് ചൂണ്ടിക്കാണിക്കാൻ പറഞ്ഞാൽ ഞാൻ ചൂണ്ടിക്കാണിക്കാം. ദാറ്റ് ഇന്ന ഭാഗത്ത് പറയുന്നത് ആധുനിക ലോകമായിട്ട് ചേരത്തില്ല, കാസ്റ്റ് സിസ്റ്റം പ്രൊമോട്ട് ചെയ്യുന്നു. പക്ഷേ ബൈബിളിൽ ഒരാശയം ഒരു തിയോളജിക്കലായിട്ടുള്ള ഒരാശയം ഒരു മൂല്യമോ ആധുനിക ലോകത്തിന് ചേരാത്തതായിട്ട് കാണിക്കാൻ കഴിയില്ല. കാരണം അങ്ങനത്തെ ഒന്നില്ല. കാരണം ആധുനിക ലോകത്തെ സൃഷ്ടിച്ചതും ആധുനിക മൂല്യങ്ങളെയും ജനാധിപത്യത്തെയും മോഡേൺ ലീഗൽ സ്ട്രക്ചേഴ്സിനെ ക്രിയേറ്റ് ചെയ്തത് ബൈബിളാണ്. ദൈവസങ്കല്പം ഉണ്ടല്ലോ. യെസ്. ഈ ലോകത്തുനിന്ന് മോചിക്കുന്നതിനെ പറ്റി അതിനകത്തുണ്ടല്ലോ. ഈ ലോകത്തുനിന്ന് മോചിക്കുന്നില്ല, ഇല്ല. പാപവും പുണ്യം ഉണ്ടല്ലോ. ഈ ലോകത്തിൽ നിന്ന് മോചിക്കുന്നില്ല. ദൈവത്തിൽ എത്തിച്ചേരുന്നതിന് മോക്ഷത്തിനെ പറ്റിയുള്ള സങ്കല്പം ഇല്ലേ? ഇല്ല. ഈ യേശുക്രിസ്തുവിൽ എത്തിച്ചേരുക, ദൈവത്തിൽ എത്തിച്ചേരുക, എൻ സ്വദേശം കാണുന്നതിനായി ഞാൻ തനിയെ പോകുന്നു എന്ന് പറയുന്ന ആശയമുണ്ടോ? സാൽവേഷൻ ഉണ്ട്, പക്ഷേ സാൽവേഷൻ ഉണ്ടോ? മോക്ഷ പാപത്തിൽ നിന്ന് സാൽവേഷൻ ഉണ്ടല്ലോ. ഈ ലോകം ഇവിടെ ജീവിക്കാനുള്ളതാണോ അതോ സ്വർഗത്തിൽ എത്തിച്ചേരുന്നതിനുള്ള സ്ഥലമാണോ ഇത്? ഈ ലോകത്തിന് ജീവിക്കാനുള്ളതാണ്. അതുകൊണ്ടാണ് ദൈവം ഈ ലോകത്തെ സൃഷ്ടിച്ചത്. അല്ല, ഈ ലോകത്ത് ജീവിക്കുന്നതിന് ലക്ഷ്യം എന്താണ്? ടു നോ ഗോഡ്.
അത്രയാണ് എനിക്ക് അറിയേണ്ടത്. അപ്പൊ ദൈവത്തിനെ അറിയാൻ എത്തിച്ചേരാനുള്ള ഒരു ഗ്രൗണ്ടാണ് ഈ ലോകം. ഇത് തന്നെയാണ് അടിസ്ഥാനപരമായി മതവിശ്വാസത്തിന്റെ ഏറ്റവും ഈ ലോകത്തെ ഏറ്റവും കംപ്ലീറ്റ് എതിരായിട്ട് മനുഷ്യ ജീവിതത്തിനെ തകർത്ത് കളയുന്ന സാധനമാണ്. ഇവിടുത്തെ ജീവിതത്തിന്റെ പ്രാധാന്യം ഇവിടെ അല്ല, പുറത്താണ്. മോക്ഷം മാത്രമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞില്ല. സാൽവേഷൻ ഉണ്ട്. ഇയാളുടെ ഇന്റർപ്രിറ്റേഷൻ ആണത്. ലോകത്തറിയാം ഇവിടുത്തെ സകല ആൾക്കാർക്കും ഈ ലോകത്ത് ജീവിക്കുന്നതിനല്ല, ഇത് ഒരു പരീക്ഷണമിടമാണ്. ഇത് ഇയാളുടെ ചോദ്യത്തിന് ഉത്തരം ഞാൻ പറയുന്ന ഉത്തരമാണ് ഈ പറയുന്നത്. ഞാൻ ചോദിച്ചത് ന്യൂ ടെസ്റ്റമെന്റിനകത്ത് മോക്ഷമുണ്ട്, സാൽവേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ് ഉണ്ട്. അത് ഈ ലോകത്ത് ജീവിക്കാനല്ല. ഈ ലോകം ഒരു ടെസ്റ്റിംഗ് ഗ്രൗണ്ട് ആണ്. അങ്ങനൊന്നുമില്ല, അല്ലാതില്ല. അങ്ങനല്ലാതെ അതുകൊണ്ടാണ് ഈ സകല വിശ്വാസങ്ങളും നിൽക്കുന്നത്. ഇല്ല, അത് സകല വിശ്വാസങ്ങൾ എന്നുള്ള പ്രയോഗം പറയാതെ ഞാൻ ചോദിച്ചതിന് ക്രിസ്തു മതത്തെ വിശ്വാസം. ഇപ്പൊ ഇയാൾ ക്രിസ്തു മതത്തിനെ റെപ്രസെന്റ് ചെയ്താണല്ലോ ഇരിക്കുന്നത്. അതുകൊണ്ടാണ് ക്രിസ്തു മതത്തിന്റെ കാര്യം ഞാൻ ഇപ്പൊ പറഞ്ഞോണ്ടിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ തന്നെയാണ് ഇവിടെ സാൽവേഷൻ ഉണ്ടോ? ഫ്രം സിൻ. അത് സിന്നുണ്ടല്ലോ. അപ്പൊ പാപം ചെയ്യുക, പുണ്യം ചെയ്യുക, ഈ രണ്ട് സാധനം ഉണ്ടല്ലോ. അപ്പൊ പാപത്തിൽ നിന്ന് മോചിച്ച് ദൈവത്തിൽ എത്തിച്ചേരുക എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടല്ലോ. പാപത്തിൽ നിന്ന് സ്വയം ഒരുവൻ മോചിച്ച് ദൈവത്തിൽ എത്തിച്ചേരുന്ന കോൺസെപ്റ്റ് ഇല്ല. പാപത്തിൽ നിന്ന് പറയുന്ന സാധനം പിന്നെ എന്താണത്? ഞാൻ പറയാം. പാപം എന്ന ഐഡിയ അല്ലെങ്കിൽ കോൺസെപ്റ്റ് ഇസ് എ ഹീബ്രു വേർഡ്, ഹത്താത്ത്. എന്തിനാണ്? ഞാൻ പറയട്ടെ, ഇത് ബേസിക്കലി കാണുന്നവർക്ക് മനസ്സിലാകണം. ഞാൻ എൻ്റെ ഒരു പോയിന്റ് എന്ന് പറഞ്ഞാൽ ആധുനിക ലോകം കംസ് ഫ്രം, ഇപ്പം ഇദ്ദേഹം പറഞ്ഞല്ലോ, ചെള്ള അടിച്ച് കാണിച്ചാൽ മറ്റേ ആളുടെ മനസ്സലിയില്ല, അത് തിരിച്ചടിക്കും, അത് പ്രാവർത്തികമല്ലെന്ന് പറഞ്ഞു. അതാണ് പാപം. കാരണം ഈ ലോകത്തിൽ പാപം ഉള്ളതുകൊണ്ട് ലോകം ഇൻഹെറന്റ്ലി ഫോളൻ ആയതുകൊണ്ടുമാണ് യേശു ക്രിസ്തുവിനെ അവർ ക്രൂശിച്ചത്. അല്ലെങ്കിൽ അങ്ങനെ ഒരു ഇന്നസെന്റ് ആയിട്ടുള്ള വ്യക്തിയെ അത്രയും മൃഗീയമായി പീഡിപ്പിച്ച് ഒരു മാംസമിണ്ടത്തെ പോലെ ക്രൂശിൽ തൂക്കുമ്പോൾ അന്നും ഇന്നും ഈ മണിപ്പൂരിൽ 2 സ്ത്രീകളെ ബലാത്സംഗം ചെയ്ത് പബ്ലിക് റോഡിൽ പരേഡ് ചെയ്യുമ്പോൾ എല്ലാം കാണുന്നത് പാപമാണ്. ആ പാപം ഇല്ല എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പാപം എന്ന കോൺസെപ്റ്റ് ഇല്ല എന്ന് പറയുന്നത് നാം നമ്മോട് തന്നെ ചെയ്യുന്ന, അല്ലെങ്കിൽ ഇറ്റ്സ് സംതിങ് ദാറ്റ് ഈസ് എംപെരിക്കലി വെരിഫയബിൾ. തെറ്റ് ചെയ്യുമ്പോൾ തോന്നുന്ന ഗിൽട്ടും അല്ലെങ്കിൽ ശരി ചെയ്യാൻ മനുഷ്യനെ പ്രേരിപ്പിക്കുന്ന ഘടകം, ദാറ്റ് ഇസ് എ റിയാലിറ്റി. അതിൽ നിന്ന് പാപം എന്ന് പറയുമ്പോഴത്തേക്കും ക്രിസ്ത്യൻ കോൺസെപ്റ്റിൽ ദൈവം ഉദ്ദേശിച്ച ഗുഡ്നെസ്സിൽ നിന്ന് മനുഷ്യൻ വേർതിരിഞ്ഞു പോകുന്നതാണ് പാപം. ആ കോൺസെപ്റ്റ് വിശദീകരിച്ച് കഴിഞ്ഞില്ല. അങ്ങനെയാണെങ്കിൽ ആ ദൈവത്തിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുന്ന മനുഷ്യൻ ദൈവത്തിൽ നിന്ന് ഡീവിയേറ്റ് ആയി പോകുകയാണെങ്കിൽ ദാറ്റ് കണ്ടീഷൻ, അല്ലെങ്കിൽ ചെയ്യുന്ന ചില പ്രവൃത്തികൾ കർമ്മ എന്നൊക്കെ നാം പറയുന്ന പോലെ ചില പുണ്യം പാപം എന്ന് താങ്കൾ പറഞ്ഞ സെൻസിലല്ല ദി ഐഡിയ ഓഫ് സിൻ ഇസ് യൂസ്ഡ് ഇൻ ക്രിസ്ത്യൻ തിയോളജി. എവ്രി മാൻ ഇസ് എ സിന്നർ ബിക്കോസ് ഹി ഈസ് ഏലിയനേറ്റഡ് ഫ്രം ഗോഡ്, ഹി മേക്സ് റോങ് ചോയ്സസ്. അവിടെ നിന്ന് ദൈവം സ്വയം രക്ഷിക്കും, അല്ലെങ്കിൽ ദൈവം സ്വയം രക്ഷിക്കും. എത്ര കഷ്ടമാണ്, എത്ര പ്രാകൃതമായ സങ്കല്പമാണ് ഈ പ്രപഞ്ചത്തിനകത്ത്. ഇപ്പൊ ഞാൻ ഇയാൾ പറഞ്ഞു കഴിഞ്ഞു, ആ വിഷയം പറഞ്ഞു കഴിഞ്ഞു. ഏലിയനേഷൻ ഓഫ് ഗോഡിൻ, ദൈവത്തിൽ നിന്ന് അകന്നുപോയി, അതിന് തിരിച്ചെത്തണം. ഇത്രയും വേണ്ടേ ഇയാളുടെ മിനിമം? ഇത് ആവശ്യമില്ലെന്നാണ് ഞാൻ ഈ പറഞ്ഞത്. ഈ ലോകത്തിനെ മനസ്സിലാക്കാനും ഈ ലോകത്ത് ജീവിക്കുന്നതിനും ഇവിടെ ഈ ലോകത്ത് ജീവിക്കുന്നതിനുള്ള അറിവാണ് ആധുനിക ശാസ്ത്രം. ആ അറിവെന്ന് ആധുനിക ശാസ്ത്രത്തെ താങ്കൾ തള്ളിക്കളഞ്ഞു. നേരത്തെ താങ്കൾ ശാസ്ത്രത്തെ ഇനി പിടിക്കാൻ പറ്റത്തില്ല, കാരണം നേരത്തെ താങ്കൾ ആവശ്യമില്ല. കേൾക്കണ്ടെന്നുണ്ടെങ്കിൽ ഇയാൾ കേൾക്കണ്ട, മിണ്ടാണ്ടിരുന്നാ മതി. ഇയാൾ മിണ്ടായിരുന്നാ മതി. താനുമായിട്ട് ഞാൻ ഡിബേറ്റില്ലടോ, ഞാൻ പറഞ്ഞില്ലേ, അത് കഴിഞ്ഞ നേരം ഞാൻ ഇരുന്ന് കേട്ടോണ്ടിരുന്നത് താനെ ലോകത്ത് ഒന്ന് രക്ഷപ്പെടുന്ന ഈ പ്രപഞ്ച രക്ഷപ്പെടുന്ന കോൺസെപ്റ്റ് സാൽവേഷൻ ഉണ്ട്. ക്രിസ്തുമതത്തിന് സാൽവേഷൻ ഉണ്ടെന്ന് ഇയാൾ പറഞ്ഞു കഴിഞ്ഞ്, ദൈവത്തിൽ നിന്ന് അകന്നു പോകുന്നുണ്ട്, പാപം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞ്, ഈ സങ്കല്പം ആവശ്യമില്ല. ഈ സങ്കല്പം ആവശ്യമില്ല. ആധുനിക ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവാണ് ഞാൻ പറയുന്നത്. ഈ ലോകത്തിനകത്ത് മനുഷ്യ സങ്കല്പം, ഞാൻ മനുഷ്യരുണ്ടാക്കുന്ന ഈ ലോകത്ത് ജീവിക്കാനാണ്. ഇവിടുന്ന് രക്ഷപ്പെടുന്ന യുക്തികളല്ല. ലോകത്ത് ഇതുവരെയുള്ള മനുഷ്യരുടെ എല്ലാ ഫിലോസഫിയും ലോകത്ത് ജീവിക്കുന്ന, ഈ ലോകം ദുഃഖമാണ്, ഇവിടെ വിഷമമാണ് എന്ന് പഠിപ്പിച്ച ബുദ്ധൻ തൊട്ട് ഇങ്ങേ അറ്റത്ത് ഇപ്പൊ എന്താണ് നാരായണ ഗുരു വരെ കേരളത്തിനകത്തെടുക്കുക, ഈ മുഴുവൻ മനുഷ്യരും ഈ ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റി അല്ല സംസാരിച്ചിട്ടുള്ളത്, ഇവിടുന്ന് മോചിക്കുന്നതിനെ പറ്റിയാണ്.
ഇവിടെ പക്ഷെ അങ്ങനത്തെ ഒരു concept- എവല്യൂഷണറി ആയിട്ട് അങ്ങനത്തെ ഒരു സംസാരിക്കുന്നത് ഈ concept ലോകത്ത് ജീവിക്കുന്നതിനെ പറ്റിയാണ്. അങ്ങനത്തെ ഒരു ഈ concept ലോകത്ത് ബൈബിളിലില്ല. ജീവിക്കുന്നതിനകത്ത് മനുഷ്യര്, വ്യത്യസ്തമായ മനുഷ്യര് ഒന്നിച്ച് ചേർന്ന് ജീവിക്കുന്നതിന്റെ ഒരുമയെ പറ്റിയാണ് പറയുന്നത്. അപ്പൊ അവിടെയാണ് ആ പറയുന്നതടുത്ത് ഈ പറയുന്ന രക്ഷപ്പെടലിന്റെ ആവശ്യമേ ഇല്ല. ഈ ലോകത്ത് ജീവിക്കാനാണ് പഠിപ്പിക്കേണ്ടത്. ഈ ലോകത്തുനിന്ന് രക്ഷപ്പെടുന്നത്, ഇവിടെ ജീവിക്കാൻ വരുന്നിട്ട് എവിടുന്നോ വന്ന് ഇന്ന് ഇവിടുന്ന് പോകുന്നു എന്ന് പറയുന്ന സങ്കല്പം വെക്കാതെ ഒരു മതവിശ്വാസത്തിനും സാധ്യമല്ല. ആ മതവിശ്വാസങ്ങൾ അനാവശ്യമാണെന്നുള്ളത് കൊണ്ടാണ്, അവർ തടസ്സമാണ്. ഇന്ന് ലോകത്തിനെ അറിയാൻ, ലോകത്ത് മനുഷ്യരെ വ്യത്യസ്തതകളോടെ നിൽക്കുമ്പോൾ തന്നെ ഒരുമയോടെ എങ്ങനെ ജീവിക്കാൻ പറ്റും എന്ന് പറയുന്നതാണ് ആധുനിക അറിവ്. ഈ അറിവിന് അനുസൃതമായ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. അല്ലാതെ ഈ ഏതെങ്കിലും പഴഞ്ഞൻ ഈ ഇവിടുന്ന് ഞാൻ പാപവും പുണ്യവും വെച്ച് അവസാനം സ്വർഗവും നരകവും ഒക്കെ വെക്കേണ്ടി വരും. ഈ സാധനങ്ങൾ ഒന്നുമില്ലാതെ തന്നെ വ്യത്യാസങ്ങൾ നിലനിൽക്കെ തന്നെ മനുഷ്യർ സഹകരിച്ച് ഒന്നിച്ച് ജീവിക്കാനായിട്ട് ഈ സങ്കല്പങ്ങൾ ആവശ്യമില്ല എന്നാണ് പറയുന്നത്. അതിന് ആവശ്യത്തിന് ആധുനിക ജനാധിപത്യ ബോധത്തിനകത്ത് വ്യക്തികൾ എന്നുള്ള നിലവാരത്തിൽ വ്യത്യസ്തതകൾ നിലനിൽക്കുമ്പോൾ ഒന്നിച്ച് ജീവിക്കുന്നതിനുള്ള മൂല്യബോധമാണ് ജനാധിപത്യ മൂല്യബോധം. പിന്നെ അദ്ദേഹം പറയുമ്പോൾ പാപവും പുണ്യം. കാരണം ഇദ്ദേഹത്തിന് ക്രിസ്ത്യാനിറ്റി അറ്റാക്ക് ചെയ്യണമെങ്കിൽ ക്രിസ്ത്യാനിറ്റി അറ്റാക്കിന്റെ ആവശ്യമില്ല. കാളവണ്ടി എനിക്ക് വേണ്ട. ഞാൻ പറഞ്ഞു കേട്ടെ. കാരണം എല്ലാ മതങ്ങളെ ഒരേ ചർച്ചയിലാണ്. കാരണം എല്ലാ മതങ്ങളെ ഒരേ ബോക്സിൽ ഇട്ട് അറ്റാക്ക് ചെയ്യാൻ അദ്ദേഹത്തിന് പറ്റത്തുള്ളൂ. കാരണം ഞാൻ ചോദിച്ച ചോദ്യത്തിന് അദ്ദേഹം മറുപടി പറഞ്ഞില്ല. ഞാൻ പറഞ്ഞു കഴിയട്ടെ. പാപം എന്ന കോൺസെപ്റ്റ് എന്താണെന്ന് അദ്ദേഹം പറയേണ്ട ഡെഫിനേഷൻ ഞാൻ പറഞ്ഞില്ല. അപ്പോൾ അദ്ദേഹം വീണ്ടും ഈ ലോകത്തിൽ നിന്ന് മോചിപ്പിക്കാൻ, അങ്ങനെ ഒരു കോൺസെപ്റ്റ് ബൈബിളിലില്ല, അങ്ങനത്തെ ഒരു കോൺസെപ്റ്റ് ക്രിസ്ത്യാനിറ്റിയിലും ഇല്ല. ഈ ലോകത്തിൽ തന്നെയാണ് ദൈവരാജ്യം വരുന്നത്. ദാറ്റ് ഇസ് ദി ഹോൾ ഐഡിയ. അല്ലെങ്കിൽ യേശുക്രിസ്തു തന്നെ ഈ ലോകം ഒരു ഇച്ചിയാണെന്നുള്ള ഐഡിയ ഈ ഗ്രീക്ക് ചിന്തകന്മാരുടെ ഇടയിലും ഹിന്ദു ഫിലോസഫിയിലും ഒക്കെ ഉണ്ടായിരുന്നു. ദ ബോഡി ഈസ്, അല്ലെങ്കിൽ ലോ വ്യൂ ഓഫ് ബോഡി, അല്ലെങ്കിൽ ലോ വ്യൂ ഓഫ് ദ മെറ്റീരിയൽ വേൾഡ്. അതിനെയെല്ലാം റെവല്യൂഷനൈസ് ചെയ്യുന്ന ഒരു ഇൻകാർണേഷൻ കോൺസെപ്റ്റ്, അതായത് ദൈവം മനുഷ്യനായി, ദൈവം നേച്ചറിൻ്റെ ഭാഗമായി തീർന്നു എന്ന ഉള്ള ഐഡിയ വാസ് അപ്ലിഫ്റ്റിംഗ് നേച്ചർ. അല്ലെങ്കിൽ ഭൂമിയെ തന്നെ, പ്രകൃതിയെ തന്നെ അപ്ലിഫ്റ്റ് ചെയ്യുന്ന ഒരു ഐഡിയ ആയിരുന്നു, റെവല്യൂഷണറി ഐഡിയ ആയിരുന്നു ക്രിസ്ത്യൻ എത്തിക്. പിന്നെ ലോകം മനുഷ്യരെല്ലാം ഒരുമിച്ച് ജീവിക്കണമെന്നൊക്കെ താങ്കൾ പറഞ്ഞു. അവിടെ തന്നെയാണ് പാപത്തിൽ നിന്ന് മനുഷ്യൻ എന്തുകൊണ്ട് ഈ ഷുഡ് റിപ്പൻറ്റ് ഫ്രോം ഹിസ് സിൻ എന്നുള്ള ഐഡിയ പറയുന്നത്. മനുഷ്യൻ പാപത്തിൽ നിന്ന് തിരിഞ്ഞാലേ he can be one with man to man. ഈ ഒരു ഐഡിയ, ഞാൻ ഈ പറയുന്ന ഐഡിയ ആധുനിക ലോകത്തിന് മാത്രമല്ല ജനാധിപത്യത്തിന് തന്നെ അടിസ്ഥാനമാണ്. ദാറ്റ് ബേസിക്കലി യേശുക്രിസ്തുവിനോട് ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് എന്താണെന്ന് ചോദിക്കുന്നു. കർത്താവ് പറയുന്നത് ദൈവത്തെ സ്നേഹിപ്പിൻ, നിന്റെ അയൽക്കാരനെ. ഞാൻ പറഞ്ഞു കഴിയട്ടെ സാർ. ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് യുവർ ഇൻടോളറൻസ്, ബട്ട് ലെറ്റ് മീ കംപ്ലീറ്റ്. ദൈവത്തെ സ്നേഹിപ്പിൻ, നിങ്ങൾ അയൽക്കാരനെ നിങ്ങളെപ്പോലെ തന്നെ സ്നേഹിപ്പിൻ. ഇവിടെ തന്നെ ഇദ്ദേഹം പറഞ്ഞു തുടങ്ങിയപ്പോൾ ആടും ഇടയനെന്നും പറഞ്ഞു, അല്ലെ? ഒരു ഇടയൻ എത്ര വിചാരിച്ചാലും ആടിനെ പോലെ ആകത്തില്ല. അത് ബേസിക്കലി മെറ്റഫറും തിയോളജിയും തമ്മിലുള്ള അന്തരം മനസ്സിലാകാൻ പറ്റാത്ത സിമ്പിൾ ബേസിക് കോമൺ സെൻസ് ബൈബിളിലേക്ക് അപ്ലൈ ചെയ്യാത്തതുകൊണ്ടാണ്. ആടും ഇടയൻ എന്നുള്ള ആ അർത്ഥത്തിലാണോ ബൈബിൾ യൂസ് ചെയ്യുന്നതല്ല. അത് മാത്രമല്ല, ബൈബിൾ തിയോളജിക്കലി വെക്കുന്ന കോൺസെപ്റ്റ് ഇസ് ഹയർ വ്യൂ ദാറ്റ് ഗോഡ് ക്രിയേറ്റഡ് മാൻ. സ്വന്തം സാദൃശ്യത്തിൽ മനുഷ്യനെ ദൈവം സൃഷ്ടിച്ചു. അങ്ങനെ സൃഷ്ടിച്ചെങ്കിൽ കർത്താവിനോട് ചോദിച്ചപ്പോൾ ഗ്രേറ്റസ്റ്റ് കമാൻഡ്മെന്റ് ഏതാണെന്ന് ചോദിച്ചപ്പോൾ കർത്താവ് 2 കമാൻഡ്മെന്റ് പറഞ്ഞു. ഒന്ന് ദൈവത്തെ സ്നേഹിപ്പിൻ, ഒരെണ്ണം പറഞ്ഞാൽ മതിയായിരുന്നു. അതിന് കൂടെ തന്നെ രണ്ടാമതും പറഞ്ഞ് അയൽക്കാരനെ സ്നേഹിപ്പിൻ. കാരണം ദൈവത്തെ സ്നേഹിച്ചാൽ ദൈവത്തിൻ്റെ ഇമേജ് ബെയർ ചെയ്യുന്ന എല്ലാ മനുഷ്യരെയും സ്നേഹിക്കും. അവിടെ ശൂദ്രനെന്നില്ല, ദലിതനെന്നില്ല, യാതൊരു റേസ് വ്യത്യാസങ്ങളില്ല. ഇവയെല്ലാം യോജിപ്പിക്കുന്ന ആദ്യത്തെ റെവല്യൂഷണറി കോൺസെപ്റ്റ്. സാധനം വെച്ചിട്ട് ഒരു പ്രയോജനം 12 കുരിശുയുദ്ധവും ചെയ്തിട്ടുണ്ട്. അത് ഡെഫിനറ്റ്ലി ക്രിസ്ത്യാനിറ്റി വയലേറ്റ് ചെയ്തതാണ്. ഞാൻ അതിനെ കംപ്ലീറ്റ്ലി അത് ബൈബിളിനെതിരായിരുന്നു. ക്രൂശ് യുദ്ധങ്ങൾ ബൈബിളിനെതിരാണ്. തന്റെ ജീവിതത്തിന് ഇപ്പൊ ഈ കാണുന്ന യൂറോപ്പിലുള്ള ഒരു എക്സാമ്പിൾ ചോദിച്ചപ്പോൾ ഞാൻ ഇത് തന്നെയാ ചോദിച്ചത്. ക്രൂശ് യുദ്ധങ്ങളുടെ ക്രിസ്ത്യാനിറ്റി എന്നാലും ലോകത്തില്ല, ഞാൻ ഇതിനു മുമ്പ് ഞാൻ ചോദ്യം ചോദിച്ചപ്പോൾ ചോദ്യം മനസ്സിലാക്കിയില്ല, ദൈവത്തിൽ എത്തിച്ചേരാൻ ഇവിടെ
ഫിലോസഫി ഒന്നും ഇങ്ങോട്ട് ഇറക്കണ്ട, അതൊന്നും എടുക്കത്തില്ല. ഈ യൂസ്ലെസ് ആയ സാധനം കടത്തി വിടാനായിട്ട് സമ്മതിക്കത്തില്ലല്ലോ. ഇയാള് നടുക്കിരിക്കുന്ന ആള് മിണ്ടിക്കൂടാ. അവസാനമായപ്പോഴും പറഞ്ഞ ഈ കുരിശുദ്ധത്തിലേക്ക് കടന്നു പോവുക ചെയ്ത് മറുപടി പറയാൻ പറ്റാത്തതുകൊണ്ടാണ് കുരിശുദ്ധത്തിലേക്ക് പോയത്. ഉണ്ടാകത്തില്ല ഇയാള് പറഞ്ഞ ന്യൂ ടെസ്റ്റ്മെന്റ് പഠിച്ചവന്മാരാണ് കുരിശുയുദ്ധം മുഴുവൻ ചെയ്തത്. ന്യൂ ടെസ്റ്റ്മെന്റിൽ നിന്ന് ക്രൂശ് യുദ്ധത്തിനെ പ്രേരിപ്പിക്കുന്ന ഒരു വാക്യം അത് പ്രയോജനമില്ലാന്ന് ഞാൻ പറഞ്ഞു കഴിഞ്ഞില്ലേ. താങ്കളല്ലേ പറഞ്ഞത് ന്യൂ ടെസ്റ്റ്മെന്റ് ആണ് താങ്കൾ ആവശ്യമായി വന്നതെന്നാ ഞാൻ ഈ പറഞ്ഞത്. യേശു ക്രിസ്തു പഠിപ്പിച്ചത് നാട്ടിൽ ഒരു മിനിറ്റ് ഒരുപാട് ഡീവിയേറ്റ് പോകുന്നുണ്ട് ഇപ്പൊ കുരിശ്. കാരണം ബൈബിളിൽ നിന്ന് വ്യക്തമായിട്ട് പുള്ളി ചോദിച്ചതിന് മൈത്രൻ ഉത്തരം പറയാതെ മുഴുവൻ കേട്ടത് അംഗീകരിച്ചിട്ടാണല്ലോ. എന്ത് വണ്ടി ആയിക്കോട്ടെ, അതിനും താങ്കൾ ആധുനിക ശാസ്ത്രത്തെ എല്ലാം അതിന് പ്രചോദനമായി തീർന്ന ഗ്രന്ഥം ഒപ്പീനിയന് യാതൊരു വിലയുമില്ല. വില വേണ്ട, സകല സെമിനാറിലും തന്നെ പോലുള്ള ആൾക്കാരെ സൃഷ്ടിച്ചിട്ട് ഈ പള്ളി നടത്തിക്കൊണ്ട് പോകുന്നതിന് വേണ്ടി ആം ചെയ്ത് വിട്ടിരിക്കുന്ന എന്താണ് ചാവേറുകളാണ്. ആ ചാവേറുകൾ പറയുന്ന സാധനത്തിന് ഈ നിങ്ങളല്ല പിന്നെ ആരാ പിന്നെന്ത് ചാവേറല്ലാതെ? അല്ലെങ്കിൽ താൻ ഇത് പഠിച്ചിട്ട് ഇങ്ങനെ പറയുവോ? ഈ കാലഘട്ടത്തിനകത്ത് ഞാൻ കോട്ട് ചെയ്യുന്നത് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസിന്റെ കൺസെൻസസും, അതായത് ക്രിസ്ത്യാനിറ്റി ആണ് ആധുനിക ലോകത്തെ പ്രേരിപ്പിച്ചത്. ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസിന്റെ കൺസെൻസസ്. ഞാൻ പറഞ്ഞല്ലേ താൻ ഹിസ്റ്റോറിയൻസിനെയൊക്കെ കൂട്ടുപിടിക്കുന്ന എന്തിനാ? ബിക്കോസ് ഞാൻ ചോദിക്കട്ടെ, എനിക്ക് ബൈബിൾ എടുത്ത് പറഞ്ഞാൽ മതി. ഈ യുക്തി ഇപ്പൊ താങ്കളുടെ താങ്കളുടെ വിചാരമുണ്ട്, താങ്കൾ പറയുന്ന എന്തോ എനിക്ക് അങ്ങനെ വിചാരമുണ്ട്. ആ ആരോഗ്യൻസ് ഒരുപക്ഷെ താങ്കളുടെ പ്രായം കൊണ്ടായിരിക്കും. അതല്ല, പ്രായം കൊണ്ടല്ല, വിവരക്കേട് കൊണ്ടാണെന്ന് അന്വേഷിച്ചോ. എന്താ കുഴപ്പം? ഒരു കുഴപ്പമില്ല, ഒരു കുഴപ്പം താങ്കൾക്കില്ല. ഈ കാഴ്ചക്കാരെ കാണിച്ചിട്ട് ഇയാൾ വിചാരിക്കുന്ന കാര്യത്തില് ഡിസ്ക്രെഡിറ്റ് ചെയ്യാമെന്ന് എടുക്കത്തില്ല. താങ്കളെ ഡിസ്ക്രെഡിറ്റ് അത്രയും ഉദ്ദേശമുള്ളൂ. ഈ ഉദ്ദേശമുള്ളവരാണോ ഈ ചർച്ചയ്ക്ക് വരുന്നത്? അല്ലാതെ വേറെ എന്തോ ഉദ്ദേശം കണ്ട? താൻ എന്തിനാണ് സയൻസ് പഠിക്കണ്ടേ? താൻ എന്തിനാണ് ഹിസ്റ്ററി പഠിക്കണ്ടേ? വിശ്വാസിയല്ലേ താനെ? ബൈബിൾ പഠിച്ച പോലെ വിശ്വാസികൾ പഠിക്കണമെന്ന് ആരും പറഞ്ഞിട്ടില്ല. ജോലി മേടിക്കാൻ പഠിക്കും. അല്ല, അങ്ങനെയല്ല, അങ്ങനെയല്ല. ഈ വിഷയങ്ങൾ മനസ്സിലാകാത്തത്. ഇനി പറയുന്നില്ല. അല്ല, ഇയാളെ കേട്ടല്ലേ? അല്ല, പുള്ളി പറഞ്ഞു വിശ്വാസികളാണ് എന്തിന് സയൻസ് പഠിച്ചു എന്നാണ് ചോദിച്ചത് പുള്ളിയുടെ. ഒരു മിനിറ്റ്, ആൾക്കാരുടെ മുന്നിൽ ഇത് കാണിച്ചിട്ട് ഒരു മിനിറ്റ്, ഞാൻ പറയുന്നതിനകത്ത് ചിന്തിക്കാതിരിക്കാൻ വേണ്ടിയുള്ള അങ്ങനെയാണെങ്കിൽ മൈത്രേന്റെ ആ ഒരു ആർഗ്യുമെന്റ് ഒരു മിനിറ്റ് മൈത്രൻ, ഞാൻ മൈത്രൻ അങ്ങനെ ആർഗ്യുമെന്റ് പ്ലോട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഒരു മിനിറ്റ്, കാരണം മൈത്രന്റെ യൂട്യൂബ് ചാനലുകളും മൈത്രന്റെ പ്രോഗ്രാംസ് ഉണ്ടല്ലോ, അവിടെ മൈത്രന്റെ ആശയങ്ങൾ പ്രചരിപ്പിക്കുകയല്ലേ ചെയ്യുന്നത്. ചെയ്തിട്ടുണ്ട്. ബഗ് മീഡിയ പല ചാനലുകളിലും താങ്കളുടെ ആശയങ്ങൾ, അതായത് താങ്കൾക്ക് ഒരു മോറൽ ബെനിഫിറ്റ് ഉള്ളതുകൊണ്ടാണ് താങ്കളെ ചെയ്യുന്നത്. അപ്പൊ അതല്ല ഇവിടുത്തെ. അങ്ങനെ അല്ലെങ്കിൽ ആഷോ അങ്ങനെയല്ല ചെയ്യുന്നത്. അങ്ങനെ അല്ലെങ്കിൽ ആഷോ അതല്ല ചെയ്യുന്നത്. The best statement in this was when he actually said that നിങ്ങൾ ബൈബിൾ വായിച്ചാൽ മതി, നിങ്ങൾ പറയണ്ട. കാരണം ഇത് ഇഗ്നോറൻസ്. താങ്കൾക്ക് പറഞ്ഞോട്ടെ, അല്ല, അത് കേൾക്കട്ടെ. നമ്മളൊരു ഡിസ്കഷനിലേക്ക്, ഡിബേറ്റ് അല്ലല്ലോ. ഇഗ്നോറൻസ് ഇസ് ഫൈൻ. ഇഗ്നോറൻസ് പ്ലസ് ആരോഗൻസ് ഇസ് നോട്ട് ഫൈൻ. എന്തുകൊണ്ട് പറ്റത്തില്ലെന്ന് എന്തുകൊണ്ട് പറ്റത്തില്ല? താങ്കളുടെ അറിവുകേട് ഇസ് ഫൈൻ. പക്ഷെ ഞാനൊന്നും ചെയ്യത്തില്ല. പിന്നെന്താണ് ഞാൻ ലേബിൾ വെച്ചല്ലോ. താങ്കൾ തന്നെ താങ്കളുടെ സംസാരത്തിൽ നിന്ന് ഇത് എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? എന്ത് അബദ്ധമാണ് ഈ പറയുന്നത്? താങ്കൾ ബൈബിൾ വായിച്ചാൽ മതി എന്ന് പറയുന്നത്. അങ്ങനാണെങ്കിൽ ആധുനിക സയൻസ് വരത്തില്ല.
ന്യൂട്ടൺ ബൈബിൾ വായിച്ചാൽ മതിയായിരുന്നു. ഈ ബൈബിൾ ഉണ്ടാകുന്നതിന് മുമ്പാണ് ലോകത്ത് ന്യൂട്ടൺ ബൈബിൾ വായിച്ചത് കൊണ്ടാണ് സയൻസിലേക്ക് വന്നത്. അല്ല, ആണ് ലോകത്തിനെ ട്രാൻസ്ഫോം അറിവ് എന്ന് പറഞ്ഞാൽ ഒരു ജീവി ജീവിക്കുമ്പോൾ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്യുന്ന അറിവാണ് ശാസ്ത്രം. ബിഗ് ബാങ് കോസ്മോളജിയിലേക്ക് അത് ഇവന്മാരെല്ലാരും കൂടെ കുത്തിയിരുന്ന് ചിന്തിച്ചിട്ടും സെമിനാറിലിരുന്ന് ചിന്തിച്ചിട്ടുണ്ടായതല്ലത് ആണെന്നാണ് ഒരു കല്ലുള്ളി ഉണ്ടാക്കിയതാണത്. അല്ല, തെളിവുകൾ കാണിക്കുന്നത് താങ്കൾക്കൊരു വിചാരമുണ്ട്, താങ്കൾക്കൊരു വിചാരമുണ്ട് പരിണമിച്ച് ഇങ്ങനെ ആധുനിക. അങ്ങനെ തന്നെയാണ് പരിണമിച്ചുണ്ടായതാണ്. തന്നെ പോലുള്ള ആൾക്കാര് ഈ സാധനങ്ങൾ പറയുന്നത് ശാസ്ത്രം വികസിപ്പിക്കാനല്ല, അതിനെ കത്തി വെക്കാൻ. പക്ഷെ എനിക്ക് തോന്നുന്നില്ല അങ്ങനെയാണെങ്കിൽ കെപ്ലറും ന്യൂട്ടണും ഇങ്ങനെ പറയേണ്ട കാര്യമില്ലായിരുന്നല്ലോ. അവർക്കത് ഉപയോഗശൂന്യമാണെന്ന്. ഈ ബൈബിളും ഖുറാനും ഖുറാന്റെ കാര്യം പക്ഷെ ബൈബിളിന്റെ കാര്യം കൊള്ളത്തില്ലെന്ന് ഏറ്റവും അല്ല. ഞാൻ ഒരു കാര്യം കൂടെ പറയട്ടെ. ഫ്രാൻസിസ് കോളിൻസ് എന്ന നിരീശ്വരവാദി ജനറ്റിക് എഞ്ചിനീയറിംഗ് ചെയ്ത പുള്ളിക്കാരൻ ദൈവവിശ്വാസിയായിട്ട് ക്രൈസ്തവ വിശ്വാസത്തിലേക്ക് കടന്നു വന്നു. അപ്പോ പറയാതെ അതൊന്നും എനിക്ക് ആവശ്യമില്ല. അദ്ദേഹത്തിന് അത് വേണ്ട. ഞാൻ ഈ പറയുന്നത് ബൈബിള് പഠിച്ച് പ്രസംഗിച്ചുകൊണ്ടിരുന്ന മെന്റല് എന്തുകൊണ്ടാണ് വയറെടുത്ത് വെച്ച് പരിശോധിക്കേണ്ടി വരുന്നത്? കാരണം ലോകത്തിനെ ഈ ജനിച്ചപ്പോൾ ക്രിസ്ത്യാനി ആയി പോയവനും ജനിച്ചപ്പോൾ മുസ്ലിം ആയി പോയവനും ജനിച്ചപ്പോ അങ്ങനെ അല്ലാത്ത ഒരാളെ കുറിച്ച് അങ്ങനെ അല്ലാത്ത ഒരാളെ കുറിച്ചാണ് ഞാൻ പറഞ്ഞത്. ഫ്രാൻസിസ് കോളിൻസ്, അദ്ദേഹം തിരിച്ച് ക്രൈസ്തവത്തിൽ വെറുതെ ഈ നിരീശ്വരവാദികളെ പറ്റി ഒന്നും എന്നോട് പറയാതെ, സമയം കളയാതെ. എനിക്ക് നിരീശ്വരവാദം ഒന്നുമല്ല. മനുഷ്യന്മാർ എങ്ങനെയാണ് ദൈവത്തിനെ ഉണ്ടാക്കി എന്ന് പറയുന്ന കഥ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ചോദിക്കട്ടെ, ഈ ആധുനിക ലോകം എങ്ങനെയാണ് ഉളവായത്? ലോകത്തിനെ ഒരു ജീവനുണ്ടായി ചുറ്റുപാടിനെ ഇണക്കുന്ന പ്രവൃത്തിയാണ്. ലോകത്ത് ഒരു കല്ലെടുത്ത് തല്ലി പൊട്ടിക്കുമ്പോഴും ഒരു വടിയെടുത്ത് അടിക്കുമ്പോഴും ഉണ്ടാക്കിയിട്ടുള്ള അറിവിന്റെ തുടർച്ചയ്ക്കകത്താണ് ശാസ്ത്രമുള്ളത്. അല്ലാതെ ഈ പറയുന്ന ഏതെങ്കിലും ഒരു മതവിശ്വാസികൾ ഇരുന്ന് ആലോചിച്ചുണ്ടാക്കിയതല്ല ശാസ്ത്രം എന്ന് പറയുന്നത്. സകല ബൈബിളും സകല ഖുറാനും ഞാൻ പറഞ്ഞു നിർക്കുക. ബൈബിളും ഖുറാനും ഭഗവത്ഗീത ഒന്നും ലോകത്തില്ലെങ്കിലും അതിനകത്തുനിന്ന് ഒരു മൊട്ടുസൂചി പോലും ഉണ്ടാക്കാൻ പറ്റത്തില്ല. അതേ സമയത്ത് ആശാരിയും മൂശാരിയും ഈ നാട്ടിനകത്തെ കൃഷിക്കാരും അതുപോലുള്ള ആളുകൾ ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്ത് കൊണ്ടുവന്നതിൻ്റെ തുടർച്ചയ്ക്കകത്താണ് ശാസ്ത്രമുള്ളത്. അതിനകത്ത് ഈ ആളുകളുടെ യാതൊരു കോൺട്രിബ്യൂഷനും ഇല്ല. ആളുകളല്ല, ഞാൻ ഈ പറയുന്ന ബൈബിളോ ഖുറാനോ ഒന്നും ലോകത്തുണ്ടായില്ലെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ബൈബിൾ ഇല്ലായിരുന്നെങ്കിൽ ഒന്നും സംഭവിക്കത്തില്ല. ലോകത്തിനെ ട്രാൻസ്ഫോം ചെയ്തത് ഈ ഇതുണ്ടാക്കിയവനാണ്, ഈ കസേര ഉണ്ടാക്കിയവനാണ്, ഈ ഇതുണ്ടാക്കി. ഇതൊന്നും ഈ പറയുന്നവരുടെ മതവിശ്വാസ പ്രകാരമുള്ള തുടർച്ചയിലല്ലത്. നാട്ടുകാരെ മുഴുവൻ കൈകാര്യം ചെയ്യാൻ വേണ്ടി, അവരുടെ മനസ്സ് കവരാൻ വേണ്ടി, അവരെ ആശയപരമായി അടിമത്തത്തിൽ നിലനിർത്തുന്നതിന് ഉണ്ടായ ആശയങ്ങളാണ് ബൈബിളും ഖുറാനും. അത് ശാസ്ത്രജ്ഞന്മാരെ സ്വാധീനിച്ചിരുന്നില്ല എന്നുള്ളത് ആൻസർ എന്ന് പറയട്ടെ. അല്ലാതെ തുടർച്ചയ്ക്കകത്ത് ഒരു കോൺട്രിബ്യൂഷനും ഇതിനകത്ത്. ഒരു മിനിറ്റ് പുള്ളി ഒന്ന് പറയട്ടെ. ഞാൻ പറയുമ്പോൾ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാതിരിക്കുവാണെങ്കിൽ അതൊരു റിക്വസ്റ്റ് ആണ്. സോ ബേസിക്കലി ഇപ്പോൾ നമ്മൾ ഈ മതങ്ങളെല്ലാം ഒരേ ബ്രാക്കറ്റിലിട്ട് അറ്റാക്ക് ചെയ്യുവാണെങ്കിൽ ഇങ്ങനത്തെ ആശയങ്ങൾ വിൽ കം ഫ്രം ദാറ്റ് പർട്ടിക്കുലർ പ്രീസപ്പോസിഷൻ. പക്ഷേ നാം ബൈബിൾ നോക്കുമ്പോൾ, അല്ലെങ്കിൽ ഞാൻ ഒരു കാര്യം താങ്കളോട് ഡയറക്റ്റായിട്ട് ചോദിക്കാം. ആധുനിക ലോകമെന്ന് താങ്കൾ പറയുമ്പോൾ ആധുനിക ലോകത്തിൻ്റെ മൂല്യങ്ങൾ, ജനാധിപത്യവും സയൻസും, ഇതിനെയെല്ലാം ഒട്ടും തന്നെ ക്രിസ്ത്യാനിറ്റി സ്വാധീനിച്ചിട്ടില്ല, അല്ലെങ്കിൽ ബൈബിളിലെ ആശയങ്ങൾ സ്വാധീനിച്ചിട്ടില്ലെന്നാണോ താങ്കൾ പറയുന്നത്? ഒരു ഉത്തരം ജസ്റ്റ് എന്ന് പറഞ്ഞിട്ട് ഐ വോണ്ട് ടു കണ്ടിന്യൂ, കാരണം ഞാൻ പൂർത്തീകരിച്ചിട്ടില്ല. ലോകത്തുള്ള എല്ലാ ഫിലോസഫിയും അതാത് പ്രദേശത്തെ ആളുകളെ സ്വാധീനിച്ചിട്ടുണ്ട്. ഈ ആശയങ്ങളെ സ്വാധീനിച്ചിട്ടുണ്ടോ? എല്ലാ ആശയങ്ങളും എന്ന് പറഞ്ഞാൽ ജനാധിപത്യപരമായിട്ടുള്ള ജീവിതത്തിനകത്ത് ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാനുള്ള തരത്തിലുള്ള രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടായിട്ടുള്ളതാണ് മതവിശ്വാസങ്ങൾ. അങ്ങനെ സ്വാധീനിച്ചിട്ടുണ്ട്. രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടായതല്ല ക്രിസ്ത്യാനിറ്റി എന്ന് പറഞ്ഞാലോ? കോൺസ്റ്റന്റൈൻ എന്ന് പറയുന്ന രാജാവ് ഉപയോഗിച്ചുണ്ടാക്കിയത് കൊണ്ട് മാത്രമാണ് ക്രിസ്തുമതം ഉള്ളത്. യേശു ക്രിസ്തുവായിട്ട് അതിനൊരു ബന്ധമില്ല. ക്രിസ്ത്യാനിറ്റി, ബുദ്ധമതം എന്ന് പറയുന്നത് അശോകൻ ക്രിസ്ത്യാനിറ്റി കോൺസ്റ്റന്റൈൻ ക്രിയേറ്റ് ചെയ്തതാണ്. എന്താ അത്ര സംശയം? അപ്പം അതിന്റെ ഒന്ന് കഥ പറഞ്ഞ് കേൾക്കട്ടെ. അതിനെ എന്ന് പറഞ്ഞാൽ ഒരു മതം
ലോകത്ത് കോൺസ്റ്റന്റീൻ്റെ ഒരു മതം കോൺസ്റ്റന്റീൻ ഒരു രാജാവ് എടുത്ത് ഉപയോഗിക്കാനായിട്ട് തീരുമാനിക്കുന്നത് കോൺസ്റ്റന്റീൻ ആൾക്കാർ എന്നാൽ ഏത് ഒരു സാമ്രാജ്യം രൂപപ്പെടുത്തുന്ന സമയത്ത് വ്യത്യസ്തമായ ദൈവങ്ങളെ യോജിപ്പിച്ച് എന്നാൽ ഗോത്രങ്ങളുടെ ദൈവങ്ങളെ യോജിപ്പിച്ചുകൊണ്ട് വരുമ്പോൾ ഏകദൈവ വിശ്വാസം ആവശ്യമായിട്ട് വരും. അത് ഞാൻ ഓൾറെഡി സമയത്ത് അതാത് പ്രദേശങ്ങളിലുള്ള ആൾക്കാർ പ്രചരിപ്പിച്ച് രാജാക്കന്മാർ സ്വീകരിക്കുന്നില്ലെന്നുണ്ടെങ്കിൽ മതം let me then respond. കാരണം അത് പറഞ്ഞത് ഹിസ്റ്റോറിക്കലി വൺ ബ്ലണ്ടർ ആണ് ദാറ്റ് കോൺസ്റ്റന്റ്ലി ക്രിയേറ്റഡ് ക്രിസ്ത്യാനിറ്റി. ഇറ്റ്സ് എ ഹിസ്റ്റോറിക്കൽ വാലസി ദാറ്റ് വളരെ അത് ഹിസ്റ്റോറിയൻസ് എല്ലാം അംഗീകരിക്കുന്ന കാര്യമാണ്. ഫസ്റ്റ് സെഞ്ചുറി ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. ഇത് സോഷ്യോളജിസ്റ്റുകൾ ഹിസ്റ്റോറിയൻസും റോഡ്നി സ്റ്റാർക്ക് പോലുള്ള ആൾക്കാർ ആദ്യത്തെ 200 വർഷത്തിൽ 40% പെർ ഡെക്കേഡ്, അത് കോൺസ്റ്റന്റീന് മുമ്പാണ് ക്രിസ്ത്യാനിറ്റി വളർന്നത്. ക്രിസ്ത്യാനിറ്റി വാസ് എ വെൽ എസ്റ്റാബ്ലിഷ്ഡ് വേൾഡ് വ്യൂ ബൈ ദ ടൈം ഓഫ് കോൺസ്റ്റന്റീൻ. അതുകൊണ്ട് കോൺസ്റ്റന്റീൻ വേൾഡ് വ്യൂ കോൺസ്റ്റന്റീൻ ഓഫ് ദ പീപ്പിൾ ഹു പ്രാക്ടീസ്ഡ് ഇറ്റ്. കുറച്ച് പേരുടെ ഒരു സാമ്രാജ്യത്തിനകത്തെ രാജാക്കന്മാരെടുത്ത് തെറ്റാണ്. അത് താങ്കൾ ഈ പറയുന്ന ഐഡിയ പല മതങ്ങൾക്കും അപ്ലൈ. ഞാനിത് എന്തുകൊണ്ടാണ് ഞാൻ വെക്കുന്ന തെളിവുകൾ അതിന് ആൾക്കാർ തെളിവ് എടുക്കണം. യുക്തി ഉപയോഗിക്കുന്നവർ ഞാൻ പറഞ്ഞില്ലേ ഇന്റർപ്രിട്ടേഷൻ എന്ന് പറയുന്നത് തെളിവല്ല. ഞാൻ പറഞ്ഞു കഴിയട്ടെ. ക്രിസ്ത്യൻ വേൾഡ് വ്യൂവിൽ അല്ലെങ്കിൽ ദ ബിബ്ലിക്കൽ വേൾഡ് വ്യൂവിൽ നമുക്കറിയാം മോസസിൻ്റെ ഒക്കെ ഹിസ്റ്ററി വി നോ ഇറ്റ്. അവിടുന്ന് അടിമകളെ മിസ്രൈമിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് വന്നിട്ട് ഒരു അവകാശം, അതായത് ആ കാലഘട്ടത്തിലെ ഏറ്റവും മൃഗീയമായ അടിമത്തം നിലനിന്ന ഒരു സ്ഥലമാണ് മിസ്രൈം. അവിടെ നിന്ന് അവർക്ക് യാതൊരു ഹ്യൂമൻ റൈറ്റ്സും ഇല്ല, യാതൊരു ഐഡൻറ്റിറ്റിയും ഇല്ല, അവകാശങ്ങളുമില്ല. അവരെ രക്ഷിച്ച് അവർക്ക് അവകാശങ്ങളും അവർക്ക് ഐഡൻറ്റിറ്റിയും എല്ലാ മനുഷ്യർക്കും വെൻ യു റീഡ് ദ ഫസ്റ്റ് ബുക്സ് ഓഫ് ദ ബൈബിൾ, ലേവ്യ പുസ്തകം ആവർത്തനമൊക്കെ വായിക്കുമ്പം എല്ലാ മനുഷ്യനും എല്ലാ വ്യക്തിക്കും അവനവൻ്റെ ഇൻഹെറിറ്റൻസ് കൊടുത്തു, അവനവൻ്റെ റൈറ്റ്സ് കൊടുത്തു, അവനവൻ്റെ ഇപ്പം നമുക്കറിയാം നമ്മുടെ ഈ ഇന്ത്യയെ പോലെ ഒരു 100 വർഷം പിൻപോട്ട് പോയ നിയമം ഓരോരുത്തരും വ്യത്യസ്തമാണ്. അതായത് ഒരു ശൂദ്രൻ ഒരു തെറ്റ് ചെയ്താൽ അല്ലെങ്കിൽ ഒരു ക്രൈം ചെയ്താൽ എന്താണ് ശിക്ഷ, ഒരു ബ്രാഹ്മണനാണെങ്കിൽ പല കാര്യത്തിനും ശിക്ഷയില്ല. അങ്ങനെ ക്ലാസ് സെഗ്രിഗേറ്റ് ചെയ്താണ് നിയമങ്ങൾ പോലും കൊടുക്കുന്നത്. പക്ഷേ അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നേക്ക് 3000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ഒരു ഇഗാലിറ്റേറിയൻ സമത്വമുള്ള ഒരു സൊസൈറ്റി ക്രിയേറ്റ് ചെയ്തപ്പോൾ അവിടെ വ്യക്തമായിട്ട് ഇദ്ദേഹം പറയുന്ന കഥ അവിടെ അപ്ലൈ ചെയ്തിട്ട് ഞാൻ പറയുന്നതിൻ്റെ കാരണം ദൈവം തന്നെ പറയുന്നുണ്ട്, ദൈവത്തിന് അവർക്കൊരു രാജാവിനെ കൊടുക്കാൻ ആഗ്രഹമില്ലായിരുന്നു. ഇസ്രായേലിന് ഒരു രാജാവിനെ കൊടുത്തില്ല. അവിടെ തന്നെ ഈ രാജാവും പ്രജ എന്നുള്ള ഒരു കോൺസെപ്റ്റ് ബിബ്ലിക്കൽ കോൺസെപ്റ്റ് അല്ല. അതുകൊണ്ടാണ് വെൻ യേശുക്രിസ്തുവിനോട് തന്നെ ചോദിക്കുമ്പോൾ നീ ഒരു രാജാവാണെന്ന് പീലാത്തോസ് അന്നത്തെ ബിഗ്ഗസ്റ്റ് എംപയറിൻ്റെ ഫേസായി നിന്ന് ഗവർണർ ചോദിക്കുമ്പോൾ കർത്താവ് എന്താ പറഞ്ഞത്? എൻ്റെ രാജ്യം ഐഹികമല്ല, ഐ എം നോട്ട് എ കിങ് ആൻഡ് മൈ ആർമി. ആ ഒരു കോൺസെപ്റ്റിനെ തന്നെ നിഷേധിച്ചുകൊണ്ട് ഇഗാലിറ്റേറിയൻ ഡെമോക്രാറ്റിക് വാല്യൂസ് വരുന്നത് ഓൾഡ് ടെസ്റ്റ്മെൻറ്റിൽ ഈ ബേസിക് 10 കമാൻഡ്മെൻറ്റ്സും പുതിയ നിയമത്തെ മൂല്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ചോദിച്ചത്, പുതിയ നിയമത്തിൽ നിന്ന് ആധുനിക ലോകത്തിന് ചേരാത്ത ഒരു മൂല്യം കാണിക്കാമെന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞില്ല. പിന്നീട് താങ്കൾ ഞാൻ പറയട്ടെ, എന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കണമെന്ന് പറയുന്ന വർക്ക് ചെയ്യാത്ത മൂല്യത്തിനെ പറ്റി ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്. ഇയാളെ പറഞ്ഞു കഴിഞ്ഞ സാധനമാണ്. അത് വർക്ക് ചെയ്തില്ല. പക്ഷെ ഇന്ന് അങ്ങനത്തെ ഒരു സമൂഹത്തെ ക്രിയേറ്റ് ചെയ്യാനുള്ള ശ്രമത്തിലാണ് ഡെമോക്രസിയും അല്ലെങ്കിൽ ഇന്നത്തെ ആധുനിക ലോകം എന്ന് പറയുന്ന മൂല്യങ്ങൾ ആ ഒരു വേൾഡ് വ്യൂ എന്നാണ് വരുന്നത്. ഞാൻ പറഞ്ഞ ദൈവവിശ്വാസം വെച്ചുകൊണ്ട് ഒരു ഡെമോക്രസി സാധ്യമല്ല. അത് അബ്സല്യൂട്ട്ലി അബ്സേർഡ് ആണ്. കാരണം ഒരു എവല്യൂഷൻ, അത് ദൈവം സൃഷ്ടിച്ച എവല്യൂഷൻ അല്ല, ദൈവമില്ലാതെ ഒരു എവല്യൂഷണറി പ്രോസസ്സ് കൊണ്ട് മനുഷ്യർ ഉളവായി വന്നതാണെങ്കിൽ ദെൻ സർട്ടൻലി പണ്ട് ചെസ്റ്റർട്ടൺ പറഞ്ഞ പോലെ ദേ ഇവോൾവ്ഡ് അൺഈക്വൽ. ഇറ്റ്സ് ദ കോൺസെപ്റ്റ് ഓഫ് ദ സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ്. അങ്ങനെയാണെങ്കിൽ ഇക്വാലിറ്റി എന്നുള്ള കോൺസെപ്റ്റ് ഇല്ല. പക്ഷേ അതുകൊണ്ടാണ് ഞാനൊന്ന് പറഞ്ഞു കഴിയട്ടെ. അത് ഒരിക്കലും പറഞ്ഞു തീരത്തില്ല. കാരണം താങ്കൾ പറയുന്നതിനകത്തുള്ള അബദ്ധം ബേസിക്കലി
ഈ താങ്കൾ പറഞ്ഞത് ജനാധിപത്യത്തിന് ദൈവം എന്ന കോൺസെപ്റ്റ് വേണ്ട, പക്ഷേ ആധുനിക ജനാധിപത്യത്തിന്റെ ഫൗണ്ടേഷണൽ ടെക്സ്റ്റായിട്ട് പലരും കാണുന്ന അമേരിക്കൻ ഡിക്ലറേഷൻ ഓഫ് ഇൻഡിപെൻഡൻസിന്റെ ആദ്യത്തെ ലൈൻ എന്താ? വി ഹോൾഡ് ദീസ് ട്രൂത്ത്സ് ടു ബി സെൽഫ് എവിഡന്റ്. അത് കഴിഞ്ഞിട്ട് 200 വർഷം കഴിഞ്ഞ് ഇന്ത്യയിൽ വി ദ പീപ്പിൾ എന്ന് എഴുതിയിട്ടുണ്ട്. അത് വായിച്ചു പഠിക്കും. അതിന് പകരം അമേരിക്കയിലെ കാശിന് കൊള്ളാത്ത all men are created equal എന്ന ആ അതുകൊണ്ടാണ് ആ വിവരമില്ലായ്മ അറിയുന്നത് കൊണ്ടാണ് വി ദ പീപ്പിൾ എന്ന് പറഞ്ഞ് ഇന്ത്യയിൽ ഉണ്ടാക്കിയത്. അത് പഠിക്കുക. അത് പഠിച്ചിട്ട് വേണം ഇയാളുടെ ചരിത്രമൊക്കെ ഇയാൾ എടുക്കേണ്ടത്. അതിന് പകരം വീണ്ടും അമേരിക്കയിലോട്ട് പോകാതെ പാവം. അല്ല, ഞാൻ എന്താ പറയാനാ ഇയാളുടെ ഈ അംബേദ്കർ തന്നെ കോൺസ്റ്റിറ്റ്യൂഷൻ എഴുതിയ അംബേദ്കർ തന്നെ അദ്ദേഹത്തിന്റെ കോൺസ്റ്റിറ്റ്യൂന്റ് അസംബ്ലിയിലെ പ്രസംഗത്തിൽ അദ്ദേഹം വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്, അദ്ദേഹം റെഫർ ചെയ്യുന്നത് വെസ്റ്റേൺ ഡെമോക്രസിയാണ്. ആ വെസ്റ്റേൺ ഡെമോക്രസി കിടക്കുന്ന ആശയം അതുകൊണ്ടാണ് അത് തിരുത്തിയത്. അല്ല, അത് തിരുത്തിയത് അതുകൊണ്ടാണ് വി ദ പീപ്പിൾ എന്ന് ഉണ്ടാക്കിയത്. അതുകൊണ്ടാണ് ഞാൻ ചോദിക്കട്ടെ, എവല്യൂഷണറി എത്തിക്ക് വെച്ച് മനുഷ്യർ ഈക്വൽ ആകാൻ സാധ്യമാണ്? എവല്യൂഷണറി എത്തിക്സ് വെച്ച് മാത്രമാണ് സഹകരണം, സിംബയോട്ടിക് എവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ടാണ് സഹകരണം ഉണ്ടായത്. സഹകരണം എന്ന് പറയുന്നത് വ്യക്തിയാധിഷ്ഠിതമായ വ്യക്തികൾ പരസ്പരം സഹകരിച്ച് വെക്കുന്നതിനാണ് അത് ചെയ്യുന്നത്. സിംബയോട്ടിക് എവല്യൂഷനുമായിട്ട് ഇതുമായിട്ട് യാതൊരു ബന്ധമില്ല. ഇന്റർപ്രിട്ടേഷൻ ഒന്നും അല്ല ഇത്. താങ്കൾക്ക് സിംബയോട്ടിക് എവല്യൂഷൻ എന്താണെന്ന് അറിയാത്ത ഒരാളുടെ മുമ്പിൽ ഇത്തിരി വാചകം യൂസ് ചെയ്യാം. പക്ഷേ സിംബയോട്ടിക് എവല്യൂഷൻ കോപ്പറേറ്റീവ് സ്ട്രാറ്റജീസ് മാത്രമാണ്. ക്രിസ്തു മതം മുന്നോട്ട് കൊണ്ടുപോകണം, അത് ഞാൻ സമ്മതിക്കുന്നു. ഞാൻ പറഞ്ഞു വന്നത്, ഞാൻ താങ്കളോട് ചോദിച്ച ചോദ്യം എന്താണ്? എവല്യൂഷണറി എത്തിക്ക് വെച്ച് മനുഷ്യരെല്ലാം ഈക്വൽ ആകുവാൻ കഴിയും? മനുഷ്യർ ഈക്വൽ അല്ല, വ്യത്യസ്തതരാണ്. പക്ഷെ അവര് സാമൂഹികമായ നിയമപ്രകാരമാണ് ഇന്ത്യയിൽ ഒരാൾക്ക് ഒരു വോട്ട് എന്ന് പറയുന്നത് വഴിയാണ് തുല്യത ഉണ്ടാകുന്നത്. പക്ഷെ വ്യത്യാസങ്ങൾ നിലനിൽക്കെ ഒരുമയെ പറ്റിയാണ് പറയുന്നത്. ഈക്വൽ എന്ന് പറയുന്നത് അതിന്റെ അർത്ഥം സെയിം എന്നല്ല. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് രാജാവിൽ കേന്ദ്രീകൃതമായിരുന്ന രാഷ്ട്രീയ അധികാരത്തിനെ ഒരു വോട്ടായി ഓരോ ആളുകൾ ആളുകളെ ഒരുമയെ പറ്റിയാണ് നമ്മൾ സംസാരിക്കുന്നത്. അതല്ല ഞാൻ ചോദിച്ചത്. ചോദ്യം എനിക്ക് ഉത്തരവ് പറയേണ്ട കാര്യമില്ലെന്ന്. കാരണം അതിന് എവല്യൂഷണറി ഉത്തരവില്ല. ഞാൻ പറഞ്ഞില്ല തന്റെ എവല്യൂഷൻ ആണ്, തന്റെ എവല്യൂഷൻ ആണെന്ന്, എന്റെ എവല്യൂഷൻ അല്ലത്. എവല്യൂഷണറി അധികം അനുസരിച്ച് ഞാൻ പറഞ്ഞു കഴിയട്ടെ, ഞാനൊന്ന് പറഞ്ഞു കേട്ടെ. താങ്കളുടെ ഇൻടോളറൻസ് എനിക്ക് മനസ്സിലാകും. കാരണം താങ്കൾക്ക് ഒരു ബഹളം വെക്കുന്നത് കാരണം താങ്കൾക്ക് ഈ പറയുന്ന കാര്യങ്ങൾക്ക് കൃത്യമായിട്ടുള്ള മറുപടി ഇല്ല. ഞാൻ ഇയാളുടെ മറുപടി ബോധ്യപ്പെടുത്താനായിട്ട് എനിക്ക് താല്പര്യമില്ലെന്ന്. കാളവണ്ടിക്കാരനോട് എനിക്ക് കാളവണ്ടി നന്നാക്കുന്നതിന്റെ ആവശ്യമില്ല. പുള്ളിയുടെ ആശയങ്ങൾ പറയട്ടെ. എന്ത് കാരണം കൊണ്ടാണ് പുള്ളിയുടെ ആശയങ്ങൾ ഞങ്ങൾ കേൾക്കണ്ടേ? പറഞ്ഞോളൂ. അതിന് ഞാൻ എന്തിനാ അവിടെ ഇരിക്കേണ്ട ആവശ്യം? അല്ല, താങ്കളുടെ അടുത്ത് ഇച്ചിരി ചോദിക്കേണ്ടിയുണ്ട്. അതുകൊണ്ട് പറഞ്ഞു, താങ്കൾ പറഞ്ഞല്ലേ, അപ്പൊ പുള്ളിയുടെ ആശയം കേൾക്കാൻ ബാധ്യസ്ഥരാണ്. ശുഭിതനാകേണ്ട കാര്യമില്ല. ഞാൻ ചൂടാകുന്നതല്ല. എന്നാ ഒന്ന് ഇന്ററപ്റ്റ് ചെയ്യാതെ ഞാൻ പറയുന്ന ആശയം ഞാൻ താങ്കൾ പറയുമ്പോൾ ഇന്ററപ്റ്റ് ചെയ്യാറില്ല. അയ്യോ, ഇപ്പൊ പിന്നെ ഈ ചെയ്തോണ്ടിരിക്കുന്നുണ്ടാ ഓരോ തവണയും താനേ ഈ പറഞ്ഞോണ്ടിരിക്കുമ്പോ താനിത് അങ്ങനെ കാണിക്കുന്നതിനാണിത്. ഈ ചോദ്യം ഒന്ന് പുള്ളി പറഞ്ഞോട്ടെ, ഒന്ന് പറഞ്ഞോട്ടെ. ആഷർ ഒന്ന് പറഞ്ഞോളൂ, എന്താണ് ഞാൻ ഈ പറയുമ്പോൾ. ആഷർ പറഞ്ഞോളൂ, ആഷർ എന്താ പറയാനുള്ളത്? എവല്യൂഷൻ വഴി മനുഷ്യൻ ഈക്വൽ അല്ല എന്ന് പറയുമ്പോഴത്തേക്കും അദ്ദേഹം അതിനെ സെയിം എന്ന് ഇന്റർപ്രറ്റ് ചെയ്തു. ഞാൻ പറഞ്ഞത് ഈ കാസ്റ്റ് സിസ്റ്റം പോലുള്ള, അതായത് ഡിഗ്നിറ്റി, മനുഷ്യന്റെ വർത്ത് ഈക്വൽ അല്ല എന്നത് എവല്യൂഷൻ, ഐ മീൻ ദാറ്റ്സ് എ റോ പ്രൊഡക്റ്റ് ഓഫ് എവല്യൂഷൻ. കാരണം ഏത് മൃഗജാലങ്ങളെ നോക്കിയാൽ പോലും the powerful dominates. അതാണ് that is the evolutionary rule. ഒരിക്കലും ഞാൻ ഒന്ന് പറയട്ടെ. ധാർമ്മികത ഒരിക്കലും എവല്യൂഷൻ വഴി ഇവോൾവ് ആയി വരത്തില്ല. ഇതുകൊണ്ടാണ് ഞാൻ ഈ പറഞ്ഞത്. അതായത് ചോദ്യം ഇതാണ്, മൊറാലിറ്റി ആയിട്ടുള്ള എല്ലാ ജീവികളിലും ധാർമ്മികത ഉടലെടുത്തിട്ടുണ്ട്. വാട്ട് ഈസ് ധാർമ്മികത? ധാർമ്മികത എന്ന് പറയുന്നത് സഹകരണം, പരസ്പരം യോജിപ്പോടെ ജീവിക്കാൻ കഴിയുന്നതും ജീവിച്ചിരിക്കുന്ന സമയത്ത് സഹകരണത്തോടെ ജീവിക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും വലിയ മൂല്യം. ഈ സഹകരണം ഇയാൾ വേണ്ടത് തനിക്ക് മനസ്സിലായെന്ന് എന്റെ ഒറ്റയ്ക്ക് പിന്നെ ചോദിച്ചാൽ മതി. താനിപ്പോ അവിടെ ഇരിക്കുന്നത് കൺട്രോൾ ചെയ്യാനാണല്ലോ. അപ്പം അല്ല, അങ്ങനല്ല.
ഈ കാടുകയറി ഇങ്ങനെ പറഞ്ഞു പോകുമ്പോഴേ ആ കാട് ഒരു കയറി കാടുകയറി പോകുമ്പോൾ പറഞ്ഞു പോകുമ്പോഴേ എനിക്ക് നമുക്ക് സഹിക്കാത്ത അയാളുടെ കൂടെ നിൽക്കുന്നോണ്ടാ. അല്ലല്ല. നടുക്ക് തിരിക്കാൻ പഠിക്കണം. നടുക്കിരുന്ന നടുക്കിരുന്ന പറയുന്നത്. പഠിച്ചിട്ടില്ല. നടുക്കിരുന്ന പറയുന്നത്. ഇയാളെ കൈകാര്യം ചെയ്യാതിരിക്കുകയാണ്. പോട്ടെ. ഒരു കോമൺ റെഫറൻസ് പോയിന്റ് വെച്ച് നമുക്ക് സംസാരിക്കാം. രണ്ടുപേരെയും ആശയങ്ങൾ നമ്മൾ ഒരുപോലെ കേൾക്കാനായിരിക്കും. അങ്ങനെയല്ല അത്. അയാൾ പറയുമ്പോഴും നമുക്ക് കേൾക്കാനുള്ള ബാധ്യത. അയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനത്തിന് ഉള്ള മറുപടിയാണ് ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഈ പറയുന്നത് മനുഷ്യര് തമ്മിലുള്ള ഒരുമ, വ്യത്യാസങ്ങൾ നിലനിൽക്കുമ്പോൾ ഒരുമ, ആ ഒരുമ എന്ന് പറയുന്നത് നിയമപരമായിട്ട് ഒരു ഇത് ഘടനാപരമായി ഉണ്ടാക്കിയെടുക്കുന്നതാണ് നമ്മൾ ഉണ്ടാക്കിയ ഭരണഘടന. ആ ഭരണഘടനയ്ക്കകത്ത് വി ദ പീപ്പിൾ എന്ന് എഴുതിയത് ഇൻ ദ നെയിം ഓഫ് ദ ഗോഡ് എന്ന് പറയാതെ എന്തുകൊണ്ടാണ് അമേരിക്കക്കാരുടെ ഇത് പരിശോധിച്ചിട്ട് അതിനകത്തുനിന്ന് അത് കളയുന്നത്? ആധുനിക ജനാധിപത്യ ബോധം കൊണ്ടാണ്. ആ ആധുനിക ജനാധിപത്യ ബോധം പണ്ടുണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. ദൈവം എന്ന് പറയുന്ന ഒരു ശക്തിക്ക് മുമ്പിൽ കീഴടങ്ങാൻ പഠിപ്പിക്കുന്ന യുക്തികളാണ് മതങ്ങളിലുള്ളത്. അത് ഇൻക്ലൂഡിങ് ക്രിസ്ത്യാനിറ്റി. താൻ അതിന്റെ റെപ്രസെന്റേറ്റീവ് ആയ അതിനകത്ത്. അതുകൊണ്ട് ഈ ലോകത്തു നിന്ന് രക്ഷപ്പെടുന്ന യുക്തികളാണ് അതിലുള്ളത്. ഈ ലോകത്തിനകത്ത് ജീവിക്കുന്നതിനുള്ളതല്ല, അവിടെ കീഴടങ്ങാനുള്ള യുക്തികളാണ് അതിലുള്ളത്. മനുഷ്യരെ മെരുക്കി ഒരു രാജാധികാരത്തിനകത്തെ പ്രജകളാക്കി മാറ്റുന്നതിൻ്റെ ആശയങ്ങളാണ് അതിനകത്ത്. എത്രത്തോളം വ്യത്യാസങ്ങൾ ഉണ്ടായാലും ശരി, പൊതുവായി അതാണ് മതങ്ങൾ ചെയ്യുന്നത്. ഇതിനകത്തുനിന്ന് ഭിന്നമായി വ്യക്തിഗതമായ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും കടമകളുമുള്ള മനുഷ്യരെ സൃഷ്ടിക്കുന്നതാണ് ജനാധിപത്യ അവകാശം. അത് എവല്യൂഷണറിയായി ഡെവലപ്പ് ചെയ്തു വരുന്ന ഈ ലോകത്ത് മനുഷ്യനിർമ്മിതമായിട്ടുള്ള മൂല്യമാണ്. അത് ആധുനിക ജനാധിപത്യം ഫാക്ടറിയായിട്ട് ബന്ധപ്പെട്ട് തുല്യമായി മനുഷ്യന്മാരെ ഒന്നിച്ചൊരു ഫാക്ടറിയിൽ പ്രവർത്തിക്കണമെന്ന ആവശ്യം വന്നപ്പോഴാണ് ഇത്തരത്തിലൊരു. അതുകൊണ്ടാണ് 200 വർഷം മുമ്പ് ഫ്രഞ്ച് റവല്യൂഷനുമായിട്ട് ബന്ധപ്പെട്ട് ഫ്രട്ടേണിറ്റി, ലിബർട്ടി, ഇക്വാലിറ്റി എന്ന് പറഞ്ഞ സാധനം. ഈ പറയുന്ന മൂല്യങ്ങൾ അവിടുന്ന് ആരംഭിച്ചിട്ട് ഒരു 200 വർഷമേ ആയിട്ടുള്ളൂ ലോകത്ത് അത് പ്രാക്ടീസ്. ആശയം എവിടെ നിന്ന് വന്നു എന്നുള്ളതായിരുന്നു. ആശയം ഫാക്ടറിക്ക് അകത്തുനിന്നുണ്ടായ അല്ല, അവിടെയാണ് ആ പോയിന്റാണ് ആശാന്റെ ചോദിക്കുന്നത്. ആ ആശയം അമേരിക്കൻ ഡെമോക്രസിയിൽ ലൈഫ് പെർസ്യൂട്ട് ലിബർട്ടി എന്ന് പറഞ്ഞതും ഈ പറഞ്ഞതും എവിടെ നിന്ന് വന്നു? അവർക്ക് ദൈവത്തിനെ മാറ്റി ഒരു മനുഷ്യൻ എന്ന് പറയുന്ന കളക്ടിവിറ്റി. താങ്കൾ ഇങ്ങനെ ഒരു കഥ പറഞ്ഞു പോകാതെ എവല്യൂഷണറി ആയിട്ട് പറയട്ടെ. പറയേണ്ട ഒരു ആവശ്യമില്ല. അത് രാജാവിന്റെ പ്രജയുടെ കാലഘട്ടത്തിൽ, ഇന്നത്തെ ആധുനിക ലോകത്തിൽ ഞങ്ങൾ വിശ്വസിക്കുന്ന ഡെമോക്രാറ്റിക് ലോകത്തിൽ ഞാനും പറയും താങ്കളും പറയും. ആ ഇക്വാലിറ്റി ബോധമാണ് ഞാൻ. അതായത് താങ്കൾ പറയുന്നത് എന്തോ ഏതോ ദൈവത്തിന് മുമ്പിൽ കീഴടങ്ങുന്ന യുക്തി എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഒരു യുക്തി ക്രിസ്ത്യാനിറ്റിയിൽ ഇല്ല. കാരണം ക്രിസ്ത്യാനിറ്റി ഞാൻ പറയട്ടെ ഇദ്ദേഹം പറയുന്നത് ചിലപ്പോൾ ഫോർ എക്സാമ്പിൾ ഹിന്ദുയിസത്തിൽ ആപ്ലിക്കബിൾ ആണ്. കാരണം ദൈവത്തിന്റെ കാലിന്റെ ഭാഗം എടുത്ത് ഒരു കാസ്റ്റിനെ സൃഷ്ടിക്കുന്നു, നെഞ്ചിന്റെ ഭാഗം എടുത്ത് മറ്റൊരു കാസ്റ്റിനെ സൃഷ്ടിക്കുന്നു. അങ്ങനത്തെ ദൈവത്തിന് കീഴടങ്ങിയിരിക്കുന്ന ഹൈറാർക്കി. പക്ഷേ ക്രിസ്ത്യാനിറ്റിയിൽ മാത്രം ശൂദ്രനെയും ദലിതനെയും ബ്ലാക്കിനെയും വൈറ്റിനെയും എല്ലാ മനുഷ്യരെയും ദൈവം സ്വന്തം സാദൃശ്യത്തിൽ സൃഷ്ടിച്ചു എന്ന് പറയുന്നത് മാത്രമല്ല, ഇറ്റ് ഈസ് വെരി ക്ലിയർലി റിട്ടൺ ദാറ്റ് ദൈവത്തിന് കീഴടങ്ങിയിരിക്കുക എന്നൊരു കോൺസെപ്റ്റാണ് ക്രിസ്ത്യാനിറ്റി. ദൈവത്തോട് കൂടെ തന്നെ ഭരിക്കുക, ദൈവത്തോട് കൂടെ തന്നെ ഷെയർ ഇൻ ഹിസ് ഗ്ലോറി. ദിസ് ഇസ് എ ക്രിസ്ത്യൻ കോൺസെപ്റ്റ്. സെക്കൻഡ്ലി, വെൻ യു ടോക്ക് അബൌട്ട് എവല്യൂഷൻ, ഇവിടെ ഞങ്ങൾ പല കാര്യങ്ങളും ഇങ്ങനെ സർക്കിളിൽ പറയുന്നു. പക്ഷേ എവല്യൂഷൻ വഴി ധാർമ്മികത പോസിബിൾ അല്ല. കോപ്പറേറ്റീവ് ബിഹേവിയർ പോസിബിൾ ആണ്. ധാർമ്മിക മൂല്യങ്ങളും അല്ലെങ്കിൽ ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് ആർ നോട്ട് പോസിബിൾ. ഇത് ഞാനല്ല പറയുന്നത്, എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ തന്നെയാണ് പറയുന്നത്. കാരണം ഇത് ഈ കഥ പറയുന്നത് പോലെ പറഞ്ഞു പോകാൻ രസമാണ്. ഞാൻ പറയട്ടെ, ഫോർ എക്സാമ്പിൾ, മനുഷ്യരിൽ മാത്രമാണ് ഒബ്ജക്റ്റീവ് മോറൽ വാല്യൂസ് ആൻഡ് ഡ്യൂട്ടീസ് ഉള്ളത്. ഉദാഹരണത്തിന് ഒരു ഷാർക്ക്, ഒരു ഫീമെയിൽ ഷാർക്കിനെ ഫോഴ്സ്ഫുള്ളി കോപ്പുലേറ്റ് ചെയ്യുമ്പോഴത്തേന് ആ ഷാർക്ക് മറ്റേ ഷാർക്കിനെ റേപ്പ് ചെയ്യുന്ന നാം പറയാറില്ല. ഒരു സിംഹം ഒരു സീബ്രയെ when a lion kills a zebra, we don't say that the lion murdered the zebra. കാരണം അല്ലെങ്കിൽ അവരെ നമ്മൾ കോടതി കൊണ്ടുവന്ന് അവരെ വിധിക്കുന്നില്ല. ഒരു പട്ടി നാളെ കടിച്ചാൽ ആ പട്ടിയെ ഞാൻ കോടതി കൊണ്ടുപോകുന്നില്ല. കാരണം ധാർമ്മിക മൂല്യങ്ങൾ, the inherent sense of right and wrong is unique to human beings in the way that we operate in the world. ആ മൂല്യങ്ങൾ ഒരിക്കലും ഇത്
ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, താങ്കൾ റെവല്യൂഷണറി ബയോളജിസ്റ്റ് അല്ല, താങ്കൾ ലോകത്ത് ഇങ്ങനെ മനസ്സിലാക്കിയെന്ന് പറഞ്ഞു. ഞാൻ പറയുന്നത് ഒരു ബയോളജിക്കൽ അല്ലെങ്കിൽ എവിഡൻസ് അല്ലെങ്കിൽ എവല്യൂഷണറി ബയോളജിസ്റ്റുകൾ മുൻപോട്ട് വെക്കുന്ന ഒരു ആക്ച്വൽ എവിഡൻസ്, കഥയല്ല, ആക്ച്വൽ എവിഡൻസ് ധാർമ്മികത എവല്യൂഷൻ വഴിയാണ് ഇവോൾവ് ആയെന്ന് ഈ സെൻസ് ഓഫ് ഇന്നേറ്റ് സെൻസ് ഓഫ് റൈറ്റ് ആൻഡ് റോങ് എവിഡൻസ് ആണ് പറയേണ്ടത്, കഥയല്ല. ഞാൻ പറഞ്ഞില്ലേ ലോകത്ത് കളക്റ്റീവ് ആയിട്ടുള്ള എല്ലാ താങ്കൾ പറഞ്ഞില്ലെന്നല്ല, ഞാൻ കഥയല്ല പറയേണ്ടത്, എവിഡൻസ്. ഇയാളുടെ കഥ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ എവിഡൻസ് കോട്ട് ചെയ്യാൻ പറയുന്ന കഥ നമുക്ക് കേൾക്കാൻ ജീവിതത്തിൽ മനസ്സിലാവും. ഇതിന്റെ നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. അതിലൊക്കെ ഇതിന് മറുപടിയും കൂടെ താങ്കൾ പറഞ്ഞിട്ട് നമുക്ക് കൺക്ലൂഷനിലേക്ക് കിടക്കാം. ഓക്കെ, അല്ലെങ്കിൽ നമുക്ക് ഡിബേറ്റ് ഓപ്പൺ ആയിട്ട് ഇങ്ങനെ ഡിബേറ്റ് നമ്മൾ ഡിസ്കഷൻ സ്റ്റാർട്ട് ചെയ്തെങ്കിലും ഡിബേറ്റ് മോഡിൽ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് നമുക്ക് സാറിന് ഇതിന് പറയാനുള്ള എന്താണെന്ന് വെച്ചാൽ മറുപടി പറഞ്ഞിട്ട് നമുക്ക് എനിക്ക് മറുപടിയൊന്നും ഇല്ല. കാരണം ഇത് വളരെ വാലിഡ് ആയിട്ടുള്ള ആർഗ്യുമെന്റ് വെക്കും. മൊറാലിറ്റി ഇവോൾവ് ആകുന്നതിനുള്ള എവിഡൻസ് ലോകത്ത് കളക്റ്റീവായ ജീവികളിനകത്ത് അവരെങ്ങനെ ജീവിക്കണം എന്ന് പറയുന്ന പലതരത്തിലെ മൂല്യങ്ങൾ, അത് ഈ എന്താണ് തേനീച്ച, ഉറുമ്പ്, അതൊന്നും മൊറാലിറ്റി അല്ല. ഈ കോപ്പറേറ്റീവ് ഇയാൾ മൊറാലിറ്റി എന്ന് പറയുന്നത് അതുകൊണ്ടാണ് അതുകൊണ്ടാണ് തന്റെ സാധനമല്ല ഞാൻ പറയുന്നത്. ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്ന ടൂളിനെ പറ്റിയാണ് പറയുന്നത്. തന്റെ സാധനം പറയാനായിട്ട് ഞാൻ ഉത്തരം പറയാനിരിക്കുകയല്ലെന്ന്. ഞാൻ ലോകത്തിനെ മനസ്സിലാക്കുന്നത്, ഞാൻ എവല്യൂഷണറി ആയിട്ട് ലോകം എങ്ങനെയാണ് രൂപപ്പെട്ടു വന്നതെന്ന് അറിയുന്നത് കൊണ്ട് പറയുന്നതാ. ഈ പറയുന്ന ഡിവിഷൻ ഓഫ് ലേബർ എന്നുള്ള നിലവാരത്തിൽ അതിനകത്ത് വളരെ സ്ട്രക്ചറലായിട്ട് ഇഷ്ടം പോലെ കാര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഓരോ കളക്റ്റീവായിട്ടുള്ള ജീവികളിനകത്ത് അവരുടേതായിട്ടുള്ള എന്നുവെച്ചാൽ അവരുടെ ഗ്രൂപ്പിനകത്ത് അവരെങ്ങനെയാണ് പങ്കുവെക്കുന്നത്, ഈ സാധനങ്ങൾ എന്നുവെച്ചാൽ ഭക്ഷണം പങ്കുവെക്കുന്നത്, ഇതെല്ലാം കളക്റ്റീവായ ജീവികളിനകത്ത് അവിടുത്തെ ലൈംഗികമായ ബന്ധങ്ങളിൽ പോലും ഇപ്പം ആൽഫ മെയിലെന്നും ആൽഫ ഫീമെയിൽ എന്ന് പറയുന്ന ചെന്നായിക്കകത്ത് എടുക്കുകയാണെങ്കിൽ ഒരെണ്ണമാണ് ഇത് ചെയ്യുന്നത്. വേറൊരാൾ പോലും അവിടെ ഉണ്ടാകത്തില്ല. കോപ്പറേറ്റീവ് ബിഹേവിയർ ഇതുപോലുള്ള മോറൽ സെൻസ് മോറൽ സെൻസ് എന്ന് പറയുന്ന സാധനം ഇന്ന് മനുഷ്യന് ഈ പഠിപ്പിച്ച താൻ ഈ പറയുന്ന മോറൽ സെൻസ് എന്ന് പറയുന്നത് വർക്കബിൾ അല്ലാത്ത സാധനങ്ങൾ ഇഷ്ടം പോലെ ആളുകൾ ആലോചിച്ചിട്ടുണ്ട്. ആ ആലോചിച്ച സാധനം എവല്യൂഷനിന് സാധ്യമല്ലാതിരുന്നതുകൊണ്ടാണ് ഇത്രയും കാലത്തിന് ശേഷം മനുഷ്യർ ഈ എവല്യൂഷൻ മനസ്സിലാക്കിയപ്പോഴാണ് വ്യത്യസ്തതകളോടുള്ള മനുഷ്യരാണ്. മറ്റേതങ്ങനെ ദൈവം തൻ്റെ ഇമേജിൽ സൃഷ്ടിച്ചെന്ന് അങ്ങോട്ട് പഠിപ്പിച്ചു വെച്ച് അപ്പോൾ കറുത്തവനും വെളുത്തവനും ചേർക്കാൻ പറ്റത്തില്ല. ഈ പറയുന്ന പ്രശ്നങ്ങൾ അഡ്രസ്സ് ചെയ്യേണ്ടി വന്നപ്പോഴാണ് ആധുനിക ജനാധിപത്യ മൂല്യങ്ങൾ രൂപപ്പെടുത്തിയത്. അല്ലാതെ എല്ലാവരും ഒരുപോലാണ് മറിച്ച് ഇമേജ് സൃഷ്ടിക്കപ്പെട്ടു എന്ന ആശയമാണ് ഈ ദൈവത്തിന്റെ നെയിം ഓഫ് ഗോഡ് എന്ന് പറഞ്ഞുണ്ടാക്കിയ അമേരിക്കയിലെ ഒരാൾക്ക് വോട്ട് കൊടുക്കുന്ന സമയത്ത് സ്ത്രീകൾക്ക് വോട്ട് കൊടുത്തിട്ടില്ല. ആ കൊടുക്കാതെ പോകുന്നതിന്റെ കാര്യം പറയുന്ന വിവേചനങ്ങൾ നിലനിൽക്കുന്ന ഈ പറയുന്ന മൂല്യങ്ങൾ ഉപയോഗിച്ചിട്ട് നടന്നിട്ടില്ല. ആ നടക്കാതിരുന്നതുകൊണ്ടാണ് ഫാക്ടറിക്കകത്തു നിന്ന് മനുഷ്യരെ യോജിപ്പിക്കേണ്ട ആവശ്യം അവർക്ക് വരികയാണ് ചെയ്തത്. ആളുകളെ വ്യത്യസ്തമായ ജാതിയിലും മതത്തിലും പ്രദേശങ്ങളിലുള്ള ആൾക്കാരെ ഒന്നിച്ചൊരു സ്ഥലത്ത് എത്തിച്ചപ്പോഴാണ് ചരിത്രത്തിൽ ആദ്യമായിട്ട്, ഹിസ്റ്ററിയിൽ ആദ്യമായിട്ട് തുല്യത എന്ന് പറയുന്ന മൂല്യം എന്തുകൊണ്ട് വേണം എന്ന് ആലോചിക്കുന്നത്. എന്നുവെച്ചാൽ ജീവിതവുമായി ബന്ധപ്പെട്ട് ലോകവുമായി ബന്ധപ്പെട്ട് തുല്യത ഉണ്ടായത് ഫാക്ടറിക്കകത്തു നിന്നാണ്. അതുകൊണ്ടാണ് അവിടുന്നാണ് ഇത് ഫ്രഞ്ച് റവല്യൂഷൻ ആരംഭിക്കുന്ന പോലും അതാണ്. അല്ലെങ്കിൽ ഇതൊന്നും ആരംഭിക്കേണ്ട ആവശ്യമേ ഇല്ല. കാരണം ഇതിനേക്കാളും വലിയ മൂല്യങ്ങൾ നേരത്തെ പഠിപ്പിച്ച് കിടക്കുകയാണെന്നാണല്ലോ പറയുന്നത്. കൺക്ലൂഷൻ ഇതാണല്ലോ. ആഷർ എങ്ങനെ ഉദ്ദേശിക്കുന്നത്? ജസ്റ്റ് ലുക്ക് അറ്റ് റോ ഫാക്ട്സ് ഓഫ് ഹിസ്റ്ററി. അതായത് ക്രിസ്ത്യാനിറ്റി ഇന്ത്യയിലേക്ക് വന്നില്ലായിരുന്നെങ്കിൽ ക്രിസ്ത്യാനിറ്റിയിൽ ജസ്റ്റ് പുട്ട് ഇദ്ദേഹം പറഞ്ഞ സ്റ്റോറീസ് എല്ലാം മാറ്റി വെച്ചിട്ട് ലുക്ക് അറ്റ് ദ വേൾഡ് ആസ് ഇറ്റ് ഈസ്. ജുഡയോ ക്രിസ്ത്യൻ വേൾഡും മറ്റ് ലോകരാഷ്ട്രങ്ങളും തമ്മിൽ ഒരു വ്യത്യാസമുണ്ട്. ദർ ഇസ് ക്ലിയർ ഡിഫറൻസ്. ഡെമോക്രസി, സയൻസ്, സെക്യുലറിസം ഈ കാര്യങ്ങൾ എല്ലാം പ്രൊമോട്ട് ആയത് ഈ പർട്ടിക്കുലർ റീജിയൻസിലാണ്. ഫ്രഞ്ച് റെവല്യൂഷൻ എവിടെ നിന്ന് വന്നു, അല്ലെങ്കിൽ ഈ ഐഡിയാസ് എവിടെ നിന്ന് വന്നു, ഇത് ഞാൻ പറയുന്നതല്ല. ഞാൻ വീണ്ടും പറയുന്നത് ഈ കാണുന്ന ആൾക്കാർ, യു ക്യാൻ യോർസെൽഫ് സീ ദാറ്റ് ഹിസ്റ്റോറിയൻസ് ഓഫ് സയൻസ് ആക്ച്വലി ഇദ്ദേഹത്തെ പോലുള്ള ഉള്ളവരല്ല. ഞാൻ പറയുന്നത് ഈ പറയുന്ന കാര്യങ്ങളെ പറ്റി ആക്ച്വൽ അക്കാഡമിക് നോളജ് ഉള്ള ആൾക്കാർ, PhD എടുത്ത ആൾക്കാർ, ഏത്തിസ്റ്റുകൾ, ആക്ച്വലി ഏത്തിസ്റ്റ് PhDs, ആക്ച്വൽ അക്കാഡമിക് സ്കോളേഴ്സ് ഇതിനെപ്പറ്റി എന്താ പറയുന്നത്, അവരെല്ലാം അംഗീകരിക്കുന്ന ഒരു കാര്യമാണ് ഈ റേസിസം. അല്ലെങ്കിൽ 20th സെഞ്ച്വറിയുടെ ആദ്യ കാലഘട്ടത്തിൽ സയൻറ്റിഫിക് റേസിസം പ്രൊപ്പഗേറ്റ് ചെയ്തത് ഡാർവിനിസ്റ്റുകൾ തന്നെയാണ്. അതായത് കറുത്ത വർഗ്ഗക്കാർ ഇവോൾവ് ആയി വെള്ളക്കാരുടെ അത്രയും വന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ അവർ ദേ ആർ ഇൻഫീരിയർ റേസ് എന്നുള്ള ഐഡിയാസ്. ഹിറ്റ്ലർ
നാസി ഐഡിയോളജി പ്രൊപ്പഗേറ്റ് ചെയ്യുന്ന എവല്യൂഷണറി എത്തിക്കിൽ നിന്നാണ്. നീച്ചയിൽ നിന്ന് കിട്ടിയ ജീനിയോളജി ഓഫ് മോറൽസ് വെച്ചാണ് അദ്ദേഹം പറയുന്നത് ഞങ്ങളാണ് സുപ്പീരിയർ റേസ്, അതാണ് എവല്യൂഷണറി എത്തിക്. ഇദ്ദേഹം പറയുന്ന കഥയ്ക്കകത്തൊന്നും വരുന്നില്ല. പക്ഷേ മറിച്ച് എല്ലാവരും ഈക്വൽ ആണ്, എല്ലാവരും ഇൻഹെറൻ്റ്ലി ഈക്വൽ വർത്ത് ആണെന്നുള്ള കോൺസെപ്റ്റ് പറയുന്നത് എല്ലാ മനുഷ്യരും. അത് ഹിന്ദുയിസത്തിൽ നിന്നല്ല, മറ്റ് ഏത് ആശയങ്ങളിൽ നിന്നൊന്നുമല്ല. ഇറ്റ് കംസ് എക്സ്ക്ലൂസീവ്ലി ഫ്രം ദ ജുഡയോ ക്രിസ്ത്യൻ വേൾഡ് വ്യൂ ദാറ്റ് എവറി മാൻ ഈസ് ക്രിയേറ്റഡ് ഇൻ ദ ഇമേജ് ഓഫ് ഗോഡ് ആൻഡ് ദ ലൈക്ക്നെസ് ഓഫ് ഗോഡ്. നമുക്ക് ഈ ചർച്ച ഇവിടം കൊണ്ട് രണ്ട് ഡിസ്കഷൻസിൻ്റെ പോയിന്റ് നമുക്ക് ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കാം. എന്തായാലും ഇന്ത്യയിൽ വന്നിട്ട് ഈ ബുദ്ധനെ പറ്റി കേട്ടിട്ടില്ല. നമുക്ക് ഈ ചർച്ച ഇവിടെ ഈ ഭാഗം കൊണ്ട് നമുക്ക് അവസാനിപ്പിക്കാം. ഞങ്ങളുടെ ഇന്ന് പങ്കെടുത്ത മൈത്രേയനും അതോടൊപ്പം തന്നെ ആഷറിനും താങ്ക്സ് ഫോർ കമ്മിങ് ആൻഡ് ഡിസ്കസിങ് ഓൺ ദ സബ്ജക്ട്സ്. താങ്ക്സ് എവരി വൺ.